ഹലോ ഹായ്. ഇന്ന് നമ്മുടെ ടോപ്പിക്ക് ഇൻകം ഫ്രം അതർ സോഴ്സസ്. വളരെ ചെറിയൊരു ടോപ്പിക്കാണ്. അതിലും വളരെ കുറച്ച് കാര്യങ്ങൾ മാത്രമേ നമുക്ക് പഠിക്കാനുള്ളൂ. അതിലും കുറച്ച് കാര്യങ്ങൾ മാത്രമേ എക്സാമിന് എപ്പോഴും ചോദിക്കാറുള്ളൂ. അപ്പോൾ വളരെ കുറച്ച് കാര്യങ്ങൾ പഠിക്കാൻ പറ്റിയ ഒരു ഈസി ആയിട്ടുള്ള ഒരു ചാപ്റ്ററാണ്. എന്നാൽ ഒരു 6 മാർക്കിന് മിനിമം ഒരു 6 മാർക്കിനെങ്കിലും ഇതിൽ നിന്ന് എപ്പോഴും ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. അപ്പോൾ ഈസി ആയിട്ട് ആ 6 മാർക്ക് വാങ്ങിക്കാം. കുറച്ച് കാര്യങ്ങൾ മാത്രം നിങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ മതി. ഓക്കെ. അപ്പോൾ ഇൻകം ഫ്രം അതർ സോഴ്സസ് എന്നുള്ളതിൽ സെക്ഷൻ 56-ലിരുന്ന് 59 വരേക്കുള്ള സെക്ഷനാണ് നമുക്ക് പഠിക്കാനുള്ളത്. 56 എന്ന് പറഞ്ഞാൽ ചാർജബിലിറ്റി, 57 ഡിഡക്ഷൻസ്, 58 ഡിസലവൻസസ്, 59 ഡീംഡ് ഇൻകം, പിന്നെ സ്പെഷ്യൽ പ്രൊവിഷൻസ് കുറച്ചുണ്ട്. ഓക്കെ. ഇനി നമുക്കറിയാം ഇൻകം ഫ്രം അതർ സോഴ്സസ് എന്ന് പറയാൻ നേരത്ത് അല്ലേ, നമ്മുടെ എത്ര ഹെഡ് ഉണ്ടെന്ന് നമുക്കറിയാം. ആ ഹെഡിലൊന്നും പെടാത്തതാണ് ഇതിലേക്ക് വരണേന്നറിയാം, അതർ സോഴ്സസ് അല്ലേ. ഏതൊക്കെ ഹെഡിൽ എന്തൊക്കെ വരും എന്നുള്ളത് നമുക്ക് സാലറിയും പിന്നെ എന്താണ് ഹൗസ് പ്രോപ്പർട്ടിയും നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. സാലറി കുറച്ചും കൂടി ഉണ്ട് അല്ലേ, അത് ഞാൻ ഇനി നെക്സ്റ്റ് വീഡിയോ ആയിട്ട് ഞാൻ ചെയ്യാം. സാലറി ഹൗസ് പ്രോപ്പർട്ടി നമ്മുടെ കഴിഞ്ഞാണ് ഏകദേശം. അപ്പോൾ എന്താണ് ഹൗസ് പ്രോപ്പർട്ടി കംപ്ലീറ്റ് ആയിട്ട് കഴിഞ്ഞു അല്ലേ. അപ്പോൾ ഇനി ബിസിനസ്സും ഉണ്ട്, ക്യാപിറ്റൽ ഗെയിനും ഉണ്ട്. മാക്സിമം തീർക്കാൻ ശ്രമിക്കാം. അപ്പോൾ അതിലൊന്നും പെടാത്ത കാര്യങ്ങളാണ് നമുക്ക് ഈ അതർ സോഴ്സസ് എന്നുള്ളതിൽ വരുന്നത്. ഓക്കെ. അപ്പോൾ ഈ ചാപ്റ്റർ തുടങ്ങുന്നതിന് മുന്നേ എല്ലാവരോടും ഒരു റിക്വസ്റ്റ് ഉണ്ട്. എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് എന്താണ് മനസ്സിൽ തോന്നുന്നത്, നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ടിട്ട് എന്താണ് തോന്നുന്നത്, അത് നിങ്ങൾ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. കാരണം ഒത്തിരി കുട്ടികൾ ഇപ്പോൾ എക്സാമിന് വേണ്ടിയിട്ട് ഒത്തിരി സെർച്ച് ചെയ്ത് കിടക്കുന്നുണ്ട്. സെർച്ച് ചെയ്താലും നമ്മുടെ ചാനലിനെ കുറിച്ചോ അതിനെക്കുറിച്ചൊന്നും കിട്ടുന്നില്ല. അവർക്ക് റീച്ച് ആവണമെന്നുണ്ടെങ്കിൽ കുറച്ച് കമൻറ്റും ഒക്കെ വന്നാൽ മാത്രമേ റീച്ച് ആവുള്ളൂ. അതുകൊണ്ടാണ് എല്ലാവരും ഒന്ന് സഹകരിക്കുക. ഓക്കെ. ഇനി ഇതിൻ്റെ സെക്ഷൻസിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇത് ഞാൻ മറ്റ് ചാപ്റ്ററുകളിൽ ഞാൻ പറയാറില്ലേ, കുറേയൊക്കെ സെക്ഷൻസ് നിങ്ങൾ പഠിച്ചേ പറ്റുള്ളൂ എന്ന് പറയാറില്ലേ. പക്ഷേ ഇതിന് ഞാൻ അത്ര ഇമ്പോർട്ടൻസ് കൊടുക്കുന്നില്ല. എന്നാലും ചെറിയ കുറച്ച് കാര്യം 1-2 സെക്ഷൻസ് മാത്രം നിങ്ങളൊന്ന് പഠിച്ചിരുന്നാൽ നല്ലതായിരിക്കും, അത്രയേ ഉള്ളൂ. ഓക്കെ. ഇനി ഇതിൽ എന്തൊക്കെ ഇൻകം ആണ് ഇതിൽ പെടുന്നതെന്നുള്ളത്, ഇതിൽ വരുന്നതെന്നുള്ളത്, ഇൻകം ഫ്രം അതർ സോഴ്സസ് എന്നുള്ള ഹെഡിൽ എന്തൊക്കെ ഇൻകം ആണ് വരുന്നത്. ഒന്ന് ഡിവിഡൻഡ്, പിന്നെ ക്യാഷ്വൽ ഇൻകം, വിന്നിങ് ഫ്രം ലോട്ടറി, അങ്ങനെയുള്ള ഇൻകങ്ങൾ അത് നമുക്ക് പഠിക്കാം. ഇപ്പോൾ പഠിക്കാം. ഗിഫ്റ്റ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് ഈ ചാപ്റ്ററിൽ. ഗിഫ്റ്റ് എന്നുള്ളത് എന്തായാലും എക്സാമിന് ചോദിക്കുന്ന ഒരു സംഭവം തന്നെയാണ് ഗിഫ്റ്റ് എന്നുള്ളത്. ഷെയർ പ്രീമിയം ഇൻ എക്സസ് ഓഫ് ഫെയർ മാർക്കറ്റ് വാല്യൂ ഓഫ് ഷെയർസ്, ഇൻകം ബൈ വേ ഓഫ് ഇൻട്രസ്റ്റ് റിസീവ്ഡ് ഓൺ കോമ്പൻസേഷൻ ഓർ ഓൺ എൻഹാൻസ്ഡ് കോമ്പൻസേഷൻ. പിന്നെ എന്താണ്, പിന്നെ സം ഓഫ് മണി റിസീവ്ഡ് ആസ് ആൻ അഡ്വാൻസ് ഓർ അതർവൈസ് ഇൻ ദ കോഴ്സ് ഓഫ് നെഗോസിയേഷൻ ഫോർ ട്രാൻസ്ഫർ ഓഫ് ക്യാപിറ്റൽ അസറ്റ്സ്. അത് നമുക്ക് പഠിക്കാനുണ്ട്, അപ്പോൾ പറയാം. ഓക്കെ. ഇനി വേറെ ഏതാ പറയണത്, അതായത് എനി സം റിസീവ്ഡ് ബൈ അസസി ഫ്രം ഹിസ് എംപ്ലോയീസ് ആസ് കോൺട്രിബ്യൂഷൻ ടു പ്രൊവിഡന്റ് ഫണ്ട്, ഇൻട്രസ്റ്റ് ഓൺ സെക്യൂരിറ്റി, ഇൻകം ഫ്രം ലെറ്റിംഗ് ഓഫ് മെഷീനറി, പ്ലാന്റ് ഓർ ഫർണിച്ചർ, കോമ്പോസിറ്റ് റെന്റ്. അതൊക്കെ നമ്മളവിടെ പഠിച്ചാണല്ലേ, ഹൗസ് പ്രോപ്പർട്ടിയിലൊക്കെ വന്നതാണ്. പിന്നെ എന്താണ്, കീമാൻ ഇൻഷുറൻസ് പോളിസി, ഇതൊന്നും നിങ്ങൾ കാണാതെ പഠിക്കണ്ട. ഇതൊക്കെ നമുക്ക് കേൾക്കുമ്പോൾ തന്നെ അറിയാലോ. നമ്മൾ ഹൗസ് പ്രോപ്പർട്ടി പഠിച്ചു, അല്ലെങ്കിൽ ഇൻകം ഫ്രം സബ്ലെറ്റിംഗ് എന്നുള്ള ഹൗസ് പ്രോപ്പർട്ടി വരില്ല എന്നുള്ളത് നമ്മൾ പഠിച്ചു. അത് ഈ ഹെഡിലാണ് വരുന്നത്. ഇൻട്രസ്റ്റ് ഓൺ ബാങ്ക് ഡെപ്പോസിറ്റ്, ഇൻട്രസ്റ്റ് ഓൺ കമ്പനി ഡെപ്പോസിറ്റ്, ഇൻട്രസ്റ്റ് ഓൺ ലോൺ എക്സെട്ര, റെമ്യൂണറേഷൻ റിസീവ്ഡ് ഫ്രം എ പേഴ്സൺ അതർ ദാൻ ഹിസ് എംപ്ലോയർ, അതിവിടെയാണ് വരുന്നത്. റെന്റ് ഫ്രം എ വേക്കൻറ്റ് ലാൻഡ്, ഇൻഷുറൻസ് കമ്മീഷൻ, ഇൻകം ഫ്രം അൺഡിസ്ക്ലോസ്ഡ് സോഴ്സസ്, ഇൻകം ഫ്രം പ്രൈവറ്റ് ട്യൂഷൻ, ഇൻട്രസ്റ്റ് ഓൺ ഇൻകം ടാക്സ് റീഫണ്ട്. ഇൻകം ടാക്സ് റീഫണ്ട് എന്ന് പറയുന്നത് ഒരു ഇൻകം അല്ല, പക്ഷേ ഇൻട്രസ്റ്റ് ഓൺ ഇൻകം ടാക്സ് റീഫണ്ട് എന്നുള്ളത് ഇതിലാണ് വരുന്നത്. ഫാമിലി പെൻഷൻ റിസീവ്ഡ് ബൈ ദ ഫാമിലി മെമ്പർ ഓഫ് എ ഡിസീസ്ഡ് എംപ്ലോയി, ഡിവിഡൻഡ് റിസീവ്ഡ് ഫ്രം എ കോഓപ്പറേറ്റീവ് സൊസൈറ്റി, ഡയറക്ടർ സിറ്റിംഗ് ഫീ, ഇൻകം ഫ്രം ആക്ടിവിറ്റി ഓഫ് ഓണിംഗ് ആൻഡ് മെയിൻറ്റെയിനിങ് റേസ് ഹോഴ്സ്, സ്റ്റൈഫൻഡ് ടു ട്രെയിനി, ഇൻട്രസ്റ്റ് ഓൺ എംപ്ലോയീസ് കോൺട്രിബ്യൂഷൻ ടുവേഴ്സ് അൺറെക്കഗ്നൈസ്ഡ് പ്രൊവിഡന്റ് ഫണ്ട് അറ്റ് ദ ടൈം ഓഫ് പേയ്മെന്റ് ഓഫ് ലംസം എമൗണ്ട്. ഓക്കെ. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഇതിൽ വരുന്നത്. ഇതിൽ കുറേ കാര്യങ്ങളൊക്കെ നമുക്ക് പഠിക്കാനുണ്ട്, കുറേ കാര്യങ്ങളൊന്നുമില്ല. പക്ഷേ അതൊന്ന് ജസ്റ്റ് നിങ്ങൾക്ക് വായിക്കുമ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും അല്ലേ, ഏത് ഹെഡിൽ വരും എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. അത്രയും മനസ്സിലാക്കി തന്നെ വെച്ചാൽ മതി.
ഇനി ഇത് ഏത് സെക്ഷൻ എടുത്താലും നമ്മൾ പറഞ്ഞു ചാർജബിലിറ്റി ആണ് അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. കാരണം ആ സെക്ഷൻ പഠിക്കുന്നതും അതെങ്ങനെ ചാർജ് ചെയ്യാം അല്ലേ, അല്ലെങ്കിൽ എങ്ങനെ അതിൽ നിന്ന് നമുക്ക് എക്സംഷൻ മേടിക്കാം അല്ലെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചാണ് നമ്മളത് ചെയ്യണത്. ഓക്കെ, അപ്പോൾ ചാർജബിലിറ്റി ആണ് അതിന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്ന്. അപ്പം അതേപോലെ തന്നെ ഓരോ സാലറി ആണെങ്കിലും നമ്മൾ പറഞ്ഞിട്ടുണ്ട്, ഹൗസ് പ്രോപ്പർട്ടി ആണെങ്കിലും നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ് അതർ സോഴ്സസിൻ്റെ ചാർജബിലിറ്റി എന്നുള്ള സെക്ഷൻ 145 വരുന്നത്. ഇത് ചാർജ് ചെയ്യുന്ന അക്രൂവൽ ഓർ ക്യാഷ് ബേസിസിലാണ്. അക്രൂവൽ ഓർ ക്യാഷ് ബേസിസിന് ഓറിട്ട് പറയാൻ കാരണം എന്താണ്, നമ്മൾ ഏത് രീതിയിലാണോ നമ്മുടെ അക്കൗണ്ട്സ് മെയിൻറ്റെയിൻ ചെയ്യുന്നത് ആ രീതിയിൽ തന്നെയാണ് ഇതിൻ്റെ ചാർജബിലിറ്റി വരുന്നത്. നമ്മൾ ക്യാഷ് ബേസിലാണെങ്കിൽ ഇത് ക്യാഷ് ബേസിസ് തന്നെ, അല്ല അക്രൂവൽ ബേസിലാണെങ്കിൽ അക്രൂവൽ ബേസിസിലാണ് നമ്മൾ ഇവിടെ ചാർജബിലിറ്റി വരുന്നത്. ഓക്കെ, ഇനി ക്യാഷ് ലിങ്കം നമ്മൾ മേലെ പറഞ്ഞു അല്ലെ, ക്യാഷ് ലിങ്കം നമ്മൾ പഠിക്കാൻ പോകണമെന്ന്. ക്യാഷ് ലിങ്കം എന്ന് പറഞ്ഞാൽ എന്താണ്, വിന്നിങ് ഫ്രം ലോട്ടറി, ക്രോസ് വേർഡ് പസിൽസ്, റേസ് ഇൻക്ലൂഡിങ് ഹോഴ്സ് റേസ്, ഗാംബ്ലിംഗ്, കാർഡ് ഗെയിം, ഇതൊക്കെയാണ് എന്തു പറയണത് ക്യാഷ് ലിങ്കം എന്നുള്ളതിൽ പറഞ്ഞത്. ക്യാഷ് ലിങ്കം എന്ന് പറയാൻ നേരത്തെ അതിന് എന്താണ് ടാക്സ് ചെയ്യണത്, വേറെ ഡിഡക്ഷൻസ് ഒന്നും വരില്ല, ഒരു ഡിഡക്ഷനും വരില്ല. അതായത് സാധാരണ പറഞ്ഞാൽ 80C-ലിരുന്ന് 80U വരെയൊക്കെയുള്ള ഡിഡക്ഷൻ കിട്ടില്ല, ചാപ്റ്റർ 6 ഡിഡക്ഷൻ കിട്ടില്ല. ഇതിന് ഫ്ലാറ്റ് ആയിട്ട് എത്രയാണ്, ഒരു 30% ആണ് ഇതിൻ്റെ ടാക്സ് ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഓക്കെ, വേറെ ഡിഡക്ഷൻ ഒന്നും കിട്ടില്ല. ഇങ്ങനെയുള്ള ക്യാഷ് ലിങ്കം വരുവാണെന്നുണ്ടെങ്കിൽ അതിന് 30% ആണ് ടാക്സ് ചെയ്യേണ്ടത്. അത് നമ്മൾ പിന്നീട് നമ്മൾ ചെയ്ത് പഠിക്കും. നോർമൽ ഇൻകം ആയിട്ടുണ്ടെങ്കിൽ നമ്മുടെ സാധാരണ സ്ലാബ് അനുസരിച്ച് ചെയ്യും. ക്യാഷ് ലിങ്കോ ആണെന്നുണ്ടെങ്കിൽ അത് 30% ആണ് ടാക്സ് ആയിട്ട് വരുന്നത്. ഓക്കെ, ഇനി ഇൻകം ഓഫ് ജോക്കി എന്നുള്ളത് എന്താണ്, വിന്നിങ് ഫ്രം ഹോഴ്സ് റേസ് എന്നുള്ള പോലെ ട്രീറ്റ് ചെയ്യരുതെന്ന്. അതേപോലെ തന്നെ വിന്നിങ് ഫ്രം മോട്ടോർ കാർ റാലി എന്നുള്ളത് എന്താണ്, അത് ക്യാഷ് ലിംഗത്തിൽ പെടുത്തേണ്ട കാര്യമില്ല, നോർമൽ ലിംഗത്തിൽ പെടുത്തിയാൽ മതി. എന്തുകൊണ്ടാണ്, അത് ഒരു മോട്ടോർ കാർ അത് വിൻ ചെയ്യാന്നൊക്കെ പറയണത് അത് ഓരോരുത്തരുടെ എന്താ പറയുക സ്കില്ല് എഫേർട്ട് ഒക്കെ കൊണ്ടുവരുന്നതാണ് അല്ലേ. അപ്പോൾ അത് ക്യാഷ് ലിംഗത്തിലല്ല അത് പെടുത്തേണ്ടത്, അതെന്താണ് നോർമൽ ലിംഗത്തിലാണ്. ഇനി ലോട്ടറി ഹെൽഡ് ആ സ്റ്റോക്ക് ഇൻ ട്രേഡ്, അതായത് നമുക്കിപ്പോൾ ഏജൻ്റ് ആണെങ്കിലും ഡീലർ ആണെങ്കിലും ലോട്ടറി ഒക്കെ ഒത്തിരി ഉണ്ടാവും അവരുടെ കയ്യിൽ. എല്ലാ ലോട്ടറി എല്ലാ മാസവും എല്ലാ പ്രാവശ്യവും വിറ്റ് പോവോ, ഇല്ല അല്ലേ. കുറേ എന്താവും വിറ്റ് പോകാതെ അത് സ്റ്റോക്കായിട്ടുണ്ടാവും. ആ സ്റ്റോക്കായിട്ടുള്ള ലോട്ടറികൾ എങ്ങനെയാണത്, അത് അവരുടെ സ്റ്റോക്ക് ഇൻ ട്രേഡ് ആയിട്ട് തന്നെയാണ് എടുക്കുന്നത്. ഓക്കെ, അത് കാരണം അവരെ ഏജൻറ്റ് ഡീലർ എന്നൊക്കെ പറഞ്ഞാൽ അത് അവരുടെ ബിസിനസ്സാണ് അല്ലേ, ലോട്ടറി ബിസിനസ്സാണ്. സോ അതുകൊണ്ട് അത് ഏത് ഹെഡിലാണ് വരുള്ളൂ, അത് അതർ സോഴ്സസിലല്ല വരുന്നത്, അത് PGBP-ലാണ്, പ്രോഫിറ്റ് ആൻഡ് ഗെയിനോ ബിസിനസ്സോ പ്രൊഫഷനിലാണ് വരുന്നത്. കാരണം ലോട്ടറി എന്നുള്ളത് ആ സ്റ്റോക്ക് ഇരിക്കണത് എന്തുകൊണ്ട് അവരുടെ ബിസിനസ്സാണത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് ബിസിനസ് ഇൻകത്തിലേ വരുള്ളൂ, അതർ സോഴ്സസിലല്ല വരുന്നത്. പിന്നെ എക്സ്പെൻഡിച്ചർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ഒരു എക്സ്പെൻഡിച്ചറും ഡിഡക്ട് ചെയ്യാനായിട്ട് പറ്റില്ല എന്ന് നമ്മൾ പറഞ്ഞു. 80C-ലിരുന്ന് 80U വരെയൊക്കെയുള്ള ഒരു ഡിഡക്ഷനും ചാപ്റ്റർ 6A ഡിഡക്ഷനും ഒന്നും ഇവിടെ ക്യാഷ് ലിങ്കോ ആണോ ഒരു ഡിഡക്ഷനും നമുക്ക് ഉണ്ടാവില്ല. ഫ്ലാറ്റായിട്ട് 30%-ലായിരിക്കും അതിൻ്റെ ടാക്സ് കാൽക്കുലേറ്റ് ചെയ്യണത്, അതെപ്പോഴും ഓർത്ത് വയ്ക്കുക. ഓക്കെ, ഇനി മെത്തേഡ് ഓഫ് ഗ്രോസിംഗ് അപ്പ് ഓഫ് ഇൻകം, കൺവേർഷൻ ഓഫ് ഇൻകം റിസീവ്ഡ് ഇൻ ടു ഗ്രോസ് ഇൻകം ഇൻ കേസ് ഓഫ് ക്യാഷ് ഇൻകം. അതായത് ഇപ്പം നമുക്ക് ലോട്ടറി റിസീവ് ചെയ്തു, നമ്മുടെ ലോട്ടറി നമുക്ക് കിട്ടി, അല്ലെങ്കിൽ ലോട്ടറി വിൻ ചെയ്തു എന്ന് പറയാൻ നേരത്തേക്കും നമ്മൾ പറയണത് എത്ര, 1 കോടി 10 കോടി 50 കോടി അങ്ങനെ വിൻ ചെയ്തു എന്നാണ് പറയണത്. പക്ഷെ അത് നമ്മുടെ കയ്യിൽ കിട്ടും ആ 1 കോടിയും 10 കോടി 50 കോടിയായിട്ട് തന്നെയാണോ കിട്ടുന്നത്, അല്ല അല്ലേ. അതിൽ നിന്ന് ടാക്സ് എല്ലാം മൈനസ് ചെയ്തതിന് ശേഷം മാത്രമേ കിട്ടുള്ളൂ. ഓക്കെ, നമുക്ക് 1-2 വർഷം മുന്നേ അനൂപ് എന്നാണ് പേരെന്ന് വിചാരിക്കുന്നു, ഒരു ലോട്ടറി അടിച്ചിട്ടുണ്ടായിരുന്നു അല്ല, ഒരു ഓട്ടോ ഡ്രൈവർക്ക് ലോട്ടറി അടിച്ചിട്ടുണ്ടായിരുന്നു. ആ ലോട്ടറി അടിച്ചതിന് ശേഷം അത് അദ്ദേഹത്തിൻ്റെ സന്തോഷം കൊണ്ട് മാധ്യമങ്ങളെയൊക്കെ അറിയിച്ചു. ഒരു ഓട്ടോക്കാരനാണ്, സാധാരണ ഒരാളാണ്, അങ്ങനെ ലോട്ടറി അടിച്ചു, അങ്ങനെയുള്ള സന്തോഷം എല്ലാവരും പങ്കുവച്ചു. പക്ഷെ അതിന് ശേഷം അയാൾ ശരിക്കും എൻ്റെ വില മനസ്സിലാക്കി അല്ലേ. എന്താണ്, അയാൾക്ക് വീട്ടിൽ കയറാൻ പറ്റാനുള്ള, അതൊക്കെ കറക്റ്റായിട്ട് വീട്ടിലൊന്ന് കയറാനോ ഒരു നേരത്തെ ഭക്ഷണം കഴിക്കാനോ വീട്ടുകാരോടൊപ്പം ഇരിക്കാനോ പറ്റുന്ന സിറ്റുവേഷനായി. ഇന്ന് എല്ലാവരും അയാളുടെ ഗേറ്റിൻ്റെ മുന്നിൽ വന്ന് നിൽക്കുകയാണ്. ഞങ്ങളുടെ കൊച്ചിൻ്റെ കല്യാണം, ഞങ്ങൾക്ക് വീട്, ഞങ്ങൾക്ക് അസുഖങ്ങൾ, അതിനുള്ള ട്രീറ്റ്മെൻറ്റിനുള്ള ക്യാഷ്, അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ ആവശ്യപ്പെട്ട് അവർ ഡെയിലി ആ ഒരു വീടിൻ്റെ ഉള്ള ഒരു കൂട്ടം ആൾക്കാരാണ് വന്നിരിക്കുന്നത്. അതെന്ത് ചെയ്യും, അത് അവർക്ക് അതുകൊണ്ട് വീട്ടിലോട്ട് പോകാനേ പറ്റില്ല. ഇവർക്ക് ലോട്ടറി അടിച്ചിട്ടേ ഉള്ളൂ അല്ലേ,
ഇത് എത്ര കിട്ടുമെന്ന് അങ്ങേർക്ക് അറിയില്ല, എന്ത് ചെയ്യണമെന്നറിയില്ല, ഒന്നും അറിയില്ല. അപ്പോൾ അങ്ങേര് പറയണ ഒരു കാര്യമുണ്ട്, എന്താണ്, നമുക്ക് ലോട്ടറി അടിച്ചു കഴിഞ്ഞാൽ, ഞാൻ മുന്നേ കേട്ടിട്ടുണ്ട്, ലോട്ടറി അടിച്ചവരൊക്കെ ടാക്സ് അടക്കാൻ കൂടി ഗതിയില്ലാണ്ട് ലാസ്റ്റ് അത് തന്നെ അത് കടം വാങ്ങി ആ കടം വീട്ടാനായിട്ട് ഇപ്പോഴും പണിയെടുത്തുകൊണ്ടിരിക്കുകയാണെന്ന്. കാരണം എന്താ, നമ്മൾ ലോട്ടറി അടിച്ചെന്ന് വരാൻ നേരത്തേക്കും ആ ക്യാഷ് കിട്ടിയത് മുഴുവനും നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ ചോദിക്കണവർ നമ്മുടെ കാര്യങ്ങൾക്കും അങ്ങനെയൊക്കെ വേണ്ടി ചിലവാക്കും. അല്ലെങ്കിൽ നമ്മൾ എന്ത് വിചാരിക്കും, അത് ആദ്യം ചിലവാക്കിയിട്ട് നമ്മൾ എന്ത് വിചാരിക്കും, നമ്മുടെ കയ്യിൽ ഇനിയും ക്യാഷ് ഉണ്ടല്ലോ, അത് വെച്ച് നമുക്ക് മാനേജ് ചെയ്യാം എന്നുള്ള വിധത്തിൽ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യും. പക്ഷെ അതെന്താവും, ടാക്സ് ആയിട്ട് പോയി അവരുടെ കാൽക്കുലേഷനിൽ ഒത്തു നിന്നില്ല. അത് കാരണം ഞാൻ ഒരു പൈസയും എൻ്റെ കയ്യിൽ പൈസ കിട്ടിയിട്ടില്ല, പക്ഷെ ക്യാഷ് കിട്ടുമ്പോൾ ഞാൻ അതിൽ നിന്നൊന്നും ചിലവാക്കില്ല എന്ന് പറഞ്ഞായിരുന്നു അല്ലേ. അപ്പോൾ എത്ര കിട്ടുന്നതെന്ന് അറിയില്ല, എത്ര എമൗണ്ട് മൈനസായിട്ടാണ് കിട്ടുന്നതെന്ന് അറിയില്ല, ഒന്നും അറിയില്ല എന്നുള്ള എന്താണ് അങ്ങനെ ഒരു സ്പീച്ച് അദ്ദേഹം നടത്തിയായിരുന്നു. അത് കഴിഞ്ഞിട്ടുള്ളവരാരും, ഇദ്ദേഹത്തിൻ്റെ അനുഭവം കണ്ടവരാരും പിന്നീട് ആർക്കാണ് ലോട്ടറി അടിച്ചതെന്നുള്ളത് ഒരിക്കലും നമ്മൾ മാധ്യമങ്ങളെ അറിയിച്ചിട്ടില്ല അല്ലേ. പിന്നീടുള്ള ആരെയും നമുക്കറിയില്ലല്ലോ, ആരും അറിയിച്ചിട്ടില്ല. അത് പിന്നീടുള്ള ഒരു ഇതിൽ പറയുകയും ചെയ്തു, എന്താണ്, അവർ പേര് വെളിപ്പെടുത്തരുതെന്നും പറഞ്ഞുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, ബാങ്കിൽ കൊണ്ടുപോയി ലോട്ടറി മാറാനായിട്ട് കൊടുത്തേന്നു. ഓക്കെ, അപ്പോൾ നമ്മളുടെ വിഷയം അതല്ല. അപ്പോൾ എന്തായാലും നമ്മൾ എന്താണ്, നമുക്ക് ആ ഏൺ ചെയ്ത ലോട്ടറി ആയിരിക്കില്ല നമ്മൾ റിസീവ് ചെയ്യണത് അല്ലേ. നമുക്ക് 1 കോടിയാണെങ്കിൽ ആ 1 കോടി ആയിരിക്കില്ല നമുക്ക് കിട്ടുന്നത്. അതിൽ നിന്ന് ടാക്സ് മൈനസ് ചെയ്യും, അതായത് അതിന് TDS മൈനസ് ചെയ്യും. TDS മൈനസ് ചെയ്യാന്ന് പറഞ്ഞാൽ എന്താണ്, ഇതിനുള്ള TDS എത്രയാണ് ലോട്ടറിക്കുള്ളത്, ഒരു 30% ആണ് ഇതിൻ്റെ TDS ആയിട്ട് വരുന്നത്. ആ TDS മൈനസ് ചെയ്തിട്ടുള്ള എമൗണ്ട് ആയിരിക്കുള്ളൂ എപ്പോഴും ലോട്ടറി ഇൻകം റിസീവ്ഡ് എന്ന് പറയുമൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ ആ അതിലാണ് ശ്രദ്ധിക്കണം. ലോട്ടറി ഇൻകം റിസീവ്ഡ് എന്ന് പറഞ്ഞ് തരാൻ നേരത്ത്, നമ്മുടെ പ്രോബ്ലത്തിൽ തരാൻ നേരത്ത് നമ്മൾ എപ്പോഴും ചിന്തിക്കാതെ എന്താണ്, അത് 70% ആണ്, നമുക്ക് വേണ്ടത് എത്രയാണ്, 100% ആണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ എങ്ങനെ ചെയ്യും, നമുക്കിപ്പോൾ 1 കോടിയാണെന്നുണ്ടെങ്കിൽ 1 കോടിയുടെ 70%, അത് 1 കോടി എന്നുള്ളത് 70% ആണ്. അപ്പോൾ 100% ആവണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, 1 കോടി ഡിവൈഡഡ് ബൈ 70 × 100 ഇടും അല്ലേ. ആ ഒരു % ആണ് നമുക്ക് വേണ്ടതെന്നുള്ളത് എപ്പോഴും നിങ്ങൾ ഓർത്ത് വയ്ക്കുക. അത് പ്രോബ്ലം നമ്മൾ ചെയ്യുമ്പോൾ അത് നമുക്ക് എന്തായാലും അതിലേക്ക് വരാം. അപ്പോൾ അത് നിങ്ങൾ എന്തായാലും ഓർത്ത് വയ്ക്കുക. ഓക്കെ, ഇനി എന്താണ്, ഇൻകം ഫ്രം മെഷീനറി, പ്ലാന്റ് ഓർ ഫർണിച്ചർ ലെറ്റ് ഓൺ ഹയർ അല്ലേ. ഇതൊക്കെ നമ്മൾ എന്താണ്, ഹയറിന് കൊടുക്കുവാണെന്നുണ്ടെങ്കിൽ, നമ്മളിപ്പോൾ വാടകയ്ക്ക് കൊടുക്കുവാണെന്നുണ്ടെങ്കിൽ അതെന്ത് ചെയ്യും, അത് നമ്മുടെ ബിസിനസ് ആണെന്നുണ്ടെങ്കിൽ അത് ബിസിനസ്സാണ്, ഇതാണ് നമ്മുടെ വരുമാന മാർഗം, അല്ലെങ്കിൽ ഇത് നമ്മൾ ബിസിനസ്സായിട്ട് ഏറ്റെടുക്കുവാണ്, അത് നമ്മൾ ബിസിനസ്സായിട്ടാണ് നടത്തുന്നത് എന്നുണ്ടെങ്കിൽ അതെന്താണ്, അത് PGBPയിലേ വരുള്ളൂ, ഒരിക്കലും അത് സോഴ്സസ് വരില്ല. PGBPയിൽ വന്നില്ല, അവരുടെ ബിസിനസ് അല്ല എന്നുണ്ടെങ്കിൽ മാത്രമേ നമ്മൾ അതെന്തായിട്ട് എടുക്കുകയുള്ളൂ, അതർ സോഴ്സസിൽ എടുക്കുകയുള്ളൂ. ഓക്കെ, അതേപോലെ ഇൻകം ഫ്രം മെഷീനറി, പ്ലാന്റ് ഓർ ഫർണിച്ചർ ലെറ്റ് ഓൺ ഹയർ എലോങ് വിത്ത് ബിൽഡിംഗ്, അത് നമ്മൾ എന്താണ് ഹൗസ് പ്രോപ്പർട്ടിയിൽ നന്നായിട്ട് പഠിച്ചാണ് അല്ലേ. ബിൽഡിങ്ങിൻ്റെ കൂടെ ഇതൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ ബിൽഡിങ്ങിന് ഇതിനെ സെപ്പറേറ്റ് ചെയ്യാൻ പറ്റും എന്നുണ്ടെങ്കിൽ, കോമ്പോസിറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ പഠിച്ചാണ്, അതിലെന്താ പറഞ്ഞാൽ ബിൽഡിങ്ങിനെയും അതിലുള്ള ബാക്കി ഫർണിച്ചറിൻ്റെ എമൗണ്ടൊക്കെ നമുക്ക് സെപ്പറേറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ള കേസാണെന്നുണ്ടെങ്കിൽ ബിൽഡിങ്ങിനെ നമ്മൾ എന്തെടുക്കും, ഹൗസ് പ്രോപ്പർട്ടിയിലെടുക്കും, ബാക്കിയുള്ളതിനെ നമ്മൾ ബിസിനസ് ആണോ എന്താണെന്ന് നോക്കിയിട്ട് അതർ സോഴ്സസിലോ അല്ലെങ്കിൽ PGBPയിലോ ഒക്കെ എടുത്തിട്ട് വരും. അതിൻ്റെ നേച്ചർ നോക്കിയിട്ട് എന്നുള്ളത് നമ്മൾ പഠിച്ചില്ലേ, അതേ അത് തന്നെയാണ് ഇവിടെയും പറയാനുള്ളത്, പ്രത്യേകിച്ച് ഒന്നുമില്ല. ഇനി ഫാമിലി പെൻഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരാൾ എന്താണ് വർക്ക് ചെയ്തിട്ടുണ്ടാവും, ആ വർക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ റിട്ടയർ ആയിട്ടുണ്ടെങ്കിൽ അവർക്ക് കിട്ടുന്നതാണ് പെൻഷൻ എന്ന് പറയുന്നത്. ഇനി അവർ മരിച്ചതിന് ശേഷം വീണ്ടും അത് ഫാമിലിയിലേക്ക് കണ്ടിന്യൂ ആവുകയാണെന്നുണ്ടെങ്കിൽ അതാണ് ഫാമിലി പെൻഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഫാമിലി പെൻഷൻ റിസീവ് ചെയ്യണത് എപ്പോഴും എന്തായിരിക്കുള്ളൂ, എംപ്ലോയി ആയിരിക്കും അല്ലേ, അവരുടെ ലീഗൽ ഹയേഴ്സ് ആയിരിക്കുള്ളൂ അത് റിസീവ് ചെയ്യണത്. ഓക്കെ, ആ റിസീവ് ചെയ്യാൻ നേരത്തെ അതെന്തിലേ വരുള്ളൂ, അത് നമുക്ക് വേറെ ഏതൊരു ഹെഡിലും നമുക്കതിനെ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റില്ല. കാരണം എന്താ, അവർക്കൊരു ബന്ധമില്ലാത്തൊരു ബന്ധമില്ല എന്നല്ല, അവർക്കൊരു ഡയറക്റ്റായിട്ട് അല്ലേ എംപ്ലോയർ എംപ്ലോയർ റിലേഷൻ ഇല്ലാണ്ട് കിട്ടുന്നതാണ്. അപ്പോൾ അതിനെ എന്തിലേക്ക് എടുക്കാൻ പറ്റുള്ളൂ, അത് അതർ സോഴ്സസിലോട്ട് മാത്രമേ എടുക്കാൻ പറ്റുള്ളൂ. ഇതിനൊരു സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ കിട്ടും, 57(2)A എന്ന് പറഞ്ഞാൽ സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ എന്താണ്, അത് എത്രയാണോ പെൻഷൻ എമൗണ്ട് അതിൻ്റെ 1/3 അല്ലെങ്കിൽ 15,000 ഏതാണ് വിച്ച് എവർ ഈസ് ലോവർ എന്നുള്ള ഇതിൽ കാൽക്കുലേറ്റ് ചെയ്യണം. ഓക്കെ, സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ അതായത് മിനിമം എത്രയാണ്, മിനിമം 1/3, അതായത് എത്രയാണോ ഫാമിലി പെൻഷൻ കിട്ടുന്നത് അതിൻ്റെ 1/3 എടുക്കുക, അല്ലെങ്കിൽ 15,000 എടുക്കുക, എന്നിട്ട് വിച്ച് എവർ ഈസ് ലോവർ എന്ന് നോക്കുക. ഓക്കെ, റിലീഫ് അണ്ടർ സെക്ഷൻ 89 എന്നുള്ളത് അരിയേഴ്സ് ഓഫ് ഫാമിലി പെൻഷൻ ഉണ്ടെങ്കിലാണ് എന്താ കിട്ടുന്നത്, റിലീഫ് അണ്ടർ സെക്ഷൻ 89 എന്നുള്ളത് കിട്ടുന്നത്.
ഇനി ഫാമിലി പെൻഷൻ, അതായത് ഇപ്പോൾ ഏതെങ്കിലും ഒരു സെൻട്രൽ ഗവൺമെൻറ്റോ സ്റ്റേറ്റ് ഗവൺമെൻറ്റോ ലോക്കൽ അതോറിറ്റി ഏതെങ്കിലും ഒരു ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻറ്റിലിരുന്ന് അവിടെ ഇരുന്ന് തന്നെ സർവീസിൽ ഇരിക്കുമ്പോൾ തന്നെയാണ് മരിച്ചു പോകുന്നത്, അങ്ങനെയുള്ളവർക്കാണെന്നുണ്ടെങ്കിൽ അതിന് എന്താണ് നോൺ ടാക്സബിൾ ആയിട്ടാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അതായത് അസസ്മെൻറ്റ് ഇയർ 24-25 നമ്മുടെ ഏത് രണ്ട് ഇതുണ്ട് അല്ലേ, ഡിഫോൾട്ട് ടാക്സ് റെജിം ഉണ്ട്, അതേപോലെ തന്നെ ഓപ്ഷൻ ടാക്സ് റെജിം ഉണ്ട്. രണ്ടിലും അസസ്മെൻറ്റ് ഇയർ 24-25 രണ്ടും എന്തായിട്ടാണ്, രണ്ടിൽ ഒരേപോലെ തന്നെ അത് ഡിഡക്റ്റ് ചെയ്യാനായിട്ട് ഡിഡക്ഷൻ എന്ത് ചെയ്യും, അലോവബിൾ ആണെന്നുള്ളത്. ഓക്കെ, അതേപോലെ അസസ്മെൻറ്റ് ഇയർ 23-24 ആണെന്നുണ്ടെങ്കിലോ അതുവരേക്കും അപ് ടു 23-25 അസസ്മെൻറ്റ് ഇയർ 23-24 വരേക്കും എന്താണ് ഇത് 115 BACയിൽ ഇത് അലോ ചെയ്യില്ലായിരുന്നു. ഓക്കെ, ഇനി 24-25 അസസ്മെൻറ്റ് ഇയർ 24-25 ഇത് അലോ ചെയ്യുമെന്നാണ് പറയണത്, രണ്ടിലും ഒരേപോലെ. ഓക്കെ, ഇനി ഒരു ഇല്ലസ്ട്രേഷൻ ഉണ്ട്. എന്താണ്, സുന്ദർ ഡൈഡ് ഓൺ 31st July 2022 വൈൽ ബീയിങ് ഇൻ സെൻട്രൽ ഗവൺമെൻറ് സർവീസിൽ ഇരിക്കുമ്പോഴാണ് അവർ മരിച്ചത്. ഓക്കെ, ഇൻ ടേംസ് ഓഫ് റൂൾ ഗവൺമെൻറ് സർവീസിലിരിക്കുമ്പോൾ എന്ത് ചെയ്യുന്നു, അവരുടെ വിഡോയ്ക്ക് ഫാമിലി പെൻഷൻ 10,000 കിട്ടുന്നുണ്ട്, DNS അലവൻസ് 40,000, അതിൻ്റെ 10,000 40% കിട്ടുന്നുണ്ട്, അതായത് 4,000 കിട്ടുന്നുണ്ട്. പിന്നെ എന്താണ്, വേറെ പറഞ്ഞിരിക്കുന്നത് ക്യാൻ ഷീ ക്ലെയിം എനി റിലീഫ് ഓർ ഡിഡക്ഷൻ ഓൺ സച്ച് റെസിപ്റ്റ് കമ്പ്യൂട്ട് ടാക്സബിൾ ഇൻകം ഫോർ ദ അസസ്മെൻറ്റ് ഇയർ 23-24 ആൻഡ് ടാക്സ് ദെയർ ഓൺ. അപ്പോൾ അതെങ്ങനെ കാണേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് 10,000 ആണ് നമുക്ക് കിട്ടുന്നത്. എന്നാൽ മരിച്ചത് ജൂലൈയിലിരുന്ന്, അപ്പോൾ ഓഗസ്റ്റിലിരുന്ന് നമുക്ക് കിട്ടണോ, ഓഗസ്റ്റിലിരുന്ന് മാർച്ച് വരേക്കും എന്ന് പറയുമ്പോൾ 8 മാസമാണ് അല്ലേ. 10,000 ആണ് ഫാമിലി പെൻഷൻ, അപ്പോൾ 10,000 × 8 അതിൻ്റെ TRNS അലവൻസ് 40% ഉണ്ട്. 10,000ൻ്റെ 40% എന്ന് വെച്ചാൽ 4,000, അപ്പോൾ 4,000 × 8. ഓക്കെ, അങ്ങനെ വരാൻ നേരത്ത് 1,12,000 കിട്ടും. അതിൽ നിന്ന് നമ്മൾ പറഞ്ഞു സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ ഉണ്ടെന്ന്. സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ എന്താണ്, 1/3 ഓഫ് പെൻഷനും പിന്നെ എന്താണ്, അല്ലെങ്കിൽ സ്റ്റാറ്റ്യൂട്ടറി ലിമിറ്റായ 50,000 വിച്ച് എവർ ഈസ് ലോവർ എന്നാണ് നോക്കേണ്ടത്. അപ്പോൾ ഇവിടെ 1/3 എന്ന് പറയാൻ നേരത്തേക്ക് എത്ര വരും, 1,12,000ൻ്റെ 1,12,000 1/3 എന്ന് പറഞ്ഞാൽ 37,333 വരും. അത് 50,000 ഏതാണ് അതിൽ ലോവറായിട്ട് പറഞ്ഞാൽ 15,000 ആണ്. അപ്പോൾ 1,12,000 നിന്ന് 15,000 മൈനസ് ചെയ്ത് 97,000 കിട്ടും. അപ്പോൾ 97,000 ആണെന്നുണ്ടെങ്കിൽ അതിന് ടാക്സ് ഇല്ല. അപ്പോൾ നമ്മളൊരു ചെറിയൊരു നോട്ട് കൂടി വയ്ക്കും. എന്താണ്, നമ്മൾ മിസ്സിസ് സുന്ദറിന് എന്താണ് വേറെ ഒരു ഇൻകവും ഇല്ല എന്നുള്ളതാണ് നമ്മൾ അസ്യൂം ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് അവരുടെ ടോട്ടൽ ഇൻകം എന്ന് പറഞ്ഞാൽ 97,000 ആണ്. സോ അവർക്ക് ടാക്സ് ഒന്നും വരുന്നില്ല. അങ്ങനെ ഏതിനും ഒരു കാര്യത്തിനും ഒരു നോട്ട് വെച്ചിട്ട് നമുക്കത് ചെറുതായിട്ട് തോന്നാം, പക്ഷെ അത് ഏറ്റവും വലിയ മാർക്കാണ്. കാരണം എന്താണ്, എത്ര മാർക്കാണോ അതിന് 100% ആ ഫുൾ മാർക്കും കിട്ടാനുള്ള സാധ്യതയുണ്ടെങ്കിൽ ഇതിനെ പോലെയുള്ള ചെറുതാണെന്ന് നമ്മൾ തോന്നിയാലും അതിനനുസരിച്ച് നോട്ട് വെച്ചാൽ മാത്രമേ നമുക്കത് ഫുൾ മാർക്കും കിട്ടുള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ ആൻസർ എത്ര തന്നെ കറക്റ്റ് ആണെന്നുണ്ടെങ്കിലും അതിന് ഫുൾ മാർക്ക് കിട്ടില്ല, നമ്മൾ പ്രതീക്ഷിച്ച മാർക്ക് പോലെ വരില്ല. ഇനി അതിന് നമുക്ക് പഠിക്കുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മാക്സിമം ഇതിൻ്റെ പ്രോബ്ലംസ് ചെയ്യാൻ നേരത്തേക്ക് നമ്മൾ ആൻസർ മാത്രം നോക്കിയിട്ട് അങ്ങനെ വിട്ടാൽ പോരാ. ഇതിലെന്ത് ചെയ്യണം, അതിൽ നോട്ട് എഴുതിയിരിക്കുന്ന വിധം അതെല്ലാം നോക്കിയിട്ട് അതേപോലെ നോട്ട് എഴുതാനായിട്ട് ട്രൈ ചെയ്യണം, അപ്പോഴേ പറ്റുള്ളൂ. ഓക്കെ, ഇനി അടുത്ത ഏറ്റവും വലിയ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് ഗിഫ്റ്റ് എന്ന് പറയുന്നത്. ഗിഫ്റ്റ് ഈ ചാപ്റ്ററിൽ നിന്ന് എപ്പോഴും ക്വസ്റ്റ്യൻ വരുന്ന ഏരിയയാണ്, അത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഇവിടെ നമ്മൾ ഗിഫ്റ്റ് എന്ന് പറഞ്ഞ 3 കാറ്റഗറി ആയിട്ടാണ്. ഒന്ന് ക്യാഷ് ആയിട്ടുള്ളത്, ഇനി ഇമൂവബിൾ പ്രോപ്പർട്ടി, മൂവബിൾ പ്രോപ്പർട്ടി, അങ്ങനെ 3 ആയിട്ടാണ് ഇവിടെ ഗിഫ്റ്റിനെ തരംതിരിച്ചിരിക്കുന്നത്. ഓക്കെ, ഇനി ക്യാഷ് എന്ന് പറയുന്നത്, ക്യാഷ് എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു സം ഓഫ് മണി റിസീവ് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ എനി സം ഓഫ് മണി റിസീവ് ചെയ്താലും അതെങ്ങനെയാണ്, ക്യാഷ് ആയിട്ടോ ചെക്കായിട്ടോ ഡ്രാഫ്റ്റായിട്ടോ എങ്ങനെ GP ആയിട്ടോ എങ്ങനെ വേണമെങ്കിലും നമുക്ക് ആ ഒരു എമൗണ്ട് റിസീവ് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ ഒരാളിൽ നിന്നാണോ അല്ല എത്ര പേരിൽ നിന്നാണെങ്കിലും ഒരു വർഷം എത്ര പേരിൽ നിന്നാണെങ്കിലും കിട്ടിയാലും കുഴപ്പമില്ല. അതിൻ്റെ ആഗ്രിഗേറ്റ് 50,000-ൽ കൂടുതൽ വരുവാണെന്നുണ്ടെങ്കിൽ അത് ടാക്സബിൾ ആണ്. അതെന്താണ്, അത് നമുക്ക് എന്തായിട്ട് മാറ്റാം, അതിൻ്റെ ഇൻകം ടാക്സബിൾ ആണ്, ടാക്സബിൾ ഇൻകം ആയിട്ട് കൺസിഡർ ചെയ്യാം. ഓക്കെ, ഇപ്പോൾ എന്താണ് പറയുന്നത്, അതായത് അതിൻ്റെ 50,000 ഇപ്പോൾ എക്സാമ്പിൾ ആണെങ്കിൽ നമുക്ക് ഈ ഗിഫ്റ്റ് എന്നുള്ള കേസിൽ എല്ലാം 50,000 ആണ്. അതായത് നമുക്ക് ഈ പഠിക്കാൻ പോണ ക്യാഷ് ആണെങ്കിലും അതായത് ഈ മൂവബിൾ പ്രോപ്പർട്ടി ആണെങ്കിലും അതിൻ്റെയൊക്കെ റേഞ്ച് നമ്മൾ പല ഡിഫറൻസ് ഉണ്ട്, എന്നാലും അതിൻ്റെ റേഞ്ച് മനസ്സിലാക്കേണ്ടത് 50,000 എന്നുള്ള 50,000 എക്സീഡ് ചെയ്യുമ്പോഴാണ് ഇവിടെ എന്തായിട്ട് വരുന്നത്, അതിന് ടാക്സ് ആയിട്ട് കൊടുക്കേണ്ടി വരുന്നത്. ഓക്കെ, അപ്പോൾ
അപ്പോൾ നമുക്ക് ഏതെങ്കിലും ഒരു എമൗണ്ട് കിട്ടുവാണെന്നുണ്ടെങ്കിൽ എത്ര പേരിൽ നിന്ന് കിട്ടും, ഇപ്പോൾ എനിക്ക് ഒത്തിരി പേരിൽ നിന്ന് എനിക്ക് കുറച്ച് എമൗണ്ട് വന്നിട്ടുണ്ട്, അത് 50,000 കൂടുതലുണ്ടെന്നുണ്ടെങ്കിൽ ആ ഫുൾ എമൗണ്ടിന് ഞാൻ കൊടുക്കണം. അപ്പോൾ ഞാൻ കാൽക്കുലേറ്റ് ചെയ്തപ്പോൾ എനിക്ക് ABCDEFGയിൽ നിന്നെല്ലാം എനിക്ക് കുറേ എമൗണ്ട് ഈ വർഷം കിട്ടിയിട്ടുണ്ട്. അതെല്ലാം എന്താണ് മിസ്റ്റർ ABCDEFGയിൽ നിന്ന് കിട്ടുന്ന എല്ലാം, ഓരോരുത്തരിൽ നിന്ന് കിട്ടുന്ന എല്ലാം കൂടി എമൗണ്ട് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ എനിക്ക് 55,000 ഉണ്ട്. ആ 55,000 എന്ന് പറഞ്ഞാൽ 50,000 കൂടുതലാണ് അല്ലേ, 50,000 കൂടുതലാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആ എക്സ്ട്രാ പറഞ്ഞ 5,000 അല്ല ഞാൻ ടാക്സ് അടക്കേണ്ടത്, ഫുൾ വാല്യൂ ആയ 55,000 ഞാൻ ടാക്സ് അടച്ചേ പറ്റുള്ളൂ. ഓക്കെ, ഇനി അപ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഈ ക്യാഷ് എന്ന് പറയുന്നത് എന്താണ്, ആഗ്രിഗേറ്റ് ആയിട്ട്, അതായത് മിസ്റ്റർ A, മിസ്റ്റർ B, മിസ്റ്റർ C, മിസ്റ്റർ D, മിസ്റ്റർ E എല്ലാവരും കൊടുത്ത എമൗണ്ടിൻ്റെ ടോട്ടൽ എടുത്തിട്ട് അത് 50,000 കൂടുതൽ വരുമ്പോൾ മാത്രമാണ് അത് ഇവിടെ ടാക്സ് ചെയ്യേണ്ടത്. ഓക്കെ, ഇനി അടുത്ത കേസാണ് ഇവിടെ പറയുന്നത് ഇമ്മൂവബിൾ പ്രോപ്പർട്ടി, ബിൽഡിങ്, ലാൻഡ് അങ്ങനെയുള്ള സംഭവങ്ങൾ. അപ്പോൾ ഇമ്മൂവബിൾ പ്രോപ്പർട്ടി ആണെന്നുണ്ടെങ്കിൽ അതിനെ 2 കേസായിട്ട് കൺസിഡർ ചെയ്യുന്നുണ്ട്. ഒന്ന് എന്താണ് വിത്തൗട്ട് കൺസിഡറേഷൻ, ഇനൊന്ന് ഇനാഡിക്വേറ്റ് കൺസിഡറേഷൻ. ഓക്കെ, വിത്തൗട്ട് കൺസിഡറേഷൻ എന്ന് വെച്ചാൽ നമ്മൾ ഫുള്ളായിട്ട് ഫ്രീ ആയിട്ട് അതിനെ നമുക്ക് കിട്ടുകയാണ്, അല്ലെങ്കിൽ നമുക്ക് തരികയാണ് ആരെങ്കിലും. ഓക്കെ, ഫുൾ ഫ്രീ ആണ്, ഒരു പൈസയും നമ്മൾ അതിന് വേണ്ടിയിട്ട് മുടക്കിയിട്ടില്ല. ഓക്കെ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇമ്മൂവബിൾ പ്രോപ്പർട്ടിക്ക് നമ്മൾ എപ്പോഴും എന്താണ് സ്റ്റാമ്പ് ഡ്യൂട്ടി വാല്യൂ ആണ് അതിനെ ആശ്രയിച്ചിരിക്കണം അല്ലേ. സ്റ്റാമ്പ് ഡ്യൂട്ടി വാല്യൂ എന്നുള്ളത് 50,000 കൂടുതൽ കൂടുതൽ വരുവാണെങ്കിൽ, ഒരു എമൗണ്ട് കിട്ടണം, അതിൻ്റെ സ്റ്റാമ്പ് ഡ്യൂട്ടി വാല്യൂ 50,000 കൂടുതൽ വരുവാണെന്നുണ്ടെങ്കിൽ അത് ക്യാപിറ്റൽ അസറ്റ് ആയിട്ടാണ് അതിനെ കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ, ഇനി അതായത് ആ സ്റ്റാമ്പ് ഡ്യൂട്ടി വാല്യൂ 50,000 കൂടുതൽ വന്നാൽ അതിന് ഇൻകോ ആയിട്ട് കണക്കാക്കി നമ്മൾ അതിന് ടാക്സ് അടക്കണമെന്ന് സാരം. ഓക്കെ, അത് 50,000 എന്ന് വെച്ചത് എന്താണ് അതിൻ്റെ ലിമിറ്റ് എന്ന് പറയുന്നതാണ് അതിൽ 50,000 എന്നുള്ളത് പറയണം. അപ്പോൾ ഇമ്മൂവബിൾ പ്രോപ്പർട്ടി എന്ന് പറയുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ് സ്റ്റാമ്പ് ഡ്യൂട്ടി വാല്യൂ എന്നുള്ളതാണ്. അത് വിത്തൗട്ട് കൺസിഡറേഷൻ ആണെന്നുണ്ടെങ്കിൽ ഒരു രൂപ പോലും നമ്മളതിന് കൊടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ 50,000 കൂടുതൽ സ്റ്റാമ്പ് ഡ്യൂട്ടി വാല്യൂ 50,000 കൂടുന്നുണ്ടോ അതിനാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ടാക്സ് കൊടുക്കേണ്ടത്. പിന്നെ ഇവിടെ നമ്മൾ ക്യാഷിൻ്റെ ഇതിന് മുന്നേ പഠിച്ച ആ കേസിൽ നമ്മൾ പറഞ്ഞു എല്ലാവരുടെയും കൂടി ആഗ്രിഗേറ്റ് എടുത്തിട്ടാണ് ടാക്സ് ചെയ്യേണ്ടതെന്ന്. ഇവിടെ അങ്ങനെയല്ല ചെയ്യേണ്ടത്. ഇവിടെ എന്താണ് പെർ ഇൻസിഡൻസ് ആണ്, ഓരോരുത്തരുടെ ഇൻഡിവിജ്വലിന് ഓരോരുത്തരും അനുസരിച്ചാണ് അതിനെ ടാക്സ് ചെയ്യേണ്ടത്, ഓരോരുത്തരുടെ രീതിയിലാണ് അതിനെ ടാക്സ് ചെയ്യേണ്ടത്. ഓക്കെ, അതായത് ഒരാൾക്ക് എത്രയുണ്ട് എന്നുള്ളത് നോക്കിയിട്ടാണ് അതിന് ടാക്സ് ചെയ്യണം. ഒരാൾ എത്ര കൊടുത്തു, ഓരോരുത്തർ എത്ര കൊടുത്തു എന്നുള്ളത് നോക്കിയിട്ടാണ് അതിനെ ടാക്സ് ചെയ്യേണ്ടത്. അതായത് ഇപ്പോൾ ഒരാൾ 20,000 കൊടുത്തു, ഇനി ഒരു A എന്നുള്ള ആൾ 20,000 പ്രോപ്പർട്ടി കൊടുത്തു, B എന്നുള്ള ആൾ ഒരു 40,000 പ്രോപ്പർട്ടി കൊടുത്തു, C എന്നുള്ള ആൾ ഒരു 60,000 പ്രോപ്പർട്ടി കൊടുത്തു. അപ്പോൾ ഞാൻ എന്ത് ചെയ്യണം, സ്റ്റാമ്പ് ഡ്യൂട്ടി വാല്യൂ ആണ് ഈ പറയണത്. അപ്പോൾ ഞാൻ എന്താ ചെയ്യണത്, A എന്നുള്ള ആൾ 20,000 കൊടുത്തു, അപ്പോൾ 20,000 എന്ത് ചെയ്തു, അത് ഇൻക്രീസ് ചെയ്തിട്ടുണ്ടോ, ഇല്ല അല്ലേ, 50,000 എന്നുള്ള ആ ലിമിറ്റ് ഇൻക്രീസ് ചെയ്തിട്ടില്ല. അപ്പോൾ എനിക്ക് അവിടെ എന്ത് ചെയ്യും, അവിടെ മിസ്റ്റർ A തന്നതിന് ഞാൻ എന്ത് ചെയ്യണം, ടാക്സ് ചെയ്യണം, ടാക്സ് ചെയ്യണം. അടുത്ത മിസ്റ്റർ Bയുടെ ഇതേപോലെ തന്നെ 50,000 ഇൻക്രീസ് ചെയ്തിട്ടില്ല. മിസ്റ്റർ C തന്ന 60,000 ആണ്. അപ്പോൾ എന്താണ് ഇത് സ്റ്റാമ്പ് ഡ്യൂട്ടി വാല്യൂ ഇൻക്രീസ് ചെയ്തിട്ടുണ്ട്, 50,000 ഇൻക്രീസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഇൻക്രീസ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിനാണ് ഞാൻ എന്ത് ചെയ്യേണ്ടത്, ടാക്സ് കൊടുക്കേണ്ടത്. അല്ലാണ്ട് ക്യാഷിൽ നമ്മൾ പറഞ്ഞ പോലെ എല്ലാവരുടെയും കൂടി എടുത്തിട്ട് ടോട്ടൽ എടുത്തിട്ട് അത് 50,000 കൂടുതൽ ഇൻക്രീസ് ചെയ്യേണ്ടോ എന്നാണ് ക്യാഷ് നോക്കിയത്. ഈ മൂവ് പ്രോപ്പർട്ടി നോക്കേണ്ടത് ഇൻഡിവിജ്വലിയാണ് നമ്മൾ നോക്കേണ്ടത്. എന്താണ് ഇത് ഇൻക്രീസ് ചെയ്യണ്ടോ, 50,000 കൂടുതൽ സ്റ്റാമ്പ് ഡ്യൂട്ടി വാല്യൂ വരുന്നുണ്ടോ എന്നുള്ളത് ഇൻഡിവിജ്വലാണ് നോക്കേണ്ടത്. അത് കുറച്ച് പേര് എപ്പോഴും തെറ്റിക്കുന്നതാണ്, അതുകൊണ്ട് ഒന്ന് നോട്ട് ചെയ്യുക. ഈ മൂവ് പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ ഇൻഡിവിജ്വലിയാണ് നമ്മൾ നോക്കേണ്ടതെന്നുള്ളത്. അപ്പോൾ ഇപ്പോൾ നമ്മൾ എന്താണ് ഈ വിത്തൗട്ട് കൺസിഡറേഷൻ നോക്കി. ഇനി അടുത്തത് എന്താണ് നമുക്ക് പഠിക്കാനുള്ളത്, നമ്മൾ പഠിക്കാനുള്ളതാണ് ഇനാഡിക്വേറ്റ് കൺസിഡറേഷൻ അല്ലേ. ഇപ്പോൾ എനിക്കൊരു 5 ലക്ഷത്തിൻ്റെ ഒരു പ്രോപ്പർട്ടി ഞാൻ ഒരു 50,000 രൂപ കൊടുത്ത് വാങ്ങുകയാണ്, അതാണെന്നുണ്ടെങ്കിൽ അതെന്താണ് ഇനാഡിക്വേറ്റ് കൺസിഡറേഷൻ ആണ്. ഞാൻ കുറച്ചൊരു എമൗണ്ട് കൊടുത്തു, പക്ഷേ അതിന് മതിയോളമുള്ള എമൗണ്ട് ആണോ, അല്ലേ, ഇനഫ് മണി അല്ല കൊടുത്തത്. ഞാൻ എന്തോ ഒരു ചെറിയൊരു എനിക്കൊരു ഫ്രീ ആയിട്ടെന്നുള്ള ഒരു കാഴ്ചപ്പാട് വേണ്ട എന്ന് വിചാരിച്ച് എന്തോ ഒന്ന് കൊടുത്തു, അത്രയേ ഉള്ളൂ. അപ്പോൾ അങ്ങനെയുള്ള കേസസിൽ എങ്ങനെയാണെന്നാണ് നോക്കണം. അങ്ങനെയുള്ള കേസസ് നമ്മൾ സ്റ്റാമ്പ് ഡ്യൂട്ടി വാല്യൂ ഉണ്ടാവും അല്ലേ. സ്റ്റാമ്പ് ഡ്യൂട്ടി വാല്യൂ നിന്ന് നമ്മളിപ്പോൾ സ്റ്റാമ്പ് ഡ്യൂട്ടി വാല്യൂ എന്നുള്ളത് ഇവിടെ പറഞ്ഞതിന് 5 ലക്ഷം രൂപയാണ് അല്ലേ, എക്സാമ്പിളിൽ 5 ലക്ഷം രൂപയാണ്. അതിന് നമ്മൾ കൊടുത്ത കൺസിഡറേഷൻ ലെസ് ചെയ്യുക. കൺസിഡറേഷൻ ഏതാണ്, 50,000 ആണ്. ലെസ് ചെയ്ത് കഴിഞ്ഞാൽ 4,50,000 റുപ്പീസ് വരും. ആ 50,000 റുപ്പീസ് എന്താണ് എക്സസ് ആണ്. ഇതിൽ ഏതാണ് എക്സസ് നോക്കാം. അതായത് ഇതിൽ 2 കാര്യം നോക്കേണ്ടത്. സച്ച് എക്സസ് ഈസ് മോർ ദാൻ ദ ഹയർ ഓഫ് ദ ഫോളോയിങ്. ഏതാണ്, ഒന്ന് 50,000, രണ്ടാമത്തെ 10% ഓഫ് ദ കൺസിഡറേഷൻ. 10% ഓഫ് ദ കൺസിഡറേഷൻ ഇതിലേതാണ് ഹയർ എന്നാണ് നമ്മൾ നോക്കേണ്ടത്. ഓക്കെ,
ഇനി ഇനി വേറെ എന്താണ്, ഇനി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൽ ഡേറ്റ് വരും. അതായത് നമുക്കെന്താ പറയണത്, എഗ്രിമെന്റ് ഡേറ്റും ഉണ്ടാവും, ഒന്ന് രജിസ്ട്രേഷൻ ഡേറ്റും ഉണ്ടാവും അല്ലേ. നമ്മൾ എഗ്രിമെന്റ് ചെയ്യണ ഡേറ്റ് തന്നെ ആയിരിക്കില്ല നമ്മൾ രജിസ്ട്രേഷൻ നടത്തുന്നത്, 2 ഡേറ്റ് ഉണ്ടാവും. അപ്പോൾ നമുക്ക് ഏത് ഡേറ്റ് ആണ് എടുക്കേണ്ടതെന്നുള്ളൊരു കൺഫ്യൂഷൻ വരും. അപ്പോൾ ആ ഡേറ്റ് എടുക്കണമെന്ന് ആ ഒരു എന്താണ് ഏത് എമൗണ്ട് ആണെന്നുള്ള ആ ഒരു എമൗണ്ട് ഏതാണെന്നുള്ള കൺഫ്യൂഷൻ വരാൻ നേരത്ത് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ എമൗണ്ട് ഇപ്പോൾ അഡ്വാൻസ് എമൗണ്ട് കൊടുത്തിട്ട് കുറച്ച് ആൾ കഴിഞ്ഞിട്ടായിരിക്കും നമ്മൾ രജിസ്ട്രേഷൻ നടത്തുന്നത്. അപ്പോൾ ആ അഡ്വാൻസ് എമൗണ്ട് കൊടുത്തത് നമ്മൾ ഏതെങ്കിലും GPay ആയിട്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും നെറ്റ് ഡീലിയോ അങ്ങനെ ഏതെങ്കിലും ഇലക്ട്രോണിക് മോഡ് ഉപയോഗിച്ചിട്ടാണ് നമ്മളത് ചെയ്തതെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, നമുക്ക് ആ ഫസ്റ്റ് എഗ്രിമെൻറ്റ് ഡേറ്റ് ആണ് നമുക്ക് കൺസിഡർ ചെയ്യാം. അതല്ല നമ്മൾ ക്യാഷ് ആയിട്ടാണ് കൊടുത്തതെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, രജിസ്ട്രേഷൻ ഡേറ്റ് നമുക്കത് ഇവിടെ കൺസിഡർ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ കൺസിഡറേഷൻ, അതായത് ഇനാഡിക്വേറ്റ് ആണെങ്കിലും ഇനാഡിക്വേറ്റ് കൺസിഡറേഷൻ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ഇനാഡിക്വേറ്റ് കൺസിഡറേഷൻ ആണെന്നുണ്ടെങ്കിൽ സ്റ്റാമ്പ് ഡ്യൂട്ടിയിൽ നിന്ന് ലെസ് കൺസിഡറേഷൻ മൈനസ് ചെയ്യുക. ആ കിട്ടുന്ന ഫിഗർ 50,000 അല്ലെങ്കിൽ 10% കൺസിഡറേഷൻ കൂടുതലാണെന്ന് നോക്കാം, എന്നിട്ടാണ് അത് ചെയ്യേണ്ടത്. അപ്പോൾ മോബ് പ്രോപ്പർട്ടി എന്ന് പറയാൻ നേരത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്താണ്, ഓരോ ഇൻസിഡൻസും ഓരോ ഇൻഡിവിജ്വലി ഓരോരുത്തരുടെ അടുത്താണ് സെപ്പറേറ്റ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. ക്യാഷ് പോലെ നമ്മൾ എന്താണ് ടോട്ടലായിട്ടല്ല കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യം ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം. ഇനി അടുത്തതാണ് മോബ് പ്രോപ്പർട്ടി എന്നുള്ളത്. മോബ് പ്രോപ്പർട്ടിയിൽ ഇതേപോലെ തന്നെ സെയിം ആയിട്ട് 2 കാര്യം പറഞ്ഞിട്ടുണ്ട്. ഒന്ന് എന്താണ് വിത്തൗട്ട് കൺസിഡറേഷൻ, ഇനി ഒന്ന് ഇനാഡിക്വേറ്റ് കൺസിഡറേഷൻ. വിത്തൗട്ട് കൺസിഡറേഷൻ ആണെന്നുണ്ടെങ്കിൽ ഇവിടെ നമ്മൾ ക്യാഷ് പഠിച്ച പോലെ തന്നെയാണ്, എന്താണ് ആഗ്രിഗേറ്റ് എമൗണ്ട് ആണ് കൊണ്ടത്. മിസ്റ്റർ എ, മിസ്റ്റർ ബി, മിസ്റ്റർ സി എത്ര പേര് തന്നാലും അവർ 3 പേരാണോ എത്ര പേരാണോ അവരുടെ ടോട്ടൽ എമൗണ്ട് 50,000-നേക്കാൾ കൂടുതൽ വന്നാൽ ടോട്ടൽ എമൗണ്ട് മിസ്റ്റർ എയുടെ, മിസ്റ്റർ ബിയുടെ, മിസ്റ്റർ സിയുടെ എടുത്തിട്ട് ആ ടോട്ടൽ എമൗണ്ട് എടുത്താൽ അത് 50,000-നേക്കാൾ കൂടുതൽ വരുവാണെന്ന് വന്നിട്ടുണ്ടോ ഇല്ലേ എന്നുള്ളതാണ് ഇവിടെ ഈ മൂവബിൾ പ്രോപ്പർട്ടിയുടെ കേസിൽ നോക്കുന്നത്. അപ്പോൾ ക്യാഷിൻ്റെ കേസാണെങ്കിലും മൂവബിൾ പ്രോപ്പർട്ടിയുടെ കേസാണെങ്കിലും ഒരേപോലെയാണ് നോക്കണം. ഇമ്മൂവബിൾ പ്രോപ്പർട്ടിയുടെ കേസാണെങ്കിൽ മാത്രമേ ഇൻഡിവിജ്വലി നോക്കുന്നുള്ളൂ. ഓക്കെ, അതൊന്നും ഓർത്ത് വയ്ക്കാം. അപ്പോൾ എന്താണ് മൂവബിൾ പ്രോപ്പർട്ടി വിത്തൗട്ട് കൺസിഡറേഷൻ ആണ് റിസീവ് ചെയ്യുന്നതെങ്കിൽ മൂവബിൾ പ്രോപ്പർട്ടി ആണോ ഫെയർ മാർക്കറ്റ് വാല്യൂ, മൂവബിൾ പ്രോപ്പർട്ടി ആണോ സ്റ്റാമ്പ് ഡ്യൂട്ടി വാല്യൂ, മൂവബിൾ പ്രോപ്പർട്ടി ആണോ ഫെയർ മാർക്കറ്റ് വാല്യൂ. ആ ഫെയർ മാർക്കറ്റ് വാല്യൂ 50,000 കൂടുന്നുണ്ടോ, ആ 50,000 കൂടുന്നുണ്ടെങ്കിൽ അത് ക്യാപിറ്റൽ അസറ്റ് ആയിട്ടാണ് എടുക്കുന്നത്. ഓക്കെ, റൂൾ ഓഫ് ദ ആഗ്രിഗേറ്റ് ഫെയർ മാർക്കറ്റ് വാല്യൂ അത് എങ്ങനെ എടുക്കുള്ളൂ, ഫുൾ എമൗണ്ട് ആഗ്രിഗേറ്റ് ഒരു വർഷം കിട്ടിയ ആ ഫുൾ എമൗണ്ടിനെ ആയിരിക്കുള്ളൂ നമ്മൾ എന്തായിട്ട് എടുക്കുന്നത്, അതിൻ്റെ ഇൻകോ ആയിട്ട് എടുക്കുന്നത്. ഇനി അടുത്ത രണ്ടാമത്തെ കേസ് മൂവബിൾ പ്രോപ്പർട്ടിയിൽ തന്നെയുള്ളതാണ് ഇനാഡിക്വേറ്റ് കൺസിഡറേഷൻ. ഇനാഡിക്വേറ്റ് കൺസിഡറേഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ എക്സാമ്പിൾ എന്നാൽ 5 lakh ഉണ്ടായിരുന്നു, 50,000 ആണ് നമ്മൾ കൊടുത്തതെന്ന്. അങ്ങനെയുള്ള കേസിൽ എന്ത് ചെയ്യും, അതിൻ്റെ ഫെയർ മാർക്കറ്റ് വാല്യൂ ഒന്ന് ലെസ് ചെയ്യുക. എന്ത് കൺസിഡറേഷൻ ലെസ് ചെയ്യുക. കൺസിഡറേഷൻ ലെസ് ചെയ്യുന്ന എമൗണ്ടിൽ നമ്മൾ എന്തായിട്ട് എടുക്കും, അതിനൊരു ഇൻകം ആയിട്ടാണ് നമ്മൾ ട്രീറ്റ് ചെയ്യണത്. ഓക്കെ, അത് ക്യാപിറ്റൽ അസറ്റ് ആയിട്ടാണ് ട്രീറ്റ് ചെയ്യണത്. അപ്പോൾ നമ്മൾ പഠിച്ചതിൻ്റെ ഷോർട്ട് എന്താണ്, നമുക്ക് ഗിഫ്റ്റ് എന്ന് പറയുന്ന സെക്ഷൻ ഉണ്ട്, അതിൽ 3 കാര്യങ്ങൾ പറയാണ്ട്, ഒന്ന് 3 ആയിട്ട് ഡിവൈഡ് ചെയ്യേണ്ടത്. ഒന്ന് മണി ആയിട്ടും പിന്നെ മോബ് പ്രോപ്പർട്ടി ആയിട്ടും. മണി ആണെന്നുണ്ടെങ്കിൽ ക്യാഷ്, ബാങ്ക്, ECS ഏത് രീതിയിൽ GPay ഏത് രീതിയിൽ കിട്ടിയാലും ഓക്കെ, അതിൻ്റെ ആഗ്രിഗേറ്റ് 50,000 കൂടുന്നുണ്ടോ എന്ന് മാത്രമേ നോക്കുന്നുള്ളൂ. 50,000 കൂടിയിട്ടുണ്ടെങ്കിൽ അത് ഫുൾ എമൗണ്ടും 55 ആണ് നമുക്ക് വന്നെങ്കിൽ 50,000 കൂടിയിട്ടുണ്ട്. അപ്പോൾ ആ 55,000 ആണ് നമ്മൾ ടാക്സ് അടയ്ക്കേണ്ടത്. ഇത് ഒരാളുടെ എല്ലാം നോക്കണേ, എത്ര പേഴ്സൺസ് നമുക്ക് തന്നിട്ടുണ്ടോ അതിൻ്റെ ആഗ്രിഗേറ്റ് 50,000 കൂടിയിട്ടുണ്ടോ എന്നാണ് അതിൽ നോക്കേണ്ടത്. ഇനി എന്താണ് മൂവബിൾ പ്രോപ്പർട്ടി ആണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് നോക്കും, അത് 2 ആയിട്ട് തിരിക്കേണ്ടത്. ഒന്ന് വിത്തൗട്ട് കൺസിഡറേഷൻ എന്നും ഇനി ഒന്ന് ഇനാഡിക്വേറ്റ് കൺസിഡറേഷൻ എന്നും. വിത്തൗട്ട് കൺസിഡറേഷൻ ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഫെയർ മാർക്കറ്റ് വാല്യൂ 50,000 കൂടുന്നുണ്ടോ നോക്കുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഫെയർ മാർക്കറ്റ് വാല്യൂ 50,000 കൂടിയിട്ടുണ്ടെങ്കിൽ അത് ടാക്സബിൾ ആയിരിക്കും. ഇനി ഇനാഡിക്വേറ്റ് കൺസിഡറേഷൻ ആണെങ്കിൽ ഫെയർ മാർക്കറ്റ് വാല്യൂ എന്ന് എന്ത് ചെയ്യണം, ഫെയർ മാർക്കറ്റ് വാല്യൂ ഇതിൽ കൂടുന്നുണ്ടോ എന്ന് നോക്കുക. അതേപോലെ തന്നെ ഫെയർ മാർക്കറ്റ് വാല്യൂന്ന് കൺസിഡറേഷൻ ലെസ് ചെയ്യുക. ആ ലെസ് ചെയ്ത എമൗണ്ട് നമ്മൾ എന്ത് ചെയ്യാം, ആ ലെസ് ചെയ്ത എമൗണ്ടില്ലേ അത് 50,000 അതെന്ത് ചെയ്യണം, 50,000-നേക്കാളും കൂടുതലുണ്ടോ എന്ന് നോക്കാം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഡിഫറൻസ് മാത്രമായിരിക്കും ടാക്സബിൾ ആയിട്ട് പറഞ്ഞത്. ഇൻമൂവബിൾ പ്രോപ്പർട്ടി ആണെന്നുണ്ടെങ്കിൽ അതിനെ 2 ആയിട്ട് തിരിക്കേണ്ടത്, വിത്തൗട്ട് കൺസിഡറേഷൻ എന്നും ഇനാഡിക്വേറ്റ് കൺസിഡറേഷൻ എന്നും. വിത്തൗട്ട് കൺസിഡറേഷൻ ആണെന്നുണ്ടെങ്കിൽ സ്റ്റാമ്പ് ഡ്യൂട്ടി വാല്യൂ ആണ് നോക്കേണ്ടത്. 2 ആണെന്നുണ്ടെങ്കിൽ ഇൻമൂവബിൾ പ്രോപ്പർട്ടിയുടെ 2 കേസാണെങ്കിൽ സ്റ്റാമ്പ് ഡ്യൂട്ടി വാല്യൂ ആണ് നോക്കേണ്ടത്. സ്റ്റാമ്പ് ഡ്യൂട്ടി വാല്യൂ 50,000 കൂടുതലുണ്ടെന്നുണ്ടെങ്കിൽ അത് ഫുൾ എമൗണ്ട് ടാക്സബിൾ ആയിരിക്കും, ഫുൾ
എമൗണ്ട് ടാക്സബിൾ ആയിരിക്കും. ഇനാഡിക്വേറ്റ് കൺസിഡറേഷൻ എടുക്കുമ്പോൾ എന്താണ് സ്റ്റാമ്പ് ഡ്യൂട്ടി വാല്യൂ എങ്ങനെയാണ് കൺസിഡറേഷൻ മൈനസ് ചെയ്തിട്ട് അതെന്ത് ചെയ്യണമെന്ന് 50,000 അല്ലെങ്കിൽ 10% കൺസിഡറേഷൻ, അതിൽ ഏതാണ് ഹയർ നോക്കുക, അതിൻ്റെ ഡിഫറൻസ് ആയിരിക്കും ടാക്സബിൾ ആയിട്ട് വരുന്നത്. ഓക്കെ, അപ്പോൾ എന്താണ് ഈ ഒരു സൈഡ് വെച്ച് തന്നെ നിങ്ങൾ പഠിച്ചു വെക്കുക. ഇത് എപ്പോഴും എല്ലാ ടൈപ്പിലും എല്ലാ പ്രാവശ്യവും നമ്മുടെ ക്വസ്റ്റ്യനിൽ ഉണ്ടാവുന്നതാണ്. ഗിഫ്റ്റ് എന്ന് പറഞ്ഞാൽ അത്ര ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, ഇനി അതിന് ഇപ്പോൾ പറഞ്ഞതിനുള്ള ചെറിയൊരു ഇല്ലുസ്ട്രേഷൻ നോക്കാം. ക്യാഷ് ഗിഫ്റ്റ് ആണെങ്കിൽ മിസ്റ്റർ എ റിസീവ്ഡ് ക്യാഷ് ഗിഫ്റ്റ് ഓഫ് 1 lakh ഫ്രം ഹിസ് ഫ്രണ്ട് മിസ്റ്റർ എൽ. ഡേറ്റ് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ഒരു ഇതിൽ ഫസ്റ്റ് ഫ്രണ്ടിൻ്റെ നിന്ന് എത്രയാണ് ഗിഫ്റ്റായിട്ട് ക്യാഷ് ഗിഫ്റ്റായിട്ട് വാങ്ങിച്ചു 1 lakh rupees എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ അത് 50,000 കൂടിയിട്ടുണ്ട്. യെസ്, കൂടിയിട്ടുണ്ട്. അപ്പോൾ 1 lakh ഫുൾ എമൗണ്ടും അതെന്തായിരിക്കുള്ളൂ, അത് ഇൻകോ ആയിട്ട് കൺസിഡർ ചെയ്ത് ടാക്സബിൾ ആയിരിക്കും. പിന്നെ എന്താണ്, മിസ്റ്റർ എ റിസീവ്ഡ് ക്യാഷ് ഗിഫ്റ്റ് 25,000 ഈച്ച് ഫ്രം ഹിസ് 3 friends. 1 of them is a നോൺ റെസിഡൻറ്റ്. അത് നമുക്ക് വിഷയമല്ല. അതാണ്ട് 3 പേരിൽ നിന്ന് 25,000 വെച്ച് കിട്ടി. അപ്പോൾ ടോട്ടൽ എത്രയായി? 75,000. 75,000 എന്നുള്ളത് 50,000 കൂടുതലാണോ? യെസ്, 50,000 കൂടുതലാണ്. അപ്പോൾ അതെങ്ങനെയായിരിക്കും? അത് ഇൻകോ ആയിട്ട് കൺസിഡർ ചെയ്യും, അത് ടാക്സബിൾ ആയിരിക്കും. ഓക്കെ, ഇനി അടുത്ത എന്താണ്, നോൺ ആപ്ലിക്കബിലിറ്റി. ഇതിൽ വരാത്ത കാര്യങ്ങളുണ്ട്, കുറച്ച് കാര്യങ്ങൾ. ഒന്ന്, അതായത് ഗിഫ്റ്റ് കൊടുത്താലും അത് ഗിഫ്റ്റായിട്ട് കൺസിഡർ ചെയ്യാത്ത കാര്യങ്ങളുണ്ട്. ക്യാഷിലും മോബ് പ്രോപ്പർട്ടിയിൽ ഇമോബ് പ്രോപ്പർട്ടി എല്ലാത്തിലും ഉണ്ട്. അത് ഏതൊക്കെയെന്ന് നോക്കാം. ഫസ്റ്റ് റിലേറ്റീവിൻ്റെ കയ്യിൽ നിന്ന് എന്തെങ്കിലും ഒരു ഗിഫ്റ്റ് കിട്ടുവാണെന്നുണ്ടെങ്കിൽ അതെന്താണ്, അതിനെ നമ്മൾ എന്തായിട്ട് പരിഗണിക്കില്ല, ഗിഫ്റ്റായിട്ട് കാണില്ല, അതിന് ടാക്സ് കൊടുക്കേണ്ടത്. ഇനി റിലേറ്റീവ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഏത് റിലേറ്റീവിനെയൊക്കെ എടുക്കാം, അതിന് ഇൻകം ടാക്സ് കറക്റ്റായിട്ട് അത് പറയുന്നുണ്ട്, ഏതൊക്കെയാണ് റിലേറ്റീവ് എന്നുള്ളത്. എന്തൊക്കെയാണ്, ഇപ്പോൾ ഞാനാണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ എൻ്റെ ആണ് ഗിഫ്റ്റ്, എനിക്കാണ് കിട്ടിയെന്നുണ്ടെങ്കിൽ ഞാൻ എന്ത് ചെയ്യും, എന്നെ റിലേറ്റീവായിട്ട് കണക്കാക്കാൻ പറ്റുന്ന എൻ്റെ ഹസ്ബൻഡിനെ റിലേറ്റീവായിട്ട് കണക്കാക്കാം, എൻ്റെ പാരൻസിനെയും ഹസ്ബൻഡിൻ്റെ പാരൻസിനെയും റിലേറ്റീവായിട്ട് കണക്കാക്കാം, ഞങ്ങളുടെ കുട്ടികളെ അതിനെ എന്താണ് ഞങ്ങളുടെ റിലേറ്റീവായിട്ട് കണക്കാക്കാം. അതേപോലെ തന്നെ ഹസ്ബൻഡിൻ്റെ സിസ്റ്റർ ബ്രദർ അവരെയും എൻ്റെ സിസ്റ്റർ ബ്രദർ അവരെയും എന്തായിട്ട് കണക്കാക്കാം, റിലേറ്റീവായിട്ട് കണക്കാക്കാം. ഇത്രയും പേരെയാണ് നമ്മുടെ ഇൻകം ടാക്സ് ഈ ഗിഫ്റ്റ് എന്നുള്ള ഇതിൽ റിലേറ്റീവ് എന്നുള്ള കാറ്റഗറിയിൽ പെടുത്താൻ പറഞ്ഞിരിക്കുന്നത്. ബാക്കി ആര് എങ്ങനെ പറഞ്ഞാലും നമ്മൾ റിലേറ്റീവ് എന്നുള്ളത് വരില്ല. ഓക്കെ, അപ്പോൾ ബാക്കി നമ്മളെ പറ്റിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യും, നമ്മളതൊന്ന് കൺഫ്യൂസ് ആക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ നമ്മളതൊന്ന് തെറ്റിക്കാൻ വേണ്ടിയിട്ട് ക്വസ്റ്റ്യൻ പേപ്പറിൽ എന്ത് ചെയ്യും, റിലേറ്റീവ് ആണെന്ന് പറയാം, അല്ലെങ്കിൽ ഫ്രണ്ട് റിലേറ്റീവ് ആണ്, അങ്ങനെ വേറെ ഏതെങ്കിലും ഇത് പേരിൽ തരുവാണെന്നുണ്ടെങ്കിൽ അതൊന്നും നമ്മുടെ റിലേറ്റീവ് എന്നുള്ളതിൽ പെടില്ല. ഇത്രയും പേര് മാത്രമേ പെടുള്ളൂ. ഇനി ചില കേസിൽ ഇത്രയും പേരെ തന്നിട്ട് എന്താണ് നമ്മുടെ അച്ഛനും അമ്മയാണ് അങ്ങനെയൊക്കെ തന്നിട്ട്, അല്ലെങ്കിൽ ഹസ്ബൻഡിൻ്റെ അച്ഛനും അമ്മയിൽ നിന്ന് കിട്ടിയതാണെന്നൊക്കെ പറയുമ്പോൾ നമ്മൾ എന്ത് വിചാരിക്കും, നമുക്കത് എന്താണ്, അത് നമ്മൾ വിചാരിക്കുന്നത് അത് റിലേറ്റീവ് എന്നുള്ള ഒരു രീതിയിൽ പെട്ടെന്ന് നമ്മൾ ചിന്തിക്കില്ല, ആ വേർഡ് ഇല്ലാതെ ഇങ്ങനെ തന്നാൽ. ഓക്കെ, അപ്പോഴും നമ്മൾ അത് തന്നെ ഓർത്തിരിക്കണം. ഗിഫ്റ്റ് എന്നുള്ളതിന് കുറച്ച് പോയിന്റുകൾ പഠിക്കാനുള്ളതിൽ ഒന്നാണ് ആ റിലേറ്റീവ് എന്നുള്ളത്. നിങ്ങളൊന്ന് നന്നായിട്ടൊന്ന് മനസ്സിലാക്കിയിരിക്കാം. ഇനി നമ്മൾ പറഞ്ഞു അല്ലെ, ക്യാപിറ്റൽ അസറ്റിൻ്റെ കാര്യങ്ങളാണ് ഇവിടെ പറഞ്ഞുകൊണ്ടിരുന്നത്. ഈ ക്യാപിറ്റൽ അസറ്റ് എന്നുള്ളത് എന്തൊക്കെയാണെന്നുള്ളത്, അതായത് ഇമൂവ് പ്രോപ്പർട്ടി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലാൻഡ്, ബിൽഡിംഗ്, അതെല്ലാം ഇതിൽ ക്യാപിറ്റൽ അസറ്റ് എന്നുള്ളതിൽ വരും. അതേപോലെ തന്നെ ഷെയർസ്, സെക്യൂരിറ്റി, ജ്വല്ലറി, ഓക്കെ, ആർക്കിയോളജിക്കൽ കളക്ഷൻ, ഡ്രോയിങ്, പെയിൻറ്റിങ്, സ്കൾപ്ചേഴ്സ്, എനി വർക്ക് ഓഫ് ആർട്ട്, ബുള്ളിയൻ. ഇറ്റ്സ് ഓൾസോ ഇൻക്ലൂഡഡ് വെർച്വൽ ഡിജിറ്റൽ അസറ്റ് ഇതിൽ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എത്ര പോയിന്റാണ് നമുക്ക് പറയുന്നത്? ക്യാപിറ്റൽ അസറ്റ് എന്ന് വെച്ചാൽ ഇമൂവ് പ്രോപ്പർട്ടി ബീയിങ് ലാൻഡ് ഓർ ബിൽഡിംഗ് ഓർ ബോത്ത്, ഷെയർസ് ആൻഡ് സെക്യൂരിറ്റി, ജ്വല്ലറി, ആർക്കിയോളജിക്കൽ കളക്ഷൻ, ഡ്രോയിങ്, പെയിൻറ്റിങ്, സ്കൾപ്ചേഴ്സ്, എനി ആർട്ട് വർക്ക്, ബുള്ളിയൻ. പിന്നെ ഓൾസോ ഇൻക്ലൂഡ് വെർച്വൽ ഡിജിറ്റൽ അസറ്റ്. ഇതെല്ലാം നമുക്ക് ഇതിൽ വരുന്നുണ്ട്. ഓക്കെ, വേറൊരു പ്രോബ്ലം കൂടി നമുക്ക് നോക്കാം. ഇങ്ങനത്തെ പ്രോബ്ലം ഞാൻ കുറച്ച് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അതിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആൻസർ ചെയ്യുന്ന രീതിയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. നമുക്കറിയായിരിക്കും എല്ലാവർക്കും ഇതിനൊക്കെ, നമുക്കിപ്പോൾ കേൾക്കുമ്പോൾ തന്നെ നമുക്ക് എല്ലാവർക്കും ഒരു ഐഡിയ ഉണ്ടാവും ഏതൊക്കെ വരും ഏതൊക്കെ വരില്ല എന്നുള്ളത്. പക്ഷെ നമ്മൾ ആ പ്രസൻറ്റ് ചെയ്യുന്ന രീതിയിലാണ് നമുക്ക് മാർക്ക് കിട്ടുന്നത്. അതുകൊണ്ട് ഇത് എന്താണ്, നമ്മളിത് വായിച്ച് ഇതെങ്ങനെയാണെന്നുള്ളത് നിങ്ങൾ 2-3 പ്രാവശ്യം വായിച്ച് അതേ രീതിയിൽ നമ്മൾ ആൻസർ പ്രസൻറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കണം. ഓക്കെ, മിസ്റ്റർ എസ് ആസ്ക് യു ടു കമ്പ്യൂട്ട് ദി taxable income from the following transaction which took place with his friends during January 2023. Cash gift received by him from Mr. A and Mr. Z 32,000.
ഓക്കെ, ആരിൽ നിന്നാണ് മിസ്റ്റർ എയിൽ നിന്നും മിസ്റ്റർ സെഡിൽ നിന്നും എന്ത് ചെയ്തു? ക്യാഷ് ഗിഫ്റ്റ് റിസീവ് ചെയ്തു 32,000. അപ്പോൾ ഇതെങ്ങനെ കാണും? രണ്ടുപേരിൽ നിന്ന് റിസീവ് ചെയ്തു എന്നല്ലേ പറഞ്ഞത്? 32,000 ഈച്ച് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എത്ര വരുള്ളൂ? 64,000 നമുക്കതിൽ ടാക്സബിൾ ആയിട്ട് എടുക്കുള്ളൂ. ക്യാഷ് ഗിഫ്റ്റ് ആണ്, റിലേറ്റീവിൽ നിന്നും അല്ല. അപ്പോൾ അത് നമ്മളെങ്ങനെ എടുക്കും? അത് രണ്ടുപേരിൽ നിന്നാവുമ്പോൾ 64,000 ടോട്ടൽ നമ്മൾ എന്തായിട്ട് എടുക്കും? ടാക്സബിൾ ആയിട്ട് എടുക്കും. ഒക്കെ ഉണ്ടോ? ടോട്ടൽ നമ്മൾ എന്തായിട്ട് എടുക്കും? അത് ടാക്സ് ചെയ്യണ പോലെ എടുക്കും. ഇനി അതിനൊരു നോട്ട് ഉണ്ടെന്ന് പറഞ്ഞാൽ നോട്ട് ഇപ്പോഴേ വായിച്ചു പോകും. എങ്ങനെ എഴുതേണ്ടത്? സിൻസ് ആഗ്രിഗേറ്റ് ഓഫ് ക്യാഷ് ഗിഫ്റ്റ് റിസീവ്ഡ് ബൈ മിസ്റ്റർ എസ് എക്സീഡ് 50,000 ഈസ് ഫുള്ളി ടാക്സബിൾ. ഓക്കെ, അതിനെന്താണ്? ഫുള്ളി ടാക്സബിൾ ആയിട്ടാണ് കണക്കാക്കുന്നതെന്ന്. അപ്പോൾ ഇനി രണ്ടാമത്തെ കേസ് എന്താണ് പറയണത്? രണ്ടാമത്തെ കേസ് ക്വസ്റ്റ്യൻ എന്താ പറയണതെന്ന് വെച്ചാൽ, 2 plot of land gifted to him by Mr. B and Mr. C. ഓക്കെ, അത് whose stamp duty value എന്ന് പറഞ്ഞാൽ എത്രയാണ്? 3,50,000 and 50,000 റെസ്പെക്റ്റീവ്ലി. 2 പ്ലോട്ട് ഓഫ് ലാൻഡ് ഗിഫ്റ്റ് ചെയ്തു മിസ്റ്റർ എയും മിസ്റ്റർ ബിയും. ഓക്കെ, പിന്നെ എന്ത് ചെയ്തു? മിസ്റ്റർ ബി ആൻഡ് മിസ്റ്റർ സി. പിന്നെ അത് എത്രയൊക്കെ വെച്ചിട്ടാണ്? 3,50,000 50,000 വെച്ചിട്ട്. ഓക്കെ, അപ്പോൾ അത് എന്താണ്? അതെങ്ങനെ നോക്കേണ്ടത്? മിസ്റ്റർ ബിയുടെ 3,50,000 മിസ്റ്റർ സിയുടെ 50,000 ആണ് അല്ലേ? അപ്പോൾ നമുക്ക് അതെങ്ങനെ എടുക്കാൻ പറ്റും? പ്ലോട്ട് ഓഫ് ലാൻഡ് റിസീവ്ഡ് ഫ്രം മിസ്റ്റർ ബി എന്ന് പറഞ്ഞിട്ട് ഫുള്ളി ടാക്സബിൾ ആ സ്റ്റാൻഡേർഡ് സ്റ്റാമ്പ് ഡ്യൂട്ടി വാല്യൂ എന്നുള്ള എക്സീഡ് 50,000 എക്സീഡ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് അത് ഫുള്ളി ടാക്സബിൾ ആണ്. പിന്നെ അടുത്ത എത്രയാണ് പറഞ്ഞത്? 50,000 എന്നാണ്. അത് എക്സീഡ് ചെയ്യുന്നുണ്ടോ? അത് എക്സീഡ് ചെയ്യുന്നില്ല. അതുകൊണ്ട് തന്നെ അതെടുക്കേണ്ട കാര്യമില്ല. ഓക്കെ, അതിൻ്റെ നോട്ടൊന്നും പ്രത്യേകിച്ച് പറഞ്ഞിട്ടില്ല. ഇനി അടുത്ത എന്താണ്? ഹീ പർച്ചേസ്ഡ് റെസിഡൻഷ്യൽ ഹൗസ് അറ്റ് 6 lakh ഫ്രം മിസ്റ്റർ ഡി. മിസ്റ്റർ ഡി എന്ന് ഒരു റെസിഡൻഷ്യൽ ഹൗസ് പ്രോപ്പർട്ടി വാങ്ങിച്ചു 6 lakhന്, വിച്ച് വാസ് നോട്ട് രജിസ്റ്റേർഡ് ബട്ട് ദ റെലവൻറ്റ് സ്റ്റാമ്പ് വാല്യൂ ഓഫ് വിച്ച് വാസ് 7,50,000 ആണെന്ന്. ഓക്കെ, സ്റ്റാമ്പ് ഡ്യൂട്ടി വാല്യൂ തന്നിട്ടുണ്ട് 7,50,000 എന്നത്. റെസിഡൻഷ്യൽ ഹൗസിന് എത്രയാണ്? 6 lakh ആണ് വരുന്നത്. ഓക്കെ, അപ്പോൾ സ്റ്റാമ്പ് ഡ്യൂട്ടി വാല്യൂ എന്നുള്ളത് എന്താണ്? സ്റ്റാമ്പ് ഡ്യൂട്ടി വാല്യൂ നമുക്ക് സ്റ്റാമ്പ് ഡ്യൂട്ടി വാല്യൂ 50,000 കൂടുതലല്ലേ? അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാം? അതിൻ്റെ നമ്മൾ എത്രയാണ് കൊടുത്തത്? 7,50,000-ന് 6 lakh ആണ് കൊടുത്തിരിക്കുന്നത് അല്ലേ? അപ്പോൾ അത് മൈനസ് ചെയ്യണം. 7,50,000-ൽ നിന്ന് 6 lakh മൈനസ് ചെയ്യാൻ നേരത്ത് 1,50,000 കിട്ടും. ഓക്കെ, 1,50,000 എന്നുള്ളത് നമുക്ക് എന്ത് ചെയ്യാം? അതെങ്ങനെയാണ് ഗ്രേറ്റർ ആണോ നോക്കേണ്ടത്? ഒന്ന് 50,000-നേക്കാൾ കൂടുതലാണോ, അല്ലാന്നുണ്ടെങ്കിൽ 1/10 ഓഫ് കൺസിഡറേഷനിൽ കൂടുതലാണോ എന്നുള്ളത്. അതായത് എന്താ പറയണത്? 6 lakhൻ്റെ 1,10% എന്ന് പറഞ്ഞാൽ 6,60,000 6,60,000 ആണ്. അപ്പോൾ അതിനേക്കാളും കൂടുതലാണോ നമ്മുടെ കൺസിഡറേഷൻ എന്നാണ് നോക്കേണ്ടത്. ഓക്കെ, സ്റ്റാമ്പ് ഡ്യൂട്ടി വാല്യൂ ഇസ് ഗ്രേറ്റർ ദാൻ ദിസിനേക്കാളും സ്റ്റാമ്പ് ഡ്യൂട്ടി വാല്യൂ കൂടുതലാണോ എന്നാണ് നോക്കേണ്ടത്. സ്റ്റാമ്പ് ഡ്യൂട്ടി വാല്യൂ എത്രയും വന്നിരിക്കുന്നത്? 7,50,000 ആണ്. ഇതെത്രയും 6,60,000 വരെ വന്നുള്ളൂ. ദെർഫോർ ഡിഫറൻസ് ബിറ്റ്വീൻ സ്റ്റാമ്പ് ഡ്യൂട്ടി വാല്യൂ ആൻഡ് കൺസിഡറേഷൻ ഈസ് ടാക്സബിൾ. അതുകൊണ്ട് തന്നെ ഡിഫറൻസ് ഉണ്ട്. സ്റ്റാമ്പ് ഡ്യൂട്ടി വാല്യൂം കൺസിഡറേഷൻ എന്തായിട്ട് എടുക്കുള്ളൂ? അത് ടാക്സബിൾ ആയിട്ട് എടുക്കുള്ളൂ. ഓക്കെ, ഇനി അതിലെങ്ങനെ ചെയ്തിരിക്കണേന്ന് നോക്കിയേ. അതിൽ റെസിഡൻഷ്യൽ ഹൗസ് പർച്ചേസ്ഡ് ഫോർ ഇനാഡിക്വേറ്റ് കൺസിഡറേഷൻ എന്ന് പറഞ്ഞാൽ 1,50,000 ആണ് കാണിച്ചിരിക്കുന്നത്. ഓക്കെ, അതിന് കാണിച്ചിട്ടും അതിന് നോട്ട് എഴുതിയേക്കണം കേട്ടോ. അതേപോലെയാണ് നമ്മൾ നോട്ട് എഴുതാനായിട്ട് പഠിക്കണം. പിന്നെ അടുത്ത എന്താണ്? എ സ്കൾപ്ചർ ആൻഡ് ജ്വല്ലറി വർത്ത് 50,000 and 35,000 റെസ്പെക്റ്റീവ്ലി വെർ ഗിഫ്റ്റഡ് ബൈ മിസ്റ്റർ ഇ ആൻഡ് മിസ്റ്റർ എഫ്. സ്കൾപ്ചേഴ്സും ജ്വല്ലറിയും നമുക്ക് എന്താണ്? 50,000 35,000 വെച്ച് ഗിഫ്റ്റ് കിട്ടി എന്നാണ് പറയുന്നത്. അപ്പോൾ നമുക്കത് പഠിച്ചതിലുണ്ട് സ്കൾപ്ചേഴ്സ് ജ്വല്ലറി എന്നുള്ളത്. ഓക്കെ, അപ്പോൾ അത് ഗിഫ്റ്റ് കിട്ടി എന്ന് പറയാം. സ്കൾപ്ചേഴ്സും ജ്വല്ലറിയും നമുക്ക് ഗിഫ്റ്റ് കിട്ടി എന്ന് പറയാൻ നേരത്തേക്ക് നമ്മൾ അതെന്തായിട്ടാണ്? മൂവബിൾ ഐറ്റമാണ് അല്ലേ? ആ മൂവബിൾ ഐറ്റം ആവാൻ നേരത്തേക്ക് നമുക്കത് ടോട്ടലായിട്ട് എടുക്കാം. ടോട്ടലായിട്ട് എടുത്തിട്ട് അതിനെ 50,000 എക്സീഡ് ചെയ്തിട്ടുണ്ടോ എന്ന് നോക്കിയാൽ മതി. അത് 50,000 എക്സീഡ് ചെയ്തു. അതുകൊണ്ട് തന്നെ അത് എന്തായിട്ട് എടുക്കുള്ളൂ? ടാക്സബിൾ ആയിട്ട് എടുക്കണം. ഓക്കെ, ഇനി അടുത്ത എന്താണ്? സിൽവർ കോയിൻ പർച്ചേസ്ഡ് ബൈ ഹിം അറ്റ് 10 lakh ഫ്രം മിസ്റ്റർ ജി വെൻ മാർക്കറ്റ് വാല്യൂ is 10.5 lakh and shares purchased by him at 3 lakh from Mr. H. Okay, when fair market value thereof was 3.3 lakh. ഓക്കെ, അപ്പോൾ എന്താ 10 lakh സിൽവർ കോയിൻ പർച്ചേസ് ചെയ്തു. അത് മിസ്റ്റർ ജി എന്നാണ്. അതിൻ്റെ മാർക്കറ്റ് പ്രൈസ് എന്ന് വെച്ചാൽ 10.5 ആണ്. അപ്പോൾ 50,000 അവിടെ ടാക്സബിൾ ആണ്.
ഇനി എന്താണ്, ഷെയർ പർച്ചേസ് ചെയ്തത് 3 lakh ആണ്. അതിൻ്റെ ഫെയർ മാർക്കറ്റ് വാല്യൂ എന്ന് പറയുന്നത് എത്രയാണ്, 3.3 ആണ്. അവിടെ എത്ര വന്നു, 50,000ഉം 30,000ഉം പോയി 80,000 വന്നു. ആ 80,000 ആണ് ഇവിടെ ടാക്സബിൾ ആയിട്ട് കാണിക്കേണ്ടത്. ഓക്കെ, ആ ഡിഫറൻസ് എമൗണ്ട്. ഇനി ഇതിന് നോട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നോ, 80,000ൻ്റെ നോട്ട് 4 പറഞ്ഞിട്ടുണ്ട്. എന്താണ്, ഇഫ് മൂവ് പ്രോപ്പർട്ടി ആർ അക്യൂർഡ് ഫോർ ഇനാഡിക്വേറ്റ് കൺസിഡറേഷൻ, ഡിഫറൻസ് ബിറ്റ്വീൻ ഫെയർ മാർക്കറ്റ് വാല്യൂ ആൻഡ് കൺസിഡറേഷൻ ഈസ് ചാർജബിൾ ടു ടാക്സ് ഇഫ് ആഗ്രിഗേറ്റ് fair market value minus consideration exceed 50,000. In the present case, the difference between fair market value and consideration of silver coin എന്ന് പറഞ്ഞാൽ 50,000 and difference between fair market value and consideration of shares എന്ന് 30,000 ആണ്. ആദ്യത്തേന് 50,000, രണ്ടാമത്തേന് 30,000 ആണ് ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ. therefore ടോട്ടൽ ഡിഫറൻസ് എത്ര വന്നു, 80,000 വന്നു. അപ്പോൾ എക്സീഡ് 50,000, ഹെൻസ് എൻറ്റയർ എമൗണ്ടിന് 80,000നും എന്തായിട്ട് വരുള്ളൂ, ടാക്സബിൾ ആയിട്ട് വരുള്ളൂ. ഓക്കെ, നമ്മൾ ആ എഴുതാനുള്ള രീതിയും കൂടി അതേപോലെ തന്നെ 2 പ്രാവശ്യം 3 പ്രാവശ്യം വായിക്കുമ്പോഴേ നിങ്ങൾക്ക് അത് കിട്ടും. ഇനി അടുത്തത് എന്താ പറഞ്ഞിരിക്കണേ, ലാസ്റ്റ് പോയിന്റിൽ, ഡയമണ്ട് റിംഗ് പർച്ചേസ്ഡ് 50 lakh ഫ്രം മിസ്റ്റർ പേൾ ജ്വൽ, എ ജ്വല്ലറി ഷോപ്പ് ഓഫ് ഹിസ് ക്ലോസ് ഫ്രണ്ട്, വെൻ ദ ഫെയർ മാർക്കറ്റ് വാല്യൂ വാസ് 55 lakh. 55 lakh ഫെയർ മാർക്കറ്റുള്ള ഒരെണ്ണം 50 lakhനാണ് വാങ്ങിച്ചത്, അവരുടെ ഫ്രണ്ടിൻ്റെ കടയിൽ നിന്നല്ലേ, അപ്പോൾ അതിനെ ഡിസ്കൗണ്ട് ചെയ്തതായിരിക്കും. ഫോർ ദ പർപ്പസ് ഓഫ് ശർമ്മ ജം ആൻഡ് ജ്വല്ലറി മാർട്ട്, അതായത് എന്താണ്, നമുക്കൊരു ജ്വല്ലറിന്ന് വാങ്ങിച്ചു, അത് വേറൊരു ജ്വല്ലറിയിലേക്ക് വെക്കാൻ വേണ്ടിയിട്ടാണ്. അതായത് എന്താണ്, സ്റ്റോക്ക് ഇൻ ട്രേഡ് ആയിട്ടാണ് വരുന്നത്. ആ സ്റ്റോക്ക് ഇൻ ട്രേഡ് ആയിട്ടാണെങ്കിൽ ഇവിടെ എന്ത് ചെയ്യും, ഇവിടെ ടാക്സബിൾ ആയിട്ട് വരില്ല. ഓക്കെ, അതിൻ്റെ ടോട്ടൽ എടുത്തു 7,29,000 എടുത്തു. ഇനി അതിൻ്റെ ലാസ്റ്റ് നോട്ട് എന്താ പറഞ്ഞിരിക്കണേന്ന് ഒന്ന് നോക്കാം. എന്താ പറഞ്ഞിരിക്കണേ, സിൻസ് ഇറ്റ് ഈസ് പർച്ചേസ്ഡ് ഫോർ ദ പർപ്പസ് ഓഫ് ഷാർമ ജം ആൻഡ് ജ്വല്ലറി വിച്ച് ഈസ് ജ്വല്ലറി മാർട്ട് ഓൺഡ് ബൈ മിസ്റ്റർ ശർമ്മ, ഇറ്റ് വിൽ become stock in trade and not any property in possession of Mr. Sharma, therefore inadequacy of consideration won't be taxable. ഇനി അടുത്തത് എന്താണ്, ഷെയർ പ്രീമിയം ഇൻ എക്സസ് ഓഫ് ഫെയർ മാർക്കറ്റ് വാല്യൂ. ഷെയർ പ്രീമിയം ഇൻ എക്സസ് ഓഫ് ഫെയർ മാർക്കറ്റ് വാല്യൂ, ഫെയർ മാർക്കറ്റ് വാല്യൂവിനേക്കാൾ കൂടുതലായിട്ടുള്ള എമൗണ്ട് ആണെന്നുണ്ടെങ്കിൽ, ഫെയർ മാർക്കറ്റ് വാല്യൂവിനേക്കാൾ കൂടുതലായിട്ടുള്ള എമൗണ്ട് ആണെന്നുണ്ടെങ്കിൽ, ഓക്കെ, അത് എങ്ങനെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. അതായത് ഒരു കമ്പനി ഷെയർസ്, പ്രിഫറൻസ് ഷെയർ ആയിക്കോട്ടെ, ഇക്വിറ്റി ഷെയർ ആയിക്കോട്ടെ, ഒരു പ്രീമിയത്തിന് എന്ത് ചെയ്യണം, പ്രീമിയത്തിന് ഇഷ്യൂ ചെയ്യുവാണ്. അപ്പോൾ ആ കമ്പനി റിസീവ് കൺസിഡറേഷൻ എഗെയിൻസ്റ്റ് ഷെയർ ഫ്രം പ്രസിഡന്റ് പേഴ്സണിൽ നിന്നായിരിക്കണം അത് കിട്ടണത്. അപ്പോൾ കമ്പനി ഇത് പറഞ്ഞത് എപ്പോഴാണ്, ഷെയർ പ്രീമിയം എക്സസ് ഓഫ് ഫെയർ മാർക്കറ്റ് വാല്യൂ എന്നുള്ളത് കമ്പനി ഷെയർസ് ഇഷ്യൂ ചെയ്യണം പ്രീമിയത്തിലായിരിക്കണം, അത് റെസിഡൻറ്റിൻ്റെ കയ്യിൽ നിന്നായിരിക്കണം നമുക്ക് കൺസിഡറേഷൻ കിട്ടേണ്ടത്. ആ കൺസിഡറേഷൻ എന്ന് പറയുന്നത് എക്സീഡ് ദ ഫെയർ മാർക്കറ്റ് വാല്യൂ ഓഫ് ഇഷ്യൂ ഷെയർസിനേക്കാളും ഫെയർ മാർക്കറ്റ് വാല്യൂ ഓഫ് ഷെയർസിനേക്കാളും കൂടുതലായിരിക്കണം. സച്ച് എക്സസ് കൺസിഡറേഷൻ ഷാൽ ബി ട്രീറ്റഡ് ആസ് ഇൻകം ഓഫ് റെസിപ്പിയൻറ്റ് കമ്പനി. സച്ച് എക്സസ് കൺസിഡറേഷൻ എന്തായിട്ടാണ്, ഷാൽ ബി ട്രീറ്റഡ് ആസ് ഇൻകം ഓഫ് റെസിപ്പിയൻറ്റ് കമ്പനി. ഇനി എന്താണ്, അലോട്ടി ഷുഡ് ബി റെസിഡൻ്റ് ആയിരിക്കണം, അത് ഇമ്പോർട്ടൻ്റ് ആണ്. റെസിഡൻറ്റ് നോൺ റെസിഡൻ്റ് ഒക്കെ തരും, അപ്പോൾ നമ്മളത് നോട്ട് ചെയ്ത് വെക്കണം. അലോട്ടി എന്ന് പറഞ്ഞാൽ ആരായിരിക്കണം, റെസിഡൻ്റ് ആയിരിക്കണം. പിന്നെ ഡ്യൂറിംഗ് ദ പ്രീവിയസ് ഇയർ ഇൻ വിച്ച് ഷെയർസ് ആർ ഇഷ്യൂഡ് ടു ഹിം, ദ പ്രൊവിഷൻ ഈസ് നോട്ട് ആപ്ലിക്കബിൾ വെൻ ഷെയർസ് ആർ ഇഷ്യൂ അറ്റ് പാർ ഓർ ഡിസ്കൗണ്ട് ഈവൻ ദോ ഇഷ്യൂ പ്രൈസ് ഓഫ് സച്ച് ഷെയർസ് എക്സീഡ് ദ ഫെയർ മാർക്കറ്റ് വാല്യൂ. ഓക്കെ, അതായത് അതേ സെയിം എമൗണ്ടിനോ അല്ലെങ്കിൽ ഡിസ്കൗണ്ടിനോ ആണ് ഇഷ്യൂ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ, ഷെയർസ് ഇഷ്യൂ ചെയ്യുന്ന പാറിനോ അല്ലെങ്കിൽ ഡിസ്കൗണ്ടിനോ ആണെന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് ഈ പ്രൊവിഷൻ ആപ്ലിക്കബിൾ അല്ല. അതും കൂടി നോക്കണം. എന്താണ്, ഷെയർസ് ഇഷ്യൂ ചെയ്യണത് ഇഷ്യൂ അറ്റ് പാറിനോ ഡിസ്കൗണ്ടിനോ ആണെന്നുണ്ടെങ്കിൽ ഇതിലേക്ക് ഇത് കിട്ടില്ല നമുക്ക്. ഓക്കെ, അതല്ലാണ്ട് പ്രീമിയത്തിനൊക്കെ ഇഷ്യൂ ചെയ്താൽ മാത്രമേ നമുക്കത് കിട്ടുള്ളൂ എന്നുള്ളത് നമ്മൾ പറഞ്ഞു. ഓക്കെ, പിന്നെ റെസിഡൻ്റ് ആയിരിക്കണം, അതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട്. റെസിഡൻ്റ് ആയിരിക്കണം, പ്രീമിയത്തിൽ ഇഷ്യൂ ചെയ്യണം, പാറിലോ ഡിസ്കൗണ്ടിൽ ഇഷ്യൂ ചെയ്താൽ അത് കിട്ടില്ല. എക്സസ് ആയിട്ട് വന്ന കൺസിഡറേഷൻ നമ്മൾ ഇൻകോ ആയിട്ട് തന്നെയാണ് ട്രീറ്റ് ചെയ്താണ് നമ്മൾ ഇത് ചെയ്യണത്. ഓക്കെ, അതിൻ്റെയൊക്കെ പ്രോബ്ലം നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ ഇനി എന്തെങ്കിലുമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് തറവായിട്ട് മാറും. ഓക്കെ, ഇനി ഇതിൽ എക്സംഷൻ വന്ന എന്തൊക്കെ കേസാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഷാൽ നോട്ട് ആപ്ലിക്കബിൾ കൺസിഡറേഷൻ ഓഫ് ഓർ ഇഷ്യൂ ഷെയർസ് ഇസ് റിസീവ്ഡ് ബൈ വെർച്യൂ ക്യാപിറ്റൽ അണ്ടർടേക്കിംഗ് ഫ്രം വെഞ്ചർ ക്യാപിറ്റൽ കമ്പനിയിൽ നിന്ന്, അല്ലെങ്കിൽ ബൈ എ കമ്പനി ഫ്രം എ ക്ലാസ് ഓർ ക്ലാസസ് ഓഫ് പേഴ്സൺ ആസ് മേ ബി നോട്ടിഫൈഡ് ബൈ ദി സെൻട്രൽ ഗവൺമെൻറ്. ഇനി വേറെ ഇതിനുള്ള ഒരു എക്സാമ്പിളാണ്, ഇപ്പം നമ്മൾ പഠിച്ചില്ലേ പ്രീമിയം എന്നുള്ളതിന്, അതിനുള്ള അതേ എക്സാമ്പിളാണ്, ഒരു എക്സാമ്പിളാണ്. ഇത് പഠിച്ച് കഴിയുമ്പോൾ നിങ്ങൾക്ക് അതിനെ കംപ്ലീറ്റ് ക്ലാരിറ്റി കിട്ടും. ഓക്കെ, ഓക്കെ, എന്താണ് ഒരു ഇല്ലുസ്ട്രേഷൻ കൊടുത്തിട്ടുണ്ട്. അതിലെന്താണ്, പി പ്രൈവറ്റ് ലിമിറ്റഡ് ഇഷ്യൂഡ് ബൈ ആണ് ഷെയർ ഇഷ്യൂ ടു ആർക്കാണ്, മിസ്റ്റർ എക്ക്.
അവിടെ പെർ ഷെയറിന് എന്തൊക്കെയാണ് ഫേസ് വാല്യൂ കൊടുത്തിട്ടുണ്ട്, ഫെയർ മാർക്കറ്റ് വാല്യൂ കൊടുത്തിട്ടുണ്ട്, കൺസിഡറേഷൻ കൊടുത്തിട്ടുണ്ട്. ഇതെങ്ങനെയാണെന്നാണ് നമ്മൾ നോക്കേണ്ടത്. ഇഷ്യൂഡ് ബൈ ആരാണ്? പ്രൈവറ്റ് ലിമിറ്റഡ് ആണ്. ഇഷ്യൂ ടു ആരാണ്? ഇൻഡിവിജ്വലിനാണ്. അതും ഓക്കെ. അപ്പോൾ ഇനി എന്താണ് പറയുന്നത്? ഫേസ് വാല്യൂ എന്താണ്? ഫേസ് വാല്യൂ 10 ആണ്, ഫെയർ മാർക്കറ്റ് വാല്യൂ 12 ആണ്. കൺസിഡറേഷൻ എത്രയാണ്? 11 ആണ്. കൺസിഡറേഷൻ എന്തായിരിക്കണം? ഫെയർ മാർക്കറ്റ് വാല്യൂവിനേക്കാളും കൂടുതലായിരിക്കണം അല്ലേ? കൺസിഡറേഷൻ ഫെയർ മാർക്കറ്റ് വാല്യൂവിനെ കൂടുതലായിരിക്കണം. അങ്ങനെയല്ലേ നമ്മൾ പഠിച്ചത്? എന്താണ്? കൺസിഡറേഷൻ എക്സീഡ് ഫെയർ മാർക്കറ്റ് വാല്യൂ ഓഫ് ഇഷ്യൂ ഷെയർസ്. പിന്നെ എന്താണ്? കമ്പനി റിസീവ് കൺസിഡറേഷൻ ഫ്രം റെസിഡൻറ്റ് പേഴ്സൺ ആയിരിക്കണം. കൺസിഡറേഷൻ എന്താണ്? എക്സീഡ് ഫെയർ മാർക്കറ്റ് വാല്യൂവിനേക്കാളും കൂടുതലായിരിക്കണം കൺസിഡറേഷൻ. പിന്നെ എന്താണ്? ഇഷ്യൂ ഷെയർ അറ്റ് പ്രീമിയത്തിലായിരിക്കണം ഇഷ്യൂ ചെയ്യണത്. പിന്നെ എന്താണ്? റെസിഡൻറ്റിന് തന്നെ ആയിരിക്കണം. പിന്നെ ആപ്ലിക്കബിൾ ആവാത്ത എപ്പോഴാണ് ഇഷ്യൂ ചെയ്യണത്? പാറിനോ ഡിസ്കൗണ്ടിനോ ആണെങ്കിൽ അത് ആപ്ലിക്കബിൾ അല്ല. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ പഠിച്ചത്. അപ്പോൾ അത് വെച്ചാണ് നമ്മൾ ഇത് ചെയ്യേണ്ടത്. എന്താണ്? ഫേസ് വാല്യൂ എന്നുള്ളത് 10 ആണ്, ഫെയർ മാർക്കറ്റ് വാല്യൂ 12 ആണ്, കൺസിഡറേഷൻ 11 ആണ്. അപ്പോൾ ഫെയർ മാർക്കറ്റ് വാല്യൂവിനേക്കാളും കൂടുതലായിരിക്കേണ്ട കൺസിഡറേഷൻ. ഇവിടെ എന്താണ്? 12ഉം 11ഉം ആണ്, കുറവാണ് കൺസിഡറേഷൻ. അതുകൊണ്ട് തന്നെ എന്താണ്? അത് ആപ്ലിക്കബിൾ അല്ല. അടുത്തത് എന്താണ്? അടുത്ത പ്രൈവറ്റ് ലിമിറ്റഡ് ആണ്. ഇഷ്യൂഡ് ബൈ പ്രൈവറ്റ് ലിമിറ്റഡ് ആണ്. ഇഷ്യൂ ടു ഇൻഡിവിജ്വൽ ആണ്. ഫേസ് വാല്യൂ 10, ഫെയർ മാർക്കറ്റ് വാല്യൂ 12, കൺസിഡറേഷൻ 9 ആണ്. അതായത് ഫേസ് വാല്യൂ 10 റുപ്പീസ് ഉള്ള ഒരെണ്ണം നമുക്ക് കൺസിഡറേഷൻ എത്രയാണ്? 9 റുപ്പീസിനാണ്. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താ? ഡിസ്കൗണ്ടിനാണ്. ഡിസ്കൗണ്ടും നമ്മൾ എന്ത് ചെയ്യും? ഇത് കൺസിഡർ ചെയ്യില്ല എന്നല്ലേ എഴുതിയിരിക്കണേ. അതുകൊണ്ട് തന്നെ ഇത് ആപ്ലിക്കബിൾ അല്ല. അടുത്ത എന്താണ്? പ്രൈവറ്റ് ലിമിറ്റഡ് മിസ്റ്റർ സി ആണ്. 10 റുപ്പി ഫേസ് വാല്യൂ, 5 റുപ്പി ഫെയർ മാർക്കറ്റ് വാല്യൂ, കൺസിഡറേഷൻ എന്താണ്? 10 ആണ്. ഫേസ് വാല്യൂവിൻ്റെ അതേ ഇതിലാണ്, അത് അറ്റ് പാറാണ്. ഇഷ്യൂ അറ്റ് പാറാണ്. ഇഷ്യൂ അറ്റ് പാറാണെങ്കിലും ഡിസ്കൗണ്ട് ആണെങ്കിലും എന്താണ്? അത് കൺസിഡർ ചെയ്യില്ല അല്ലേ? ഫേസ് വാല്യൂവിൻ്റെ അതേ സെയിം തന്നെയാണ് ഇവിടെ വന്നിരിക്കുന്നത് കൺസിഡറേഷൻ. ഇഷ്യൂ അറ്റ് പാറാണ്. അതുകൊണ്ട് തന്നെ പാറാണെന്നുണ്ടെങ്കിൽ അതിന് മുന്നത്തെ കേസ് ഡിസ്കൗണ്ട് ആണെങ്കിലും നമ്മളിവിടെ ആപ്ലിക്കബിൾ അല്ല. ഓക്കെ. അടുത്തത് എസ് പ്രൈവറ്റ് ലിമിറ്റഡ് മിസ്റ്റർ ഡി, ഫേസ് വാല്യൂ 10 റുപ്പി, ഫെയർ മാർക്കറ്റ് വാല്യൂ 15, കൺസിഡറേഷൻ 20. ഓക്കെ. ഫെയർ മാർക്കറ്റ് വാല്യൂവിനേക്കാളും കൂടുതലാണ് കൺസിഡറേഷൻ. അപ്പോൾ അത് നമുക്ക് ഇവിടെ അക്സെപ്റ്റ് ചെയ്യാം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ എത്ര റുപ്പീസാണ്? 5 റുപ്പീസാണ്. അപ്പോൾ എങ്ങനെ എഴുതിയിരിക്കണത് നോക്കി? 5 പെർ ഷെയർ ഷാൽ ബി കൺസിഡേർഡ് ആസ് ഇൻകം ഇൻ ദ ഹാൻഡ് ഓഫ് ആർക്ക്? എസ് പ്രൈവറ്റ് ലിമിറ്റഡ്. ഓക്കെ. ഇനി ടി പ്രൈവറ്റ് ലിമിറ്റഡ് ആണ്. ഇത് മിസ്റ്റർ ഇ നോൺ റെസിഡന്റ് ആണ്. നമ്മൾ എന്താ പഠിച്ചത്? റെസിഡന്റ് ആയിരിക്കണം. അപ്പോൾ കീവേഡ് കണ്ടോ? റെസിഡന്റ് ആയിരിക്കണം. റെസിഡന്റ് ആവണമെന്നുണ്ടെങ്കിൽ എന്തായിരുന്നു? ഫേസ് വാല്യൂ 10 ആണ്, ഫെയർ മാർക്കറ്റ് വാല്യൂ 16 ആണ്, കൺസിഡറേഷൻ 25 ആണ്. ഫെയർ മാർക്കറ്റ് വാല്യൂവിനേക്കാളൊക്കെ കൂടുതലാണ്. പക്ഷേ ഇവിടെ ഒരു പോയിന്റിൽ മിസ്റ്റേക്ക് വന്നു. എന്താണത്? നോൺ റെസിഡന്റ് ആണ്. നോൺ റെസിഡന്റ് ആണെങ്കിൽ ആപ്ലിക്കബിൾ ആണോ? അല്ല, റെസിഡന്റ് ആയിരിക്കണം. അടുത്താണ് യു പ്രൈവറ്റ് ലിമിറ്റഡ് മിസ്റ്റർ എഫ് നോൺ റെസിഡന്റ് ആണ് അറ്റ് ദ ടൈം ഓഫ് ഇഷ്യൂ ഓഫ് ഷെയർസ്. ഹൗവർ ലേറ്റർ ഓൺ ഡ്യൂറിംഗ് ദ പ്രീവിയസ് ഇയർ ബിക്കം റെസിഡന്റ്. ഇഷ്യൂ ചെയ്യണ സമയത്ത്, ഷെയർ ഇഷ്യൂ ചെയ്യണ സമയത്ത് അവർ നോൺ റെസിഡന്റ് ആയിരുന്നു. പിന്നീട് അവർ ആ വർഷം എന്ത് ചെയ്തു? റെസിഡന്റ് ആയിട്ട് മാറി എന്നാ പറയണത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് അത് എടുക്കാം അല്ലേ? ഫേസ് വാല്യൂ എത്രയാണ്? 10 ആണ്, ഫെയർ മാർക്കറ്റ് വാല്യൂ 20 ആണ്, കൺസിഡറേഷൻ 35 ആണ്. ഫെയർ മാർക്കറ്റ് വാല്യൂവിനേക്കാളും കൂടുതലാണ് കൺസിഡറേഷൻ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എത്ര റുപ്പിയാണ്? 15 റുപ്പീസ്. അപ്പോൾ എങ്ങനെ എഴുതുന്നത്? 15 പെർ ഷെയർ ഷാൽ ബി കൺസിഡേർഡ് ആസ് ഇൻകം ഇൻ ദ ഹാൻഡ് ഓഫ് യു പ്രൈവറ്റ് ലിമിറ്റഡ്. ഓക്കെ. ഇനി അടുത്തത് ഡിസ്കസ് ദ ടാക്സബിലിറ്റി ഓർ അതർവൈസ് ഓഫ് ദ ഫോളോയിങ് ഇൻ ദ ഹാൻഡ് ഓഫ് റെസിപ്പിയന്റ് under section 56(2)10 then income tax act 1961. Akhil HUF ആണ് received 75,000 in cash from niece of Akhil, അതായത് ഡോട്ടർ ഓഫ് അഖിൽ സിസ്റ്റർ. അതൊന്നും നമുക്ക് എടുക്കാൻ പറ്റുമോ? റിലേഷനായിട്ട് എടുക്കാൻ പറ്റുമോ? അഖിൽ സിസ്റ്ററിനെ എടുക്കാം, അവരുടെ ഡോട്ടറിനെ ഒന്നും എടുക്കാനായിട്ട് പറ്റില്ല അല്ലേ? അഖിൽ ഈസ് കർത്ത ഓഫ് HUF. അഖിൽ എന്താണ്? കർത്തയാണ്, HUFന്റെ കർത്തയാണെന്നാണ് പറയുന്നത്. അപ്പോൾ പിന്നെ എന്താണ്? നിതീഷ് എ മെമ്പർ ഓഫ് ഹെയർ ഫാദർ. അപ്പോൾ നമുക്ക് ഫസ്റ്റത്തെ തന്നെ നോക്കാം അല്ലേ? നീസ് ഡോട്ടറിന്റെ മോള് അല്ലേ? അഖിൽ സിസ്റ്ററിന്റെ മോള് എന്ന് പറയുമ്പോൾ അത് നമ്മുടെ റിലേഷനില്ല. അപ്പോൾ ഇതെങ്ങനെ എഴുതിയിരിക്കണത്? ഓക്കെ. ടാക്സബിൾ ആയിരിക്കുന്നത് 75,000 ആണ്. ടാക്സബിൾ എമൗണ്ട് 75,000 ആണ്. സം ഓഫ് മണി എക്സീഡ് 50,000-നേക്കാൾ കൂടുതൽ ഉണ്ട്. നോൺ റിലേറ്റീവ് ആണ് അല്ലേ? റിലേറ്റീവ് അല്ല. ഈസ് ടാക്സബിൾ അണ്ടർ സെക്ഷൻ ഇതിൽ തന്നെ ടാക്സബിൾ ആവും. ഡോട്ടർ ഓഫ് മിസ്റ്റർ അഖിൽ സിസ്റ്റർ
Agil's sister is not a relative of Agil HUF since she is not a member of Agil HUFിൻ്റെ മെമ്പറും അല്ല. ഓക്കെ, അങ്ങനെ അത് 75,000 എന്നതിൽ ടാക്സബിൾ ആയി. അടുത്തത് എൻ എ മെമ്പർ ഓഫ് ഹെയർ ഫാദേഴ്സ് HUF ട്രാൻസ്ഫേർഡ് എ ഹൗസ് പ്രോപ്പർട്ടി ടു HUF വിത്തൗട്ട് കൺസിഡറേഷൻ. ഓക്കെ, ഹൗസ് പ്രോപ്പർട്ടി ഒരു കൺസിഡറേഷൻ ഇല്ലാണ്ട് എന്ത് ചെയ്തു, നിതേഷ് മെമ്പറാണ്, അത് HUFിന് ഫാദേഴ്സ് HUFിൻ്റെ ട്രാൻസ്ഫർ HUFിലേക്ക് കൊടുത്തു. ദ സ്റ്റാമ്പ് ഡ്യൂട്ടി വാല്യൂ ഓഫ് ഹൗസ് പ്രോപ്പർട്ടി എന്ന് പറയുന്നത് 9 lakh ആണ്. ഓക്കെ, 9 lakh ആണ് അതിൻ്റെ സ്റ്റാമ്പ് ഡ്യൂട്ടി വാല്യൂ എന്ന് പറഞ്ഞാൽ. അതെന്താണ്, ഇമൂവ് പ്രോപ്പർട്ടി റിസീവ്ഡ് വിത്തൗട്ട് കൺസിഡറേഷൻ ബൈ HUF ഫ്രം ഹിസ് റിലേറ്റീവ് ഈസ് നോട്ട് ടാക്സബിൾ അണ്ടർ സെക്ഷൻ. ഇതനുസരിച്ച് ടാക്സബിൾ അല്ല. സിൻസ് എൻ ഈസ് എ മെമ്പർ ഓഫ് HUF, ഷീ ഈസ് എ റിലേറ്റീവ് ഓഫ് HUF, അവർ ഇൻകം ഫ്രം സച്ച് അസറ്റ് വുഡ് ബി ഇൻക്ലൂഡഡ് ഇൻ ദ ഹാൻഡ് ഓഫ് എൻ അണ്ടർ സെക്ഷൻ 64(2). ഓക്കെ, HUFിൻ്റെ മെമ്പറാണെന്ന് പറഞ്ഞിട്ടുണ്ട്, അപ്പോൾ തന്നെ എന്താണ് റിലേറ്റീവായി, അതുകൊണ്ട് തന്നെ അത് വരില്ലാന്ന്. മിസ്റ്റർ എ റിസീവ്ഡ് 100 ഷെയർ ഓഫ് എ ലിമിറ്റഡ് ഫ്രം ഹിസ് ഫ്രണ്ട് ആസ് എ ഗിഫ്റ്റ് ഓൺ ഒക്കേഷൻ ഓഫ് ഹിസ് 25th മാരേജ് ആനിവേഴ്സറി. മാരേജ് ആനിവേഴ്സറി ഒക്കെ വരില്ല എന്ന് നമ്മൾ പറഞ്ഞു അല്ലേ. ഏത് ഒക്കേഷനെ വരുള്ളൂ, മാരേജ് മാത്രമേ വരുള്ളൂ, ആനിവേഴ്സറി ഒന്നും അതിൽ ബാധകമേ അല്ല. ഫെയർ മാർക്കറ്റ് വാല്യൂ ഓൺ ദ ഡേറ്റ് വാസ് 100 per share. He also received jewelry worth 45,000 from his nephew on the same day. അതെങ്ങനെ എഴുതിയിരിക്കണത്, അത് 55,000, അതായത് ഓക്കെ 45,000 ജ്വല്ലറി ആയിട്ടും 100 ഷെയർസ് 100 per share വെച്ചിട്ട് 100 rupees വെച്ചിട്ട്, അങ്ങനെ എന്താണ് 50 എത്ര വരും, 55,000, അതായത് ആസ് പെർ പ്രൊവിഷൻ ഇതനുസരിച്ച് ഇൻ ദ കേസ് ഓഫ് ആഗ്രിഗേറ്റ് ഫെയർ മാർക്കറ്റ് വാല്യൂ ഓഫ് പ്രോപ്പർട്ടി അതർ ദാൻ ഇമൂവബിൾ പ്രോപ്പർട്ടി റിസീവ്ഡ് വിത്തൗട്ട് കൺസിഡറേഷൻ എക്സീഡ് 50,000 ദ ഹോൾ ഓഫ് ദ ആഗ്രിഗേറ്റ് വാല്യൂ ഷാൽ ബി ടാക്സബിൾ. ഇൻ ദിസ് കേസ് ദ ആഗ്രിഗേറ്റ് ഫെയർ മാർക്കറ്റ് വാല്യൂ എന്ന് പറയുന്നത് എത്രയാണ്, 10,000, ജ്വല്ലറി എത്രയാണ് 45,000, എക്സീഡ് 50,000 ആണോ, യെസ്, ഹെൻസ് ദ എൻറ്റയർ എമൗണ്ട് 55,000 ഷാൽ ബി ടാക്സബിൾ ആയിട്ട് വരുന്നു. ഓക്കെ, ഇനി അടുത്ത എന്താണ്, K. HUF gifted a car to son of Karta for achieving good mark in 12th board examination. The fair market value of the car 5,25,000. കാർ എന്നുള്ളത് നമ്മൾ ഇതിൽ വരുമോ, എന്താ ക്യാപിറ്റൽ അസറ്റ് ആയിട്ട് ഇതിൽ വരണണ്ട, കാർ എന്നുള്ളത് നമ്മൾ വായിച്ചായിരുന്നോ, ഇല്ല. അപ്പോൾ എന്താണ്, അത് നോൺ ടാക്സബിൾ എന്ന് പറഞ്ഞ് എഴുതണം. Car is not included in the definition of property for the purpose of section 56(2)10. Therefore, the same shall not be taxable. ഞാൻ പറഞ്ഞില്ലേ, അതിൽ പെടുന്ന ഐറ്റം മാത്രമേ വരുള്ളൂ, അതല്ലാത്ത പല ഐറ്റങ്ങളും നമ്മൾ പറയും. അപ്പോൾ നമ്മൾ എന്ത് വിചാരിക്കും, കാറല്ലേ, ഓക്കെ ഇത് വരുമായിരിക്കും എന്നുള്ള ആ ഒരു അസംപ്ഷനിൽ അത്രയ്ക്ക് ചിന്തിക്കാതെ എഴുതും. അതുകൊണ്ടാണ് ആ പറഞ്ഞ എന്തൊക്കെ ഐറ്റം ആണെന്നുള്ളത് നോക്കി പഠിക്കാൻ ഞാൻ പറഞ്ഞില്ലേ, കറക്റ്റായിട്ട് പഠിക്കണേ, ഓർത്ത് വെക്കണം. പഠിച്ചാൽ ഓർക്കണയിലാണല്ലോ ഇമ്പോർട്ടൻസ്, ഓർത്ത് വെക്കാം. ഇനി അടുത്ത് എന്താണ്, ഇൻകം ബൈ വേ ഓഫ് ഇൻട്രസ്റ്റ് റിസീവ്ഡ് ഓൺ കോമ്പൻസേഷൻ ഓർ ഓൺ എൻഹാൻസ്ഡ് കോമ്പൻസേഷൻ. അതായത് ഇപ്പം ഏതെങ്കിലും ഇപ്പം നമുക്ക് എന്താണ് കേരളയിൽ അത് ഇതൊക്കെ വരാൻ നേരത്തേക്കും സ്ഥലം എടുക്കുമെന്ന് പറഞ്ഞില്ലായിരുന്നു അല്ലേ, സ്ഥലം എടുക്കുമെന്ന് പറഞ്ഞു, ഒത്തിരി പേരുടെ സ്ഥലം എടുത്തു. ആ സ്ഥലം എടുത്തു കഴിയാൻ നേരത്തേക്ക് നമ്മൾ എന്ത് ചെയ്യും, അവർക്ക് കിട്ടണ അവർക്ക് കിട്ടണ അവിടെ ആ പരിസരത്തുള്ള എമൗണ്ടിനേക്കാളും കൂടുതൽ എമൗണ്ട് കൊടുത്തിട്ടാണ് ആ സ്ഥലമൊക്കെ ഇരട്ടി കൊടുത്തിട്ടാണ് ആ സ്ഥലമൊക്കെ നമ്മൾ എടുക്കുന്നത്. ഓക്കെ, എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഇപ്പം എന്താണ്, അത് നടത്താൻ പാടില്ല, അങ്ങനെ ഇങ്ങനെയൊക്കെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഇപ്പം എന്ത് ചെയ്യും, അവർ തന്നെ അവിടെ നിന്ന് ഒഴിഞ്ഞു പോകാൻ തയ്യാറാവാത്തവരുണ്ട് അല്ലേ, ആ മഞ്ഞക്കുറ്റി താത്തിയിട്ട് തിരിച്ചു വന്ന് അത് പറിച്ചു കളഞ്ഞ് അങ്ങനെ പ്രക്ഷോഭമൊക്കെ ഉണ്ട്. ഇപ്പം അതൊക്കെ നിർത്തി വെച്ചിരിക്കുക കുറച്ച് ആളായിട്ട്. അപ്പം അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട്. അപ്പം അങ്ങനെയുള്ള സംഭവങ്ങൾക്കൊക്കെ ഉണ്ടാവാൻ നേരത്തേക്കും എന്ത് ചെയ്യും, നമ്മളത് എന്തെങ്കിലും ഒരു കേസിന് പോകാൻ നേരത്തേക്ക് നമുക്ക് എന്ത് ചെയ്യും, വിധി വരാൻ നേരത്തേക്ക് നമ്മളെടുത്ത് പറയും, ശരി നിങ്ങൾ ആ കുറവ് വാല്യൂ എന്നല്ലേ പറയണത്, ശരി അതിന് ഓക്കെ ഞങ്ങൾക്ക് എന്തെങ്കിലും നമുക്ക് സഫിഷ്യൻ്റ് ആയ എമൗണ്ട് പോലെ അത് തരാമെന്നുള്ളത് പറയും. അപ്പോൾ ഇത്രയും നാൾ നമുക്ക് ഡിലേ വരുത്തിയില്ലേ, ആ ഡിലേ വരുത്തിയതിന് ഇൻട്രസ്റ്റ് ആയിട്ട് വരും. ഓക്കെ, ആ ഡിലേ വരുത്തിയതിൽ നമുക്കൊരു എമൗണ്ട് തരും. അങ്ങനെ എന്തെങ്കിലും തരുവാണെന്നുണ്ടെങ്കിൽ അതിനുള്ള ഇൻട്രസ്റ്റ് കിട്ടുവാണെന്നുണ്ടെങ്കിൽ അതെപ്പോഴാണോ കിട്ടുന്നത്, ഏത് സമയത്താണോ നമുക്ക് കിട്ടുന്നത്, ആ സമയത്ത് നമ്മൾ ടാക്സ് കൊടുത്താൽ മതി. ഓക്കെ, ആ സമയത്ത് നമ്മൾ ടാക്സ് കൊടുത്താൽ മതി. അത് ഇതെന്തിലാണ് നമ്മുടെ അതർ സോഴ്സസ് എന്നുള്ള ഹെഡിൽ തന്നെയാണ് ഇങ്ങനെയുള്ള ഇതൊക്കെ സംഭവങ്ങളൊക്കെ വരണത്. നമുക്കറിയാം അല്ലെ, ഇങ്ങനത്തെ വേറെ ഒന്നിൽ പോവാത്തത് നമുക്ക് ഇതിൽ തന്നെ ആയിരിക്കുള്ളൂ വരണത്. അതിൽ സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ എടുക്കാൻ പറ്റും. എന്താണ്, 50% ആണ്
സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ എടുക്കാൻ പറ്റുന്നിടത്താണ് 50% സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ എടുക്കാൻ പറ്റും. ഇത്രയും ഒരു പോയിന്റ് മാത്രം അതിൽ നോക്കിയാൽ മതി. എന്ന് റിസീവ് ചെയ്തു അന്നാണ് അതിന് ടാക്സ് ചെയ്യണത്, പിന്നെ ആ വർഷമാണ് അതിന് ടാക്സ് ചെയ്യണത്, അതിന് സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ ആയിട്ട് 50% ഓഫ് സച്ച് ഇൻകത്തിന് എടുക്കാൻ പറ്റും. ഡ്യൂറിംഗ് ദ പ്രീവിയസ് ഇയർ 22-23 മിസ്റ്റർ എക്സ് റിസീവ് 65,000, 45,000 pertaining to the previous year 21-22 ആണ്. As interest on delayed compensation, such interest after allowing standard deduction shall be considered as an income of the previous year. Irrespective of the previous year to which such interest will pertain. Thus 32,500, അതായത് 65,000 32,500 being standard deduction at 50% shall be considered as income of the previous year. അല്ലേ, 65,000 ആണ് നമുക്ക് റിസീവ് ചെയ്തത്, അതിൽ നിന്ന് 50% നമ്മുടെ സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ മാറ്റിയിട്ട് ബാലൻസ് ഉള്ളത് നമുക്ക് എന്തായിട്ട് എടുത്താൽ മതി, ഇൻകം ആയിട്ട് എടുത്താൽ മതി എന്നുള്ളത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? 10-10-2022 മിസ്റ്റർ ജി, എ ബാങ്ക് എംപ്ലോയി ആണ്, റിസീവ്ഡ് 5 lakh ടുവേഴ്സ് ഇൻട്രസ്റ്റ് ഓൺ എൻഹാൻസ്ഡ് കോമ്പൻസേഷൻ ആയിട്ട് കിട്ടി ഫ്രം സ്റ്റേറ്റ്. ആരുടെന്നാണ്? സ്റ്റേറ്റ് ഗവൺമെൻറ്റിൽ നിന്ന്. ഇൻ റെസ്പെക്ട് ഓഫ് കമ്പൽസറി അക്വിസിഷൻ ഓഫ് ഹിസ് ലാൻഡ് അഫക്റ്റിംഗ് ഡ്യൂറിംഗ് ദ ഫിനാൻഷ്യൽ ഇയർ 14-15. ഔട്ട് ഓഫ് ദിസ് ഇൻട്രസ്റ്റ് 1,50,000 റിലേറ്റ് ടു ദ ഫിനാൻഷ്യൽ ഇയർ 16-17 1,65,000 ടു ദ ഫിനാൻഷ്യൽ ഇയർ 17-18. ഓക്കെ, അങ്ങനെയാണെങ്കിൽ 1,85,000 ഫിനാൻഷ്യൽ ഇയർ 18-19. ഹി ഇൻകേർഡ് 50,000 ബൈ വേ ഓഫ് ലീഗൽ എക്സ്പെൻസ് to receive the interest on such enhanced compensation. How much of interest on enhanced compensation would be chargeable to tax for assessment year 23-24? എത്രയാണ് ഇത് ടാക്സബിൾ ആവുന്നതെന്നാണ് ചോദിക്കുന്നത്. ഷോർട്ടായിട്ട് പറഞ്ഞാൽ എന്താണ്? അതായത് ഗോവിന്ദൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ റിസീവ്ഡ് 5 lakh rupees ഇൻട്രസ്റ്റ് ഓൺ എൻഹാൻസ് കോമ്പൻസേഷൻ്റെ ഇൻട്രസ്റ്റ് ആയിട്ടാണ് റിസീവ് ചെയ്തിരിക്കുന്നത്. അതിൽ ഏതൊക്കെ വർഷമാണെന്നുള്ളതാണ്, ഏതൊക്കെ വർഷത്തേക്കുള്ളതാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അല്ലേ, എന്താണ്? 1,50,000 എന്നുള്ളത് 16-17, 17-18 1,65,000, 18 1,85,000 തോന്നും. അപ്പോൾ അത് റിസീവ് ചെയ്തിരിക്കുന്ന വർഷം ഇതാണ്, എല്ലാം കൂടി ചേർത്ത് റിസീവ് ചെയ്തിരിക്കുന്നത് നമ്മുടെ വർഷത്താണ്. അപ്പോൾ ആ വർഷമാണ് നമുക്ക് ഇമ്പോർട്ടൻ്റ് അല്ലേ, ഇപ്പം കിട്ടി എന്നുള്ളതാണ് ഇമ്പോർട്ടൻ്റ്. ഏത് വർഷത്തേക്കാണെന്നുള്ളത് ഇമ്പോർട്ടൻ്റ് അല്ല, നമുക്ക് എപ്പോൾ കിട്ടിയോ ആ വർഷമാണ് അതിൻ്റെ ടാക്സബിൾ. അപ്പോൾ 5 lakh ഈ വർഷമാണ് കിട്ടിയത്, അപ്പോൾ ഈ വർഷമാണ് അത് ടാക്സ് ചെയ്യേണ്ടത്. ആ 5 lakh ടാക്സ് ചെയ്യണതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ എന്ത് ചെയ്യണം? 50% സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ എടുക്കണം. അപ്പോൾ 5 lakhൻ്റെ 50% എന്ന് പറഞ്ഞാൽ 2,50,000. അപ്പോൾ ബാലൻസ് എത്രയാണ്? ബാലൻസ് 2,50,000 ആണ് ടാക്സബിൾ ആയിട്ട് വരുന്നത്. ഓക്കെ, അതപ്പോൾ എങ്ങനെ പ്രസൻറ്റ് ചെയ്യാന്നുള്ളത് നിങ്ങൾ ഇതിൽ നോക്കാം. ഓക്കെ, പ്രസൻറ്റ് ചെയ്യണ രീതി ഒന്ന് നോക്കുക. ഇങ്ങനെ തന്നെ പ്രസൻറ്റ് ചെയ്യണം, അതിലൊരു മടിയും കാണിക്കരുത്. 1-2 പ്രാവശ്യം ഒന്ന് വായിച്ചു നോക്കി കിട്ടാവുന്നേ ഉള്ളൂ. ഇനി എന്താണ്? എംപ്ലോയീസ് കോൺട്രിബ്യൂഷൻ ടുവേഴ്സ് സ്റ്റാഫ് വെൽഫെയർ ഫണ്ട് ഓർ സ്കീം. അതായത് ആൻ എമൗണ്ട് റിസീവ്ഡ് ഓർ ഡിഡക്റ്റഡ് ബൈ ആൻ എംപ്ലോയർ ഫ്രം എംപ്ലോയി ടുവേർഡ്സ് എനി പ്രൊവിഡൻറ്റ് ഫണ്ട്, സൂപ്പറാനുവേഷൻ ഫണ്ട്, ഫണ്ട് സെറ്റപ്പ് അണ്ടർ ദ പ്രൊവിഷൻ ഓഫ് എംപ്ലോയി സ്റ്റേറ്റ് ഇൻഷുറൻസ് ആക്ട്, അതർ ഫണ്ട് സെറ്റപ്പ് ഫോർ ദ വെൽഫെയർ ഓഫ് സച്ച് എംപ്ലോയി ഷാൽ ബി ട്രീറ്റഡ് ആസ് ഇൻകം ഓഫ് ദ എംപ്ലോയർ അണ്ടർ ദിസ് ഹെഡ് ഇഫ് നോട്ട് ടാക്സബിൾ. അതായത് ചുരുക്കി പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഈ ബോക്സിൽ ടാക്സ് പോയിന്റ് എന്താണെന്ന് നോക്കി. ഇഫ് എംപ്ലോയീസ് കോൺട്രിബ്യൂഷൻ ടേക്കൺ ആൻഡ് ഡെപ്പോസിറ്റഡ് വിത്തിൻ ടൈം, നോ ട്രീറ്റ്മെൻറ്റ്. ഇഫ് എംപ്ലോയീസ് കോൺട്രിബ്യൂഷൻ ടേക്കൺ ആൻഡ് നോട്ട് ഡെപ്പോസിറ്റഡ് വിത്തിൻ ടൈം ടാക്സബിൾ ആസ് ഇൻകം ഫ്രം അതർ സോഴ്സസ് ഇഫ് നോട്ട് ടാക്സബിൾ ആസ് ബിസിനസ് ഇൻകം. ഓക്കെ, അതായത് നമ്മളിപ്പോൾ പ്രൊവിഡൻറ്റ് ഫണ്ട്, സൂപ്പറാനുവേഷൻ ഫണ്ട് അങ്ങനെയൊക്കെ ഉണ്ടാവില്ലേ, അതിൽ നമ്മൾ എന്ത് ചെയ്യും? നമ്മുടെ സാലറി കട്ട് ചെയ്യും അല്ലേ. നമ്മുടെ സാലറി കട്ട് ചെയ്തിട്ട് ആ എംപ്ലോയർ അതിൻ്റെ പേഴ്സണും കൂടി ചേർത്താണ് നമുക്ക് എന്ത് ചെയ്യണം? അതിലേക്ക് അടയ്ക്കണത്. ഇപ്പോൾ അടയ്ക്കാൻ നേരത്തേക്കും നമ്മുടെ സാലറി കട്ട് ചെയ്തു എന്നാൽ എന്ത് ചെയ്തു? അത് ഗവൺമെൻറ്റിലേക്ക് അടച്ചില്ല. അങ്ങനെ ഗവൺമെൻറ്റിലേക്ക് അടയ്ക്കാത്ത കേസ് അപ്പോൾ നമുക്ക് എന്ത് ചെയ്യും? ഓരോ മാസം അത് അടക്കണമെന്നാണ്. ഇപ്പോൾ അറ്റ്ലീസ്റ്റ് നമ്മൾ എന്ത് ചെയ്യും? ആ ഫിനാൻഷ്യൽ ഇയർ തീർന്നതിന് മുന്നെങ്കിലും അടച്ചിരിക്കണം അല്ലേ. അങ്ങനെ അടച്ചില്ല എന്നുണ്ടെങ്കിൽ അതെന്ത് ചെയ്യും? അതങ്ങനെ ഡെപ്പോസിറ്റ് ചെയ്യുകയാണെങ്കിൽ വേറെ ഒന്നും ചെയ്യേണ്ട കാര്യമില്ല. അടയ്ക്കുകയാണെങ്കിൽ അതിൽ വേറെ പ്രത്യേകിച്ച് ഒന്നും, കറക്റ്റ് ടൈമിൽ കൊണ്ടുവന്ന് അടയ്ക്കുകയാണെങ്കിൽ അതിൽ പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല, അതങ്ങനെ അടച്ചു, അത്രയേ ഉള്ളൂ, തീർന്നു. പക്ഷെ അടച്ചില്ല എന്നുണ്ടെങ്കിൽ അതെന്ത് ചെയ്യും? അതിവിടെ എന്താണ്? എംപ്ലോയീസിൻ്റെ കോൺട്രിബ്യൂഷൻ ടേക്കൺ ആൻഡ് നോട്ട് ഡെപ്പോസിറ്റഡ് വിത്തിൻ ടൈമിൽ എംപ്ലോയീസിൻ്റെ കോൺട്രിബ്യൂഷൻ എടുത്തു, പക്ഷേ അത് ഡെപ്പോസിറ്റ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യും? ഇൻകം ഫ്രം അതർ സോഴ്സസിലാണ് ടാക്സബിൾ ആവുന്നത്. ഇഫ് നോട്ട് ടാക്സബിൾ ആസ് ബിസിനസ് ഇൻകം. ഓക്കെ, നമ്മൾ അറിയാലോ ഇതൊക്കെ എംപ്ലോയീസിന് കൊടുക്കണതൊക്കെ ബെനിഫിറ്റൊക്കെ നമ്മുടെ സാലറിയിൽ നിന്ന് ഡിഡക്റ്റ് ചെയ്യുക. അത്രയും തന്നെ നമ്മൾ എന്ത് ചെയ്യും? എംപ്ലോയറും കൊടുക്കും. പക്ഷേ ആ എംപ്ലോയറിന് ഡിഡക്റ്റ് ചെയ്തു, പക്ഷേ അത് കൊടുത്തില്ല, അതായത് ഡെപ്പോസിറ്റ് ചെയ്തില്ല എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ അതെന്ത് ചെയ്യും? ഇതിൽ അത് ടാക്സബിൾ ആയിട്ട് പോകും. ഇനി അടുത്ത ഇമ്പോർട്ടൻ്റ് ആയിട്ടാണ് ഡിവിഡൻറ്റ്. ഓക്കെ,
എന്താണ് ഡിവിഡൻഡ് ഈസ് ഇൻ ജനറൽ മീൻസ് ദ എമൗണ്ട് റിസീവ്ഡ് ബൈ ഷെയർ ഹോൾഡർ വെദർ ഇൻ ക്യാഷ് ഓർ കൈൻഡ് ഇൻ പ്രപ്പോർഷണൽ ടു ഹിസ് ഷെയർ ഹോൾഡിംഗ് ഇൻ എ കമ്പനി whether out of past or present income or taxable or exempted income or revenue or capital income. However, the Income Tax Act gives an inclusive definition of dividend. അത് കിട്ടണം. എന്താണ് ഡിവിഡൻഡ് റിസീവ്ഡ് ഫ്രം ഡൊമസ്റ്റിക് കമ്പനി ഈസ് ടാക്സബിൾ ആണ്. ഓക്കെ, ഇൻ ദ ഹാൻഡ് ഓഫ് ഡിവിഡൻഡ് റിസീവ് ചെയ്യുന്ന ഡൊമസ്റ്റിക് കമ്പനി ഈസ് ടാക്സബിൾ ഇൻ ദ ഹാൻഡ് ഓഫ് ഷെയർ ഹോൾഡേഴ്സ് അണ്ടർ ദ ഹെഡ് ഇൻകം ഫ്രം അതർ സോഴ്സ്. ഡിവിഡൻഡ് റിസീവ്ഡ് ഫ്രം ഫോറിൻ കമ്പനി ഈസ് ടാക്സ് ഇൻ ദ ഹാൻഡ്സ് ഓഫ് ഷെയർ ഹോൾഡർ അണ്ടർ ദ ഹെഡ് ഇൻകം ഫ്രം അതർ സോഴ്സസ്. ഇനി എന്താ ഡീംഡ് ഡിവിഡൻഡ് എന്ന് പറഞ്ഞ സെക്ഷൻ ഉണ്ട്. ആ ഡീംഡ് ഡിവിഡൻഡ് 222 ഫ്രം ദ ഫോളോയിങ് ആർ ഇൻക്ലൂഡഡ് ഇൻ ദ ഡെഫിനിഷൻ ഓഫ് ഡിവിഡൻഡ് ടു എക്സ്റ്റെൻഡ് ഓഫ് അക്യൂമുലേറ്റഡ് പ്രോഫിറ്റ് ഓഫ് ദ കമ്പനി. എന്തൊക്കെയാണ് അതിൽ പറഞ്ഞത്? ഡീംഡ് ഡിവിഡൻഡിൽ പറഞ്ഞാൽ എനി ഡിസ്ട്രിബ്യൂഷൻ എൻറ്റൈലിംഗ് ദ റിലീസ് ഓഫ് കമ്പനീസ് അസറ്റ്, കമ്പനിയുടെ അസറ്റ് എന്തെങ്കിലും അങ്ങനെ ഒന്ന് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഫെയർ മാർക്കറ്റ് വാല്യൂ ആണ് ഡിവിഡൻഡ് വാല്യൂ ആയിട്ട് കണക്കാക്കുന്നത്. എനി ഡിസ്ട്രിബ്യൂഷൻ നോട്ട് എൻറ്റൈലിംഗ് ദ റിലീസ് ഓഫ് കമ്പനീസ് അസറ്റ്, കമ്പനിയുടെ അസറ്റ് റിലീസ് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ അങ്ങനെ കൊടുക്കുന്നില്ല എന്നുണ്ടെങ്കിൽ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എന്താണ് എനി ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഡിബഞ്ചർ സ്റ്റോക്ക്, ഡെപ്പോസിറ്റ് സർട്ടിഫിക്കറ്റ് ആൻഡ് ബോണസ് ഷെയർ ടു പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സ്. ബോണസ് ഷെയർസ് ഇഷ്യൂ ടു ഇക്വിറ്റി ഷെയർ ഹോൾഡർ ഈസ് നോട്ട് ഡിവിഡൻഡ്. ബോണസ് ഷെയർ ഇഷ്യൂ ടു ഇക്വിറ്റി ഷെയർ ഹോൾഡർ ആണെങ്കിൽ ഈസ് നോട്ട് ഡിവിഡൻഡ്. ഓക്കെ, ഇനി എന്താണ് അപ്പോൾ എനി ഡിസ്ട്രിബ്യൂഷൻ എൻറ്റെയിലിംഗ് ദ റിലീസ് ഓഫ് കമ്പനീസ് അസറ്റ്, എനി ഡിസ്ട്രിബ്യൂഷൻ നോട്ട് എൻറ്റെയിലിംഗ് ദ റിലീസ് ഓഫ് കമ്പനീസ് അസറ്റ്. പിന്നെ മൂന്നാമത്തെ എന്താണ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് അസറ്റ്സ് ഓൺ ലിക്വിഡേഷൻ ഓഫ് കമ്പനി. കമ്പനിയുടെ ലിക്വിഡേഷൻ്റെ സമയത്തുള്ള അസറ്റ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിലും ഫെയർ മാർക്കറ്റ് വാല്യൂ തന്നെയാണ് ഇതിൻ്റേതായിട്ട് നോക്കുന്നത്. പിന്നെ എന്താ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് റിഡക്ഷൻ ഓഫ് ക്യാപിറ്റൽ, ഡിസ്ട്രിബ്യൂഷൻ ഓഫ് റിഡക്ഷൻ ഓഫ് ക്യാപിറ്റൽ അതും ഫെയർ മാർക്കറ്റ് വാല്യൂ തന്നെയാണ് നോക്കുന്നത്. പിന്നെ അടുത്ത പോയിന്റാണ് ഇമ്പോർട്ടൻറ്റ്, ലോൺ ആൻഡ് അഡ്വാൻസസ് ബൈ ക്ലോസ്ലി ഹെൽഡ് കമ്പനി. ഓക്കെ, എനി പേയ്മെൻറ്റ് ബൈ വേ ലോൺ ഓർ അഡ്വാൻസസ് ബൈ ക്ലോസ്ലി ഹെൽഡ് കമ്പനി ടു എ ഷെയർ ഹോൾഡർ ഹോൾഡിംഗ് സബ്സ്റ്റാൻഷ്യൽ ഇൻട്രസ്റ്റ് പ്രൊവൈഡഡ് ദ ലോൺ ഷുഡ് നോട്ട് ഹാവ് ബീൻ മെയ്ഡ് ഇൻ ഓർഡിനറി എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവില്ല. ഇതിൽ കൊടുത്തിരിക്കുന്നത് വെച്ച് നോക്കാം. ക്ലോസ്ലി ഹെൽഡ് കമ്പനി, ഓക്കെ, ക്ലോസ്ലി ഹെൽഡ് കമ്പനി ഉണ്ട്. അതിൽ ലോൺ ഓർ അഡ്വാൻസ്, ലോണ് അഡ്വാൻസ് എന്താണ് വാങ്ങുവാണ്. ഷെയർ ഹോൾഡർ അതിന് ലോൺ എടുത്ത് ലോണ് എന്തെങ്കിലും എടുക്കാൻ 10% മോർ ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് ഉണ്ട്, ഷെയർസ് ഉണ്ട്. അവർ എന്ത് ചെയ്യുവാണ്? ലോണ് അഡ്വാൻസ് വാങ്ങുവാണ്, ഡയറക്റ്റായിട്ട് വാങ്ങുവാണെന്നാണ് അർത്ഥം. ഇനി അടുത്തത് ഒരെണ്ണമുണ്ട്, അതായത് നമുക്കൊരു സബ്സ്റ്റാൻഷ്യൽ ഇൻട്രസ്റ്റ് ഉള്ള ഒരു കമ്പനിയുണ്ട്. സബ്സ്റ്റാൻഷ്യൽ ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞാൽ 20% ഓർ മോർ ഷെയർ ഹോൾഡിംഗ് അല്ലെങ്കിൽ പ്രോഫിറ്റ് ഷെയറിങ് ഒക്കെയുള്ള ഒരു കൺസേൺ ഉണ്ട്. ആ കൺസേണിന് വേണ്ടിയിട്ട് ഒരു ലോണോ അഡ്വാൻസോ എടുക്കുവാണ്. ഓക്കെ, അതല്ലാന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു പേഴ്സൺ ആ പേഴ്സൻ്റെ ബെനിഫിറ്റിന് ഫോർ ദ ബെനിഫിറ്റ് അല്ലെങ്കിൽ ആ പേഴ്സന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ആ പേഴ്സൻ്റെ ബെനിഫിറ്റിന് വേണ്ടിയിട്ട് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ ഒരു ഫ്രണ്ട് അങ്ങനെ എന്തെങ്കിലും ആയിരിക്കുള്ളൂ, അതിന് വേണ്ടിയിട്ട് ലോണോ അഡ്വാൻസ് എന്തെങ്കിലും എടുക്കുവാണ്. അങ്ങനെയുള്ള 3 കേസ് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. അത് എടുക്കുന്നത് നമുക്ക് ബെനിഫിറ്റ് ആണോ വിധത്തിൽ തന്നെയല്ലേ? അല്ലേ, നമ്മൾ ഇപ്പോൾ ലോൺ അഡ്വാൻസ് എടുത്തു കഴിഞ്ഞാൽ നമ്മൾ ടാക്സ് പേ ചെയ്യണം എന്ന് വിചാരിച്ച് നമ്മൾ പല പേരിലാണ് എടുക്കണേന്നുള്ള പോലെയാണ് ഇൻകം ടാക്സ് കണക്കാക്കുള്ളൂ. അതായത് ഒന്ന് ഞാൻ ഡയറക്റ്റായിട്ട് ലോണും അഡ്വാൻസ് ഒക്കെ എടുത്തു, അത് ഓക്കെ, അത് നമുക്കിനി അതൊന്നും പറയാനില്ല, അത് അങ്ങനെയാണ്. പിന്നെ ഞാൻ പറയുകയാണ്, എനിക്ക് സബ്സ്റ്റാൻഷ്യൽ ഇൻട്രസ്റ്റ് ഉള്ള ഒരു കമ്പനിയുണ്ട്, ഒരു കൺസേൺ വേണ്ട, അതിന് വേണ്ടിയിട്ട് ലോൺ അഡ്വാൻസ് എടുക്കുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? അതായത് അവിടെ ഞാൻ തന്നെയാണ്, എനിക്ക് അവിടെ നല്ല പവർ ഉണ്ടല്ലോ, അപ്പോൾ അതെന്താണ്, എനിക്ക് വേണ്ടിയിട്ട് ഞാൻ വേറൊരു പേരിൽ എടുക്കണ പോലെയായിട്ട് ഇൻകം ടാക്സ് എടുക്കുകയുള്ളൂ. അതേപോലെ തന്നെ എൻ്റെ ഫ്രണ്ടോ വേറൊരാൾക്ക് വേണ്ടിയിട്ട്, അയാൾക്ക് വേണ്ടിയിട്ട് ഞാനാണത് എടുക്കണമെന്നുണ്ടെങ്കിൽ അതെന്താണ്, ചിലപ്പോൾ അവൻ്റെ പേരും പറഞ്ഞിട്ട് ഞാൻ എടുക്കണ പരിപാടിയില്ലേ, അതായിട്ട് തന്നെ എന്ത് ചെയ്യുള്ളൂ, ഇൻകം ടാക്സ് കണക്കാക്കുള്ളൂ എന്ന് അർത്ഥം. ഓക്കെ, അത് തിയറി ക്വസ്റ്റ്യൻ ആയിട്ടൊക്കെ ഒന്ന് നോക്കാട്ടോ. അത് ജസ്റ്റ് എന്താണെന്നുള്ളത് നോക്കിപ്പോയോ, അതെ ആ പോയിന്റ് മാത്രം. ഇനി എന്താണ്, രാഹുൽ എ റെസിഡൻറ്റ് ഇന്ത്യൻ ആണ്, ഹോൾഡിംഗ് 28% ഇക്വിറ്റി ഷെയർ ഇൻ എ കമ്പനി, ടുക്ക് എ ലോൺ ഓഫ് 5 lakh ഫ്രം ദ സെയിം കമ്പനി. ഇക്വിറ്റി ഷെയർ ഉള്ള കമ്പനിയിൽ നിന്ന്, ഹോൾഡിംഗ് കമ്പനിയിൽ നിന്ന് 5 lakh ഫ്രം സെയിം കമ്പനിയിൽ ലോൺ എടുക്കാനായിട്ട് ഇരിക്കുകയാണ്. ഓൺ ദ ഡേറ്റ് ഓഫ് ഗ്രാൻഡിങ് ദ ലോൺ ദ കമ്പനി ഹാഡ് അക്യൂമുലേറ്റഡ് പ്രോഫിറ്റ് 4 lakh വന്നു. കമ്പനി ഈസ് എൻഗേജ്ഡ് ഇൻ സം മാനുഫാക്ചറിങ് ആക്ടിവിറ്റി. ഈസ് ദ എമൗണ്ട് ഓഫ് ലോൺ ടാക്സബിൾ ആസ് ഡീംഡ് ഡിവിഡൻഡ് ഇഫ് ദ കമ്പനി ഈസ് എ കമ്പനി ഇൻ വിച്ച് പബ്ലിക് ആർ സബ്സ്റ്റാൻഷ്യലി ഇൻട്രസ്റ്റഡ്. വാട്ട് വുഡ് ബി യുവർ ആൻസർ ഇഫ് ദ ലെൻഡിംഗ് കമ്പനി ഈസ് എ പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി ദാറ്റ് ഈസ് വിച്ച് ഈസ് നോട്ട് എ കമ്പനി ഇൻ വിച്ച് എ പബ്ലിക് ആർ സബ്സ്റ്റാൻഷ്യലി ഇൻട്രസ്റ്റഡ് എന്ന് വരാൻ നേരത്ത്
രണ്ട് കേസാണ് ഇതിൽ പറയണത് അല്ലേ. ആ രണ്ട് കേസിലും എങ്ങനെയാണെന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. എന്താണ് എങ്ങനെ എഴുതേണ്ട ഇതിൻ്റെ ആൻസർ? എനി പേയ്മെൻറ്റ് ബൈ എ കമ്പനി അതർ ദാൻ എ കമ്പനി ഇൻ വിച്ച് പബ്ലിക് ആ സബ്സ്റ്റാൻഷ്യൽ ഇൻട്രസ്റ്റ് of any sum by way of advance or loan to equity shareholders, being a person who is the beneficial owner of shares holding not less than 10% of the voting power is deemed as dividend under section 222E to the extent the company possession accumulated profit. Okay, and the answer in the provision of section 222E however will not apply whether the loan is given by company in which public has substantially interest. In such a case the loan would not be taxable is deemed dividend. അടുത്ത കേസ് എന്താ? however if the loan is taken from a private company which is not a company where lending the money is substantial part of the business of the company, the provision of section 222E would attract. Okay, in this case, since the company is a manufacturing company and not a lending company and Rahul hold more than 10% of equity share of the company, provision of section 222E would be attracted. Amount chargeable as deemed dividend cannot however exceed the accumulated profit held by the company on the date of giving loan. Therefore the amount taxable as deemed dividend would be limited to accumulated profit 4 lakh and not the amount of loan which is 5 lakh. ഇനി ടൈപ്പ് ഓഫ് ഡിവിഡൻഡ് ഉണ്ട്. ഏതൊക്കെയാണ്? ഇൻറ്ററിം ഡിവിഡൻഡ്, ഫൈനൽ ഡിവിഡൻഡ്, ഡീം ഡിവിഡൻഡ്. ഇൻറ്ററിം ഡിവിഡൻഡ് ആണെങ്കിൽ ടാക്സബിൾ ഇൻ ദ ഇയർ ഇൻ വിച്ച് ഇറ്റ് ഈസ് റിസീവ്ഡ്. ഓക്കെ, ഫൈനൽ ഡിവിഡൻഡ് ആണെങ്കിലോ ടാക്സബിൾ ഇൻ ദ ഇയർ ഇൻ വിച്ച് ഇറ്റ് ഈസ് ഡിക്ലെയർഡ് ആസ് AGM. ഡീം ഡിവിഡൻഡ് ആണെങ്കിൽ ടാക്സബിൾ ഇൻ ദ ഇയർ ഇൻ വിച്ച് ഇറ്റ് ഈസ് ഡിസ്ട്രിബ്യൂട്ടഡ് ഓർ പെയ്ഡ്. ഓക്കെ, ഇനി ആ ഡിവിഡൻറ്റിൻ്റെ TDS നമ്മൾ ആ TDS 194 എന്നുള്ളതിൽ പഠിച്ചത് തന്നെയാണ്. ഞാൻ അങ്ങനെ തന്നെ ഒന്ന് കോപ്പി പേസ്റ്റ് ചെയ്തു എന്നുള്ളൂ, നിങ്ങൾക്കത് ഓർമ്മ കിട്ടാൻ വേണ്ടിയിട്ട്. ഓക്കെ, അതുകൊണ്ട് ഞാനത് എക്സ്പ്ലെയിൻ ചെയ്യണില്ല. റേറ്റ് ഓഫ് TDS എന്ന് വെച്ചാൽ 10% ആണ്. ഇനി XY ലിമിറ്റഡ് എന്താണ്? ഡൊമസ്റ്റിക് കമ്പനി ഡിക്ലെയർഡ് ഡിവിഡൻഡ് ഓഫ് 150 lakh for the financial year 22-23 and distributed the same. Mr. A holding 10% share in XYZ Limited receiving net dividend 13.5 lakh in July 2022. Mr. B holding 5% share in XYZ Limited receiving net dividend 6.75 lakh in July 2022. Discuss the tax liability in the hand of Mr. A and Mr. B, assuming that Mr. A and Mr. B have not received a dividend from any other domestic company during the year. Okay, അപ്പോൾ നമുക്കറിയാം എന്താണത്. 13.5 എന്ന് പറഞ്ഞിട്ട് എത്രയാണ്? 90 6.7 എന്ന് പറഞ്ഞാലും എത്രയാണ്? 90 അല്ലേ? രണ്ടും 10% വെച്ചിട്ടാണ് പറഞ്ഞത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മളത് എങ്ങനെ എഴുതും? അതിൽ 100% കണ്ടുപിടിക്കണം. അങ്ങനെയാണെങ്കിൽ എങ്ങനെ എഴുതും? ഇൻ ബോത്ത് കേസസ് ഡിവിഡൻഡ് റിസീവ്ഡ് ഫ്രം ഷെയർ ഓഫ് ഇന്ത്യൻ കമ്പനി ഷാൽ ബി ചാർജബിൾ ടു ടാക്സ് ഇൻ ദി ഹാൻഡ് ഓഫ് ഷെയർ ഹോൾഡേഴ്സ്. ഗ്രോസ് ഡിവിഡൻഡ് വിൽ ബി ടാക്സബിൾ ഇൻ ദ ഹാൻഡ് ഓഫ് ഷെയർ ഹോൾഡേഴ്സ്. ഡിവിഡൻഡ് ചാർജബിൾ ടു ടാക്സ് ഇൻ ദ ഹാൻഡ് ഓഫ് മിസ്റ്റർ എ എന്ന് പറഞ്ഞിട്ട് 13,50,000 എന്നുള്ളത് 90 ആണ്. 100 കാണുമ്പോൾ 15 lakh ആണ്. ഡിവിഡൻഡ് ചാർജബിൾ ടു ടാക്സ് ഇൻ ദ ഹാൻഡ് ഓഫ് മിസ്റ്റർ ബി എന്ന് പറഞ്ഞാൽ 6,75,000 ആണ്. 90 ആണ്. 100 പോകുമ്പോൾ 7,50,000 വരും. ഇനി അടുത്തത് മിസ്റ്റർ എക്സ് എ റെസിഡൻറ്റ് ഇൻഡിവിജ്വൽ ഏജ്ഡ് 45 years ഗിവ് ദ ഫോളോയിങ് ഇൻഫർമേഷൻ പെർട്ടൈനിങ് ടു അസസ്മെൻറ്റ് ഇയർ 23-24. ഓക്കെ, എന്താണ്? ബിസിനസ് ഇൻകം 15 lakh ആണ്. ഡിവിഡൻഡ് ഫ്രം ഷെയർ ഓഫ് ഇന്ത്യൻ കമ്പനി 9 lakh ആണ്. ഇൻട്രസ്റ്റ് എക്സ്പെൻസ് ഇൻകേർഡ് ഓൺ മേക്കിംഗ് ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻ ഷെയർസ് 2,50,000. ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിൻ ഓൺ ഷെയർ സെയിൽ ഓഫ് ബിൽഡിംഗ് 18,60,000. ഡിറ്റർമിൻ ദ എമൗണ്ട് ഓഫ് ടോട്ടൽ ഇൻകം ആൻഡ് ടാക്സ് ലൈബിലിറ്റി ഫ്രം അസസ്മെൻറ്റ് ഇയർ 23-24. ഇതിൽ നിങ്ങൾ വേറെ ഇതൊന്നും കണ്ടാൽ നിങ്ങൾ പേടിക്കേണ്ട. നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ആ ഒരു ഹെഡിൽ ഇത് വന്നാൽ എങ്ങനെ ചെയ്യും, നമ്മുടെ അതർ സോഴ്സസ് ഇൻകം വന്നാൽ എങ്ങനെ ചെയ്യുന്നു മാത്രം നമ്മൾ നോക്കിയാൽ മതി. ബാക്കി അവിടെ ഇരിക്കട്ടെ. ഓക്കെ, നമ്മൾ നോക്കണ്ട. അപ്പോൾ അതിലെന്താ? ബിസിനസ് ഇൻകം എന്ന് പറഞ്ഞ് 15 lakh കൊടുത്തിട്ടുണ്ട്. ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിൻ എന്ന് പറഞ്ഞിട്ട് എത്ര കൊടുത്തിരിക്കണേ? 18 lakh അല്ലേ? 18,60,000 കൊടുത്തിട്ടുണ്ട്. പിന്നെ എന്തൊക്കെയാണ്? ഇൻകം ഫ്രം അതർ സോഴ്സസ് കൊടുത്തിട്ടുണ്ട്. അതിലെന്താണ്? ഡിവിഡൻഡ് ഫ്രം ഷെയർ ഓഫ് ഇന്ത്യൻ കമ്പനി എത്രയാണ്? 9 lakh ആണ്. 9 lakh എന്നുള്ളത് എത്രയാണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്? ഡിവിഡൻഡ് എങ്ങനെയാണ്? 9 lakh ആണ്. ഡിവിഡൻറ്റിന് 10% ആണ്. അതപ്പോൾ എന്താണ്? 9 lakhന് ഡിവൈഡഡ് ബൈ 90 അപ്പോൾ 100 വരുമ്പോൾ 10 lakh വരും. അതിൽ നിന്ന് എന്ത് ചെയ്യണമെന്ന് പറഞ്ഞേക്കണേ? ഇൻട്രസ്റ്റ് എക്സ്പെൻസ് എന്ന് പറഞ്ഞാൽ 2 lakh ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അത് മൈനസ് ചെയ്യാൻ നേരത്തേക്ക് ബാലൻസ് പറഞ്ഞാൽ എത്രയാണ്? 8 lakh വരും. ഓക്കെ, അതായത് എങ്ങനെ നോക്കേണ്ടത്? അത് 2,50,000 അതായത് 10 lakhൻ്റെ 20% എടുക്കാൻ നേരത്തെ എത്ര വരും? 10 lakhൻ്റെ 20% എത്ര വരും? 2 lakh വരും. ഓക്കെ, അപ്പോൾ അതാണ് എടുത്തിരിക്കുന്നത്. പിന്നെ എന്താണ്? ടോട്ടൽ ഇൻകം എന്നുള്ളത് 41 ആണ്. ഓക്കെ,
അപ്പോൾ എല്ലാം കൂടി കൂട്ടുമ്പോൾ ടോട്ടൽ ഇൻകം ആയി. അതിൻ്റെ ക്യാപിറ്റൽ ഗെയിൻ ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിന് വേറെ മാതിരി അല്ലേ നമ്മൾ പഠിക്കാം. പിന്നെ എന്താ ബാലൻസ് എമൗണ്ട് കാണുക, അതിൻ്റെ ടാക്സ് കണ്ടിരിക്കുന്ന വിധമാണ്. നമുക്ക് ആ ഡിവിഡൻറ്റിൻ്റെ കേസ് അറിയാൻ വേണ്ടി മാത്രമാണ് ഞാൻ നോക്കിയത്. നമുക്ക് ബാലൻസ് ഉള്ളത് ഓക്കെ. പിന്നെ എന്ത് ചെയ്യും, അതിൻ്റെ TDS എന്ത് ചെയ്യും, ഇവിടെ TDS എന്ന് പറഞ്ഞിട്ട് അത് മൈനസ് ചെയ്ത് കാണിക്കും, ആ ടാക്സിൽ നിന്ന് മൈനസ് ചെയ്ത് കാണിക്കും. അടുത്ത എന്താ, ഡിസ്കസ് ദ ടാക്സബിലിറ്റി ഓർ അതർവൈസ് ഇൻ ദ ഹാൻഡ് ഓഫ് ദ റെസിപ്പിയൻറ്റ് ആസ് പെർ ദ പ്രൊവിഷൻ ഓഫ് ദ ഇൻകം ടാക്സ് ആക്ട്. ABC പ്രൈവറ്റ് ലിമിറ്റഡ് ഈ ക്ലോസ്ലി ഹെൽഡ് കമ്പനിയാണ്. ഇഷ്യൂഡ് 10,000 ഷെയർസ് അറ്റ് 130 പെർ ഷെയർ. ഓക്കെ, 10,000 ഷെയർ ഇഷ്യൂ ചെയ്തു. എത്രയാണ്, 130 പെർ ഷെയറിന് വെച്ചിട്ട്. ഫേസ് വാല്യൂ ഓഫ് ഷെയർ എത്രയാണ്, 100 പെർ ഷെയർ ആണ്. ഫെയർ മാർക്കറ്റ് വാല്യൂ എന്ന് പറഞ്ഞാൽ എത്രയാണ്, 120 ആണ്. ഫേസ് വാല്യൂ 100 ആണ്, അതിൽ 130 വെച്ചിട്ടാണ് ഇഷ്യൂ ചെയ്തത്. അത് ഓക്കെ. ഫെയർ മാർക്കറ്റ് വാല്യൂ എന്ന് വെച്ചാൽ 120 ആണ്. അപ്പോൾ എത്ര വെച്ചിട്ട് ഇഷ്യൂ ചെയ്തു, 130 വെച്ചിട്ട് ഇഷ്യൂ ചെയ്തു എന്നാണ് പറയുന്നത്. അപ്പോൾ ഓരോന്നായിട്ട് നമുക്ക് നോക്കാം എങ്ങനെ വരും അത്. അപ്പോൾ 130 120 തമ്മിലുള്ള ഡിഫറൻസ് നോക്കുക. അപ്പോൾ എത്രയാണ്, ആ ഡിഫറൻസിന് ഇൻറ്റു 10,000 ചെയ്യുമ്പോൾ 1 lakh കിട്ടും. ഷാൽബി ഇതാണ് നമുക്ക് ഇതിൽ ഇൻകം ആയിട്ട് കൊടുക്കാനുള്ളത്. ഓക്കെ, അതിന് നോട്ട് എഴുതുമ്പോൾ ഇങ്ങനെയൊക്കെ എഴുതണേ. ഇനി സെക്കൻഡ് എന്താണ്, മിസ്റ്റർ എ റിസീവ്ഡ് ആൻ അഡ്വാൻസ് 50,000 ഓൺ 1/9/2022 against the sale of his house. However, due to non-payment of installment in time, contract has been cancelled. അത് നമ്മളൊരു പോയിന്റിൽ ഫസ്റ്റ് നോക്കിയായിരുന്നു അല്ലേ. ഫോർഫീറ്റ് ചെയ്യുകയാണ്, അങ്ങനെ ക്യാൻസൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യും, അത് ഇൻകം ഫ്രം അതർ സോഴ്സസിലാണ് അത് ടാക്സ് ആയിട്ട് എടുക്കേണ്ടത്. അതെങ്ങനെ എഴുതുമെന്ന് നമുക്ക് നോക്കാം. എങ്ങനെയാണ്, if any sum is received as advance in the course of negotiation for transfer of capital assets and it is forfeited and the negotiation do not result in the transfer of such asset, the forfeited amount is chargeable to tax under the head income from other sources. എഴുതേണ്ട വിധത്തിൽ എഴുതണേ, എന്നാലേ മാർക്ക് കിട്ടുള്ളൂ. നമുക്ക് കാര്യം പറഞ്ഞിട്ട് കാര്യമില്ല. മിസ്റ്റർ എൻ എ മെമ്പർ ഓഫ് ഹിസ് ഫാദേഴ്സ് HUF ട്രാൻസ്ഫർ എ ഹൗസ് പ്രോപ്പർട്ടി ടു HUF വിത്തൗട്ട് കൺസിഡറേഷൻ. വാല്യൂ ഓഫ് ദ ഹൗസ് ഇസ് 10 lakh ആസ് പെർ ദ രജിസ്റ്റർ ഓഫ് സ്റ്റാമ്പ് ഡ്യൂട്ടി. അല്ലേ, നമ്മളത് മുന്നേ ഇതേ സെയിം ഇത് കേട്ടതാണ്, അത് കണ്ടു നോക്കിയതാണ്. എന്താണ് എങ്ങനെ എഴുതേണ്ടത്, എനി പ്രോപ്പർട്ടി റിസീവ്ഡ് വിത്തൗട്ട് കൺസിഡറേഷൻ ബൈ HUF ഫ്രം ഹിസ് റിലേറ്റീവ് ഈസ് നോട്ട് ടാക്സബിൾ. അല്ലേ, ഇനി എന്താ, സിൻസ് എൻ ഈസ് എ മെമ്പർ ഓഫ് ഹിസ് ഫാദേഴ്സ് HUF, he is a relative of the HUF. Therefore, if HUF receive any property, house in case from its member that is N without consideration, then the stamp value of such property will not be chargeable. No tax in the hand of the HUF, since gift received from relative is excluded from the scope of section 56(2)(10). Okay. Mr. Kumar gifted a car to his sister's son for achieving good mark in CA exam. അവിടെ ഏതോ 12th എക്സാം ആയിട്ട് നമ്മൾ നോക്കിയതാണ്. ഇത് ഫെയർ മാർക്കറ്റ് വാല്യൂ ഓഫ് ദ കാർ 5 lakh. കാർ എന്നുള്ളത് നമ്മൾ ഇതിൽ പെടുത്തോ, ഇല്ല, പെടുത്തില്ല. അതുകൊണ്ട് തന്നെ നോട്ട് ഇൻക്ലൂഡഡ് ഇൻ ദ ഡെഫിനിഷൻ ഓഫ് പ്രോപ്പർട്ടി ആസ് പെർ സെക്ഷൻ 56(2)(10). ഇത് ഒന്ന് പഠിച്ചു നോക്കുക സെക്ഷൻ. മിസ്റ്റർ എ ഡീലർ, നിങ്ങൾക്ക് പ്രോബ്ലം വായിക്കാൻ നമുക്കത് വന്നോളും. ഓക്കെ, Mr. A dealer in shares, received the following without consideration during the previous year 22-23 from his friend Mr. B. Okay, cash gift 75,000 on his anniversary. അതൊന്നും പ്രോബ്ലം അല്ല അല്ലേ. നമ്മൾ എന്ത് ചെയ്തും, ക്യാഷ് ഗിഫ്റ്റ് എന്നുള്ളത് അങ്ങനെ തന്നെ എടുക്കും. എന്നിട്ട് അതിന് നോട്ട് കൊടുത്തിട്ടുണ്ട്. എന്താ കൊടുത്തിരിക്കണേ, മോണിറ്ററി ഗിഫ്റ്റ് റിസീവ്ഡ് ഫ്രം ഫ്രണ്ട് ആർ ടാക്സബിൾ ഇഫ് ദ ആഗ്രിഗേറ്റ് വാല്യൂ ഓഫ് സച്ച് ഗിഫ്റ്റ് എക്സീഡ് 50,000. ദെയർഫോർ ഇൻ ദ കേസ് ഓഫ് ക്യാഷ് ഗിഫ്റ്റ് 75,000 ഈസ് ടാക്സബിൾ. ഓക്കെ, ഞാൻ വായിക്കാൻ കാരണം ഇതെങ്ങനെ ഒരു പ്രാവശ്യമെങ്കിലും കേട്ട് നമ്മുടെ മനസ്സിലൊന്ന് പതിയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എക്സാമിന് മാർക്ക് കിട്ടും. അതുകൊണ്ടാണ് വായിച്ചു പോണത്. അല്ലെങ്കിൽ എനിക്ക് ഈ പോയിന്റ് പറഞ്ഞാൽ മതി, ടാക്സബിൾ ആണ്, 50,000 കൂടുതലായി, അപ്പോൾ 75,000 ഫുള്ളായിട്ട് ടാക്സ് വരും എന്നുള്ള ആ ഒരു ഇതിൽ പറഞ്ഞാൽ മതി. വായിക്കുമ്പോൾ അത് നിങ്ങൾക്ക് അത് ബെനിഫിറ്റ് ആവും എന്നുള്ള വിധത്തിലാണ് വായിക്കുന്നത്. ഒന്ന് കേൾക്കുക, നിങ്ങൾ തനിയെ ഒന്ന് വായിക്കുക 2 പ്രാവശ്യം. ഓക്കെ, പിന്നെ എന്താണ്, ബുള്ളിൻ ദ ഫെയർ മാർക്കറ്റ് വാല്യൂ ഓഫ് വിച്ച് 60,000 ഓൺ ഹിസ് ബർത്ത്ഡേ ഒന്നും ഒരു ഒക്കേഷനായിട്ട് എടുക്കണില്ല. എന്താണ്, ബുള്ളിൻ വന്ന് ഫെയർ മാർക്കറ്റ് വാല്യൂ 60,000 ആണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ 60,000 എന്തായിട്ട് വരും, നമുക്ക് ഇതിലേക്ക് ടാക്സ് ചെയ്യേണ്ടതായിട്ട് തന്നെ വരും. ഓക്കെ, അതിന് നോട്ട് ഉണ്ട്. നോട്ട് എന്താ, രണ്ടാമത്തെ എന്താ കൊടുത്തിരിക്കുന്നത്, എനി പ്രോപ്പർട്ടി റിസീവ്ഡ് ബൈ ഹിസ് ഫ്രണ്ട് വിത്തൗട്ട് കൺസിഡറേഷൻ ഈസ് ടാക്സബിൾ ഇഫ് ദ ആഗ്രിഗേറ്റ് ഫെയർ മാർക്കറ്റ് വാല്യൂ ഓഫ് ദ പ്രോപ്പർട്ടി എക്സീഡ് 50,000 എക്സീഡ് 50,000. പിന്നെ ബുള്ളിൻ ഈസ് കവേർഡ് ഇൻ ദ ഡെഫിനിഷൻ ഓഫ് പ്രോപ്പർട്ടി. ദെയർഫോർ ഇൻ കേസ് ബുള്ളിൻ വർത്ത് 60,000 എന്തായിട്ട് വരുള്ളൂ, അത് ടാക്സബിൾ ആയിട്ടേ മാറുള്ളൂ. ഓക്കെ, പിന്നെ എന്താണ്, പിന്നെ പ്ലോട്ട് ഓഫ് ലാൻഡ് അറ്റ് ഫരീദാബാദ്, ദ സ്റ്റാമ്പ് വാല്യൂ 5 lakh ആണ്. ഓൺ ദ ഡേറ്റ് മിസ്റ്റർ ബി ഹാഡ് പർച്ചേസ് ദ ലാൻഡ് April
2019 അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എന്താണ് പ്ലോട്ട് ഓഫ് ലാൻഡ് ഫരീദാബാദ് എന്നുള്ളത് 5 lakh എന്തായിട്ട് എടുക്കുക, ടാക്സബിൾ ആയിട്ട് തന്നെ എടുക്കുക. എന്ത് ചെയ്യണം, ആൻഡ് ഇമൂവബിൾ പ്രോപ്പർട്ടി റിസീവ്ഡ് ബൈ ഫ്രണ്ട് വിത്തൗട്ട് കൺസിഡറേഷൻ ഈസ് ടാക്സബിൾ ഇഫ് ദ സ്റ്റാമ്പ് ഡ്യൂട്ടി വാല്യൂ ഓഫ് സച്ച് പ്രോപ്പർട്ടി എക്സീഡ് 50,000. എക്സീഡ് ചെയ്തു എത്രേനേക്കാളും 50,000-നേക്കാളും. ദെയർഫോർ ഇൻ ദ കേസ് ഓഫ് പ്ലോട്ട് ഓഫ് ലാൻഡ് 5 lakhs ഈസ് ടാക്സബിൾ. ഓക്കെ, നമ്മൾ ആ 50,000 നോക്കിയാൽ മതി, അത്രയേ ഉള്ളൂ കാര്യം. അടുത്തത് മിസ്റ്റർ എ, 4ാമത്തെ പോയിന്റ്. മിസ്റ്റർ എ പർച്ചേസ്ഡ് ഫ്രം ഹിസ് ഫ്രണ്ട് മിസ്റ്റർ സി ഹു ഈസ് ഓൾസോ എ ഡീലർ ഇൻ ഷെയർസ് 1000 shares at 1000 shares of X Limited 400 rupees each on 19 June 2022. The fair market value of which was 600 each on that date. പിന്നെ they sold these shares in the course of business on 23rd June. ഓക്കെ, അപ്പോൾ എന്താണ്, പർച്ചേസ് ചെയ്തു ഫ്രണ്ടിൽ നിന്ന് 1000 shares 400 rupees വെച്ചിട്ട് 19 ജൂൺ 19 എന്നിട്ട് ഫെയർ മാർക്കറ്റ് വാല്യൂ 600 ആണ് ഈച്ച് ഓഫ് ദ ഷെയറിനും. എ സോൾഡ് ദി ഷെയർസ് എന്നാണ് 23 അല്ല 21 വെച്ചു. അതായത് എന്താണ്, ഒരു സ്റ്റോക്ക് ട്രേഡ് കളി മാത്രമേ ഉള്ളൂ അത്. പക്ഷെ ഇവിടെ ടാക്സബിൾ ആണോ? അതിന് നോട്ടൊന്നുമില്ല പ്രത്യേകിച്ച് അല്ലേ. ടോക്കൺ ട്രേഡ് നമുക്ക് എന്തായാലും ടാക്സബിൾ അല്ലല്ലോ, അത്രയേ ഉള്ളൂ. ഇനി അടുത്ത് എന്താ, ഫാദർ ഓൺ 1st November 2022 മിസ്റ്റർ എ ടുക്ക് പൊസഷൻ ഓഫ് പ്രോപ്പർട്ടി. ഓഫീസ് ബിൽഡിംഗ് ആണ് ബുക്ക്ഡ് ബൈ ഹിം 2 years back at 20 lakh. The stamp duty value of the property as on 1st November 2022 was 32 lakh and the date of booking 23 lakh. He paid 1 lakh by account payee check as down payment on the date of booking. On 1st March 2023 he sold the plot of land at Faridabad 7 lakh. ഓക്കെ, അപ്പം നമ്മൾ എന്ത് ചെയ്തു, നമ്മളത് എന്താണ് പ്രോപ്പർട്ടിയിലെടുത്തു, ബുക്ക് ചെയ്ത് 2 years back 20 lakh. സ്റ്റാമ്പ് ഡ്യൂട്ടി വാല്യൂ 32 lakh ആണ്, ബുക്കിങ്ങിന് 23 lakh ആണ്. 2 lakh അക്കൗണ്ട് പേ ചെക്ക് ഓൺ ദ ഡേറ്റ് ഓഫ് ബുക്കിങ്ങിൻ്റെ സമയത്ത് തന്നെ അത് കൊടുത്തു അല്ലേ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, പൊസഷൻ ഓഫ് പ്രോപ്പർട്ടി ഓഫീസ് ബിൽഡിംഗ് ആണ്, എന്ത് ചെയ്യാം, അത് 3 lakh എന്നുള്ളതുപോലെ എടുക്കാം. അപ്പോൾ നമുക്ക് അതിൻ്റെ നോട്ടൊന്ന് വായിച്ചു നോക്കാം, അപ്പോൾ ക്ലിയർ ആയിട്ട് ഐഡിയ കിട്ടും, എങ്ങനെ എഴുതണമെന്ന് കിട്ടും. എന്താണ്, യൂഷ്വലി സ്റ്റാമ്പ് ഡ്യൂട്ടി വാല്യൂ ഓൺ ദ ഡേറ്റ് ഓഫ് രജിസ്ട്രേഷൻ ഈസ് ടു ബി കൺസിഡേർഡ്. However, if the date of agreement and the date of registration are different, stamp duty value on the date of agreement can be considered provided whole or part of the consideration is received in which specified mode. In this present case, stamp duty value of the date of agreement was 23 lakh while the consideration agreement 20 lakh. Since the stamp duty value exceeded 110% of the sale consideration, $2,50,25,30,000 25,30,000 വരണം. ഓക്കെ, വൈൽ ദ കൺസിഡറേഷൻ എന്ന് പറഞ്ഞത് 22 lakh വരണം, 110% എന്ന് പറഞ്ഞത്. പക്ഷേ നമുക്ക് എത്ര വന്നിട്ടുണ്ട്, സ്റ്റാമ്പ് ഡ്യൂട്ടിയിൽ 23 lakh വന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഡിഫറൻസ് എത്രയാണ്, ദ ഡിഫറൻസ് സ്റ്റാമ്പ് ഡ്യൂട്ടി വാല്യൂ കൺസിഡേർഡ് 50,000 ഡിഫറൻസ് ബിറ്റ്വീൻ സ്റ്റാമ്പ് ഡ്യൂട്ടി വാല്യൂ ആൻഡ് ദ സെയിൽ ഈസ് ടാക്സബിൾ. ഓക്കെ, അടുത്ത 6ാമത്തെ എന്താണ്, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് എഴുതി, ഇൻകം ഫ്രം അതർ സോഴ്സ് എന്ന് പറഞ്ഞത് ടോട്ടൽ ചെയ്ത് 9,35,000 എഴുതി. ബാക്കിയുള്ളത് നമുക്ക് നോക്കേണ്ട കാര്യമില്ല. ഓക്കെ, നമുക്ക് ആ ഇതിൻ്റെ മാത്രം പഠിക്കാനാണ്, നമ്മുടെ കേസ് മാത്രം പഠിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്തേ ഉള്ളൂ. അപ്പോൾ അത് മാത്രം എങ്ങനെ എഴുതുക എന്നുള്ളത് മാത്രം നിങ്ങൾ നോക്കിയാൽ മതി. അടുത്ത എന്താണ്, ഇൻട്രസ്റ്റ് ഓൺ സെക്യൂരിറ്റീസ്.
ഇൻട്രസ്റ്റ് ഓൺ സെക്യൂരിറ്റി എന്താണ്? മീൻസ് ഇൻട്രസ്റ്റ് ഓൺ എനി സെക്യൂരിറ്റി ഓഫ് ദ സെൻട്രൽ ഗവൺമെൻറ് ഓർ സ്റ്റേറ്റ് ഗവൺമെൻറ്, ഇൻട്രസ്റ്റ് ഓൺ debentures or other security issued by or on behalf of local authority, company, corporate established by the central or state government. വെൻ സെക്യൂരിറ്റി സ്റ്റോക്ക് ഇൻ ട്രേഡ് ആയിട്ടാണെന്ന് വെച്ചുകൊണ്ടിരിക്കണമെങ്കിൽ പ്രോഫിറ്റ് ആൻഡ് ഗെയിനിലോട്ട് കൊടുക്കുക. സെക്യൂരിറ്റി ഹെൽഡ് അതർവൈസ് സ്റ്റോക്ക് ഇൻ ട്രേഡ് അല്ലാത്ത കാണുന്നുണ്ടെങ്കിൽ അതർ സോഴ്സസിലോട്ട് വരും. പിന്നെ എന്താണ് ചാർജബിലിറ്റി എന്ന് വെച്ചാൽ ക്യാഷ് ബേസോ ഡ്യൂ ബേസോ അതെങ്ങനെയാണോ നമ്മൾ പ്രിപ്പയർ ചെയ്യണത് നമ്മുടെ അക്കൗണ്ട് നമ്മൾ ഫോളോ ചെയ്യുന്ന ആ ഒരു ഡേറ്റ് ആയിരിക്കുള്ളൂ. ഡേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇൻട്രസ്റ്റ് ഷാൽ ബി ടാക്സബിൾ വെൻ സച്ച് ഇൻട്രസ്റ്റ് ഫോൾ ഡ്യൂ. ഇൻട്രസ്റ്റ് ഓൺ സെക്യൂരിറ്റി ഷാൽ ബി അക്രൂഡ് ഓൺ ഡേ ടു ഡേ ബേസിസ് ആണ്. പിന്നെ എന്താണ് ഇൻ ദി കേസ് ഓഫ് ഡെത്ത് ഓഫ് അസസി ബിഫോർ ദ ഡ്യൂ ഡേറ്റ് ദ ഇൻകം ഓഫ് ദ ഹോൾ ഇയർ ഷാൽ ബി ടാക്സബിൾ ഇൻ ദ ഹാൻഡ് ഓഫ് റെസിപ്പിയൻ്റ് ഓഫ് ഇൻകം. ഗ്രോസിങ് അപ്പ് ഇൻട്രസ്റ്റ് എന്നുള്ളത് ഇവിടെ ആപ്ലിക്കബിൾ ആണ്. എന്താണ് ഇൻകം ഇൻട്രസ്റ്റ് ഇൻകം റിസീവ്ഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് ഇൻട്രസ്റ്റ് ഇൻകം ഏൺ ചെയ്ത് അതിൽ നിന്ന് TDS മൈനസ് ചെയ്തിട്ടുള്ളതാണ് ഇൻട്രസ്റ്റ് ഇൻകം റിസീവ്ഡ് എന്ന് പറയുന്നത്. ഓക്കെ, അത് ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കുക, അത്രയേ ഉള്ളൂ. പിന്നെ എന്താണ് ഇതിൽ എക്സ്പെൻഡിച്ചർ അലൗഡസ് ഡിഡക്ഷൻ വരുന്നുണ്ട്. എന്താണ് കളക്ഷൻ എക്സ്പെൻഡിച്ചർ, ഇൻട്രസ്റ്റ് ഓൺ ലോൺ, എനി അതർ എക്സ്പെൻഡിച്ചർ ഓർ എനി എക്സ്പെൻസ് അണ്ടർ സെക്ഷൻ 58 ഷാൽ നോട്ട് ബി അലൗഡ്. പിന്നെ എന്താണ് സ്പെസിഫിക് ഡിസലവൻസസ് ഒക്കെ. സ്പെസിഫിക് ഡിസലവൻസ് 58 പറയുന്നുണ്ട്. എനി പേഴ്സണൽ എക്സ്പെൻസ് ഓഫ് അസസീസ്, എനി ഇൻട്രസ്റ്റ് വിച്ച് ഈസ് പേബിൾ ഔട്ട്സൈഡ് ഇന്ത്യ ഓൺ വിച്ച് ടാക്സ് ഹാസ് നോട്ട് ബീൻ ഡിഡക്റ്റഡ് എ സോഴ്സ്. അല്ലേ, നമുക്കത് മുന്നേ ഒത്തിരി ഇതിൽ വന്നതാണ്. എന്താണ് ഔട്ട്സൈഡ് ഇന്ത്യയിലേക്ക് എന്തെങ്കിലും ഒരു ഇൻട്രസ്റ്റ് പേ ചെയ്തിട്ടുണ്ടെങ്കിൽ TDS പിടിച്ചില്ല എന്നുണ്ടെങ്കിൽ അല്ലേ എന്ത് ചെയ്യാം, ഇൻകം ഫ്രം അതർ. ഈ ഹെഡിൽ അത് ഡിഡക്റ്റ് ചെയ്യാനായിട്ട് പറ്റില്ല. ടാക്സ് ചെയ്യാം. അതായത് ഫോളോയിങ് എക്സ്പെൻഡിച്ചർ ഷാൽ നോട്ട് ബി ഡിഡക്റ്റഡ് ഫ്രം എനി ഇൻകം അണ്ടർ ദിസ് ഹെഡ്. ഈ ഹെഡിൽ ഏതൊരു ഇൻകത്തിൻ്റെ കൂടെ ഇത് എക്സ്പെൻഡിച്ചർ ഡിഡക്റ്റ് ചെയ്യാൻ പറ്റില്ല. എന്തൊക്കെയാണ് പേഴ്സണൽ എക്സ്പെൻഡിച്ചർ? പിന്നെ എന്താണ് ഇതേപോലെ നമ്മൾ പേയ്മെൻറ്റ് പുറത്തേക്ക് കൊടുക്കുവാണ്. പേയ്മെൻറ്റ് പുറത്തേക്ക് കൊടുത്തിട്ട് അതിൽ TDS പിടിച്ചില്ല എന്നുണ്ടെങ്കിൽ സാലറി പേബിൾ ഔട്ട്സൈഡ് ഇന്ത്യ. അടുത്തെന്താണ് ഇനി സാലറി പേബിൾ ഔട്ട്സൈഡ് ഇന്ത്യ, അതിലും TDS പിടിച്ചില്ല എന്നുണ്ടെങ്കിൽ. പിന്നെ 30% ഓഫ് എനി പേയ്മെന്റ് മെയ്ഡ് ടു റെസിഡൻറ്റ് ഓൺ വിച്ച് TDS പ്രൊവിഷൻ ഈസ് ആപ്ലിക്കബിൾ വിത്തൗട്ട് ഡിഡക്റ്റിംഗ് TDS ആസ് ഇത്. പിന്നെ എന്താണ് എനി എമൗണ്ട് പെയ്ഡ് വെൽത്ത് ടാക്സ് ഓർ ഇൻകം ടാക്സ് ആയിട്ട്. ഇൻട്രസ്റ്റ് പെയ്ഡ് ഓൺ എമൗണ്ട് ബോറോഡ് ഫോർ മീറ്റിംഗ് ടാക്സ് ലൈബിലിറ്റി ഈസ് നോട്ട് ഡിഡക്റ്റബിൾ. എനി എമൗണ്ട് സ്പെസിഫൈഡ് അണ്ടർ സെക്ഷൻ 40A ലൈക്ക് അതേപോലെയുള്ള ഏതെങ്കിലും ഒരു എമൗണ്ട്. റിലേറ്റീവ് ഇൻ എക്സസ് ഓഫ് റിക്വയർമെൻറ്റ്, പേയ്മെൻറ്റ് ഇൻ എക്സസ് ഓഫ് 10,000 അതർവൈസ് ദാൻ അക്കൗണ്ട് പേ ചെക്ക് എല്ലാം. അതായത് നമ്മൾ TDS പിടിക്കണ്ട എന്നുള്ളത് പറഞ്ഞാൽ അറിയാലോ. പേയ്മെൻറ്റ് ഇൻ എക്സസ് ഓഫ് 10,000 അതർവൈസ് അതിൽ അക്കൗണ്ട് പേ ചെക്ക് അങ്ങനെ എന്തെങ്കിലും ആയിരിക്കണം. നോ ഡിഡക്ഷൻ. എന്തിനാണ്? ഇൻകം ബൈ വേ ഓഫ് വിന്നിങ് ലോട്ടറി, ക്രോസ് വേർഡ് പസിൽസ്, റേസ്, ഹോഴ്സ് റേസ് അങ്ങനെയുള്ളതിനൊന്നും എന്തിനാണ് ഡിഡക്ഷൻ ഒന്നുമില്ല. ഓക്കെ, ഡിഡക്ഷൻ ഒന്നും കൊടുക്കേണ്ട കാര്യമില്ല എന്നുള്ളത് നമുക്ക് പറഞ്ഞ കാര്യങ്ങൾ തന്നെ ഒന്നും കൂടി ഒന്ന് പോയിന്റ് വൈസ് ആക്കിയെന്നേ ഉള്ളൂ. അടുത്തത് കമ്പ്യൂട്ട് ടാക്സബിൾ ഇൻകം under the head income from other sources Mrs. X from the following data. പ്രൈവറ്റ് ട്യൂഷൻ ഫീ റിസീവ്ഡ് ഇതിൽ വരൂലേ. വിന്നിങ് ഫ്രം ലോട്ടറി അല്ലേ, ഇതിൽ വരും. അവാർഡ് ഫ്രം KBC ഓർ TV ഷോ. ഗ്രോസ്. ഓക്കെ, ഗ്രോസ്. അപ്പോൾ നമുക്ക് ഇത് ആൻസർ വെച്ച് തന്നെ നമുക്ക് പറഞ്ഞു നോക്കാം. ഇങ്ങനെയാണ് പ്രൈവറ്റ് ട്യൂഷൻ ഫീ റിസീവ്ഡ് 10,000 വരും. ക്യാഷ് ലിങ്കുമായിട്ട് വരണേണ്. എന്താണ് വിന്നിങ് ഫ്രം ലോട്ടറി എന്നുള്ളത് 2,000 അങ്ങനെ തന്നെ വരും. അവാർഡ് വാങ്ങിച്ചു അത് 3,20,000. പെൻഷൻ 25,000 ഉണ്ട്. അതിന് സ്റ്റാൻഡേർഡ് എഡിഷൻ വരില്ലേ പെൻഷൻ ആണെങ്കിൽ. എന്തൊക്കെ വരും? 1/3 എമൗണ്ട് റിസീവ്ഡ്. 1/3 ആണോ 15,000 ആണോ വിച്ച് എവർ ഈസ് ലോവർ നോക്കാം. അപ്പോൾ എത്രയാണ്? 1/3 ആണ് ലോവർ, 8,333. അത് മൈനസ് ചെയ്തിട്ട് ബാക്കിയുള്ളത് ടാക്സ് അടച്ചാൽ മതി. ഇൻട്രസ്റ്റ് ഓൺ ബാങ്ക് ഡെപ്പോസിറ്റ് 25,000. ഡയറക്ടേഴ്സ് ഫീ 5,000. ലെറ്റിംഗ് ഔട്ട് ഓഫ് വേക്കൻറ്റ് ലാൻഡ് 25,000. റെമ്യൂണറേഷൻ ഫോർ ചെക്കിംഗ് എക്സാമിനേഷൻ കോപ്പി ഓഫ് എംപ്ലോയർ സ്കൂളാണ്, അത് ടാക്സബിൾ സാലറി ആയിട്ടാണ്. റിമീഷൻ എക്സാമിനേഷൻ കോപ്പി ഓഫ് CA എന്ന 10,000 വരും. ഇൻകം ടാക്സ് റീഫണ്ട് എന്ന് പറയുന്നത് ഇൻകം അല്ല എന്ന് പറഞ്ഞു. പക്ഷേ ഇൻട്രസ്റ്റ് ഓൺ ഇൻകം ടാക്സ് റീഫണ്ട് എന്ന് പറഞ്ഞാൽ അതർ സോഴ്സസിൽ വരും എന്നും പറഞ്ഞു. ഓക്കെ, ഇനി കോമ്പോസിറ്റ് റെൻ്റ് എന്നുള്ളത് അത് എക്സ്പെൻഡിച്ചർ മാറ്റിയിട്ട് ബാലൻസ് ഉള്ളത്. റെൻ്റ് ഓൺ സബ്ലെറ്റിംഗ് ഓഫ് ഹൗസ് പ്രോപ്പർട്ടി 20,000 വരും. പിന്നെ എന്താ ലെസ് റെൻറ്റ് പെയ്ഡ് ടു ഒറിജിനൽ ഓണറിന്, അതായത് എത്രയാണോ സബ്ലെറ്റിങ്ങിൻ്റെ റെൻറ്റ് കിട്ടുന്നത് അതിൽ നിന്ന് ഒറിജിനൽ ഓണർക്ക് എത്ര കൊടുക്കും അത് മൈനസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ബാലൻസ് ഉള്ളതാണ് ഇവിടെ ടാക്സ് വരുന്നത്. ഓക്കെ, സബ്ലെറ്റിംഗ് എന്നുള്ളത് വേറെ എവിടെയും വരില്ല. അപ്പോൾ സബ്ലെറ്റിംഗ് എന്നുള്ള റെൻറ്റ് എത്ര കിട്ടുന്നുണ്ടോ, സബ്ലെറ്റിംഗ് നമ്മൾ ഹൗസ് പ്രോപ്പർട്ടിയിൽ പറഞ്ഞു തന്നു അല്ലേ. അപ്പോൾ സബ്ലെറ്റിംഗ് എന്നുള്ളത് എത്രയാണോ നമുക്ക് കിട്ടുന്നത് അതിൽ നിന്ന് റെൻറ്റ് ഒറിജിനൽ ഓണർക്ക് എത്ര കൊടുക്കുന്നുണ്ടോ അത് മൈനസ് ചെയ്യുമ്പോൾ ബാലൻസ് വരുന്നതാണ് ടാക്സബിൾ ആയിട്ട് വരുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇൻകം ഫ്രം അതർ സോഴ്സ് ടാക്സബിൾ ആയിട്ട് വരുന്നത്. പേയ്മെൻറ്റ് ഓഫ് ഇൻകം ടാക്സ് ആൻഡ് പേഴ്സണൽ എക്സ്പെൻഡിച്ചർ ഈസ് നോട്ട് ഡിഡക്റ്റബിൾ ഇൻ എനി കേസ്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട്. എന്താണ്?
പേയ്മെൻറ്റ് മെയ്ഡ് ഓൺ പേഴ്സൺ എക്സ്പെൻസ് വരില്ല എന്ന് നമ്മളിപ്പോൾ പഠിച്ചു അല്ലേ. പിന്നെ എന്താണ് ഇൻകം ടാക്സ് പെയ്ഡ് എന്നും പറഞ്ഞിട്ടുണ്ട്. അതെന്താണ് ഇൻകം ടാക്സ് പെയ്ഡ് എന്ന് പറഞ്ഞാലും അതിൽ വരില്ല. അടുത്തെന്താണ് ശ്രീ അനിൽ ഫോളോ cash basis of accounting and has furnished the receipt and payment account of previous year 22-23 for the computation of income. Interest on listed debenture A, receipt 16,200. Okay. ഇൻട്രസ്റ്റ് ഓൺ ലിസ്റ്റഡ് ഡിബഞ്ചർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് എത്ര ഇരിക്കുള്ളൂ, അതിന് 10% TDS പിടിക്കണം. അപ്പോൾ എത്ര ഇരിക്കുള്ളൂ, ഇത് 90% ആയിരിക്കും. 100% എത്രയെന്ന് അറിയാൻ വേണ്ടി എന്ത് ചെയ്യണം, 16,200 ഡിവൈഡഡ് ബൈ 90 × 100 ഇടുക. അപ്പോൾ എത്ര വരുമോ, 18,000 വരും. അതാണ് അതിൻ്റെ 100% എമൗണ്ട് എന്ന് പറഞ്ഞത്. ലെറ്റിംഗ് ഓഫ് ബിൽഡിംഗ് മെഷീനറി 15,000 പെർ മന്ത് അണ്ടർ എ കോമ്പോസിറ്റ് ലീസ് എത്രയാണ്, 1,50,000. ആ 1,50,000 എടുക്കുക. അതിൽ നിന്ന് എക്സ്പെൻസ് എന്ന് പറഞ്ഞിട്ട് ഏതൊക്കെ എടുക്കും, കളക്ഷൻ ചാർജസ്, റിപ്പയേഴ്സ്, ക്യാപിറ്റൽ റിപ്പയേഴ്സ് ഇല്ല, പിന്നെ ഡിപ്രീസിയേഷൻ അത്രയും മൈനസ് ചെയ്യുക. അപ്പോൾ 1,40,000 ടാക്സബിൾ ആയിട്ട് വരും. ഇനി എന്താ, ഗിഫ്റ്റ് ഫ്രം ഫാദറിൽ നിന്നുള്ളത്, ഫാദർ എന്നുള്ള റിലേറ്റീവ് അല്ലേ, അതുകൊണ്ട് അതെടുക്കും. ഗ്രൗണ്ട് റെൻറ്റ് റിസീവ്ഡ് 600. ഓക്കെ, റിലേറ്റീവ് പിന്നെ എന്താണ്, ഗ്രൗണ്ട് റെൻറ്റ് റിസീവ്ഡ് 600 ആണ്. അത്രയുള്ളത് എന്തെങ്കിലും ടാക്സബിൾ ആക്കി എടുക്കും. എന്താ നോട്ട് കൊടുത്തതിനെ, സിൻസ് അസസി ഫോളോ ക്യാഷ് ബേസിസ് ഓഫ് അക്കൗണ്ടിങ് ഹെൻസ് ഇൻകം ഷാൽ ബി ചാർജബിൾ ആൻഡ് എക്സ്പെൻഡിച്ചർ ഷാൽ ബി അലൗഡ് ഓൺ ക്യാഷ് ബേസിസിലായിരിക്കണം. ഓക്കെ, ഇനി എന്താ, ഡിബഞ്ചർ ഇൻകം റിക്വയർഡ് ടു ബി ഗ്രോസ്ഡ് അപ്പ്, ക്യാപിറ്റൽ റിപ്പേഴ്സ് ആർ നോട്ട് അലൗഡ്, ഇൻട്രസ്റ്റ് പെയ്ഡ് ഔട്ട്സൈഡ് ഇന്ത്യ വിത്തൗട്ട് ഡിഡക്റ്റിംഗ് ടാക്സസ് ഓർ ഷാൽ നോട്ട് ബി ഡിഡക്റ്റബിൾ ആസ് എക്സ്പെൻഡിച്ചർ ആയിട്ട് അങ്ങനെയുള്ളതിന് എന്ത് ചെയ്യാൻ പാടില്ല, കാണാനായിട്ട് പാടില്ല എന്ന്. ഓക്കെ, ഡയറക്റ്റ് ആയിട്ടുള്ള ക്വസ്റ്റൻ. അലൗഡ് ഡിപ്രീസിയേഷൻ ബിൽഡിംഗ് മെഷീനറി, ഫയർ ഇൻഷുറൻസ് ബിൽഡിംഗ് മെഷീനറി 1000. ഇത്രയേ ഉള്ളൂ കാര്യമായിട്ട് പറഞ്ഞാൽ. പിന്നെ എന്താണ്, ഹൗ എ സർട്ടൈൻ ഇൻട്രസ്റ്റ് ഇൻകം അറൈസിംഗ് ടു സർട്ടൈൻ പേഴ്സൺ വുഡ് ബി എക്സംപ്റ്റ് അണ്ടർ സെക്ഷൻ 1015. എന്തൊക്കെയാണ്, ഇൻകം ബൈ വേ ഓഫ് ഇൻട്രസ്റ്റ്, പ്രീമിയം ഓൺ റിഡംഷൻ ഓർ അതർ പേയ്മെൻറ്റ് ഓൺ നോട്ടിഫൈഡ് സെക്യൂരിറ്റി ബോണ്ട്, ആന്യൂറ്റി സർട്ടിഫിക്കേഷൻ ഓർ അതർ സേവിങ് സർട്ടിഫിക്കറ്റ് എക്സംപ്റ്റ് ആണ്. ഇൻട്രസ്റ്റ് ഓൺ പോസ്റ്റ് ഓഫീസ് ഡെപ്പോസിറ്റ് കിട്ടുവാണെന്നുണ്ടെങ്കിൽ അതെങ്ങനെ വരും എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ്, 3,500 വരേക്കും ആണെങ്കിൽ, ഇൻഡിവിജ്വലിനാണെങ്കിൽ 3,500 വരേക്കും എക്സംപ്റ്റ് ആണ്. 7,000 ജോയിൻ്റ് അക്കൗണ്ടിൻ്റെ കേസിലാണെങ്കിൽ 7,000 വരേക്കും. ഓക്കെ, അതൊന്ന് ഓർത്ത് വയ്ക്കുക. അത് നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ചോദിക്കുന്നതാണ്. എന്താണ്, ഇൻട്രസ്റ്റ് ഓൺ പോസ്റ്റ് ഓഫീസ് ഡെപ്പോസിറ്റ് ആണെങ്കിൽ, ഇൻഡിവിജ്വൽ ആണെങ്കിൽ 3,500, ജോയിൻ്റ് അക്കൗണ്ട് ആണെങ്കിൽ 7,000 വരേക്കും. പിന്നെ ഗോൾഡ് ഇൻട്രസ്റ്റ് ഓൺ ബോണ്ട്, ഹോൾ ഇൻകം ടാക്സബിൾ അണ്ടർ വിച്ച് ഹെഡ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അത് നമുക്ക് ഹെഡ് അറിയാൻ വേണ്ടിയിട്ട് എന്താണ് ആൻസർ ഇതും കൂടി വെച്ചിട്ട് പറഞ്ഞുതരാം. ഹെഡ് നമുക്കറിയാൻ പാടില്ലാത്തല്ലോ അല്ലേ. റെൻ്റൽ ഇൻകം ഇൻ കേസ് ഓഫ് പ്രോപ്പർട്ടി, റെൻ്റൽ ഇൻകം എന്ന് പറഞ്ഞാൽ ഹൗസ് പ്രോപ്പർട്ടിയാണ്. സാലറി ബൈ പാർട്ട്ണറുടെ ആണെങ്കിൽ പ്രോഫിറ്റ് ആൻഡ് ഗെയിൻ ആണ്. റെൻ്റൽ ഇൻകം ഓഫ് മെഷീനറി ആണെങ്കിൽ പ്രോഫിറ്റ് ആൻഡ് ഗെയിൻ ഓഫ് ബിസിനസ്, ഇൻകം ഫ്രം അതർ സോഴ്സസോ ഏതെങ്കിലും ഒരെണ്ണത്തിലിടാം. അത് നമ്മുടെ നേച്ചർ അനുസരിച്ച്. വിന്നി ഫ്രം ലോട്ടറി എന്ന് വെച്ചാൽ അതർ സോഴ്സസ് ആണ്. സാലറി പേബിൾ ടു എ മെമ്പർ ഓഫ് പാർലമെൻറ്റ്, അതെന്തായാലും സാലറിയിൽ വരില്ല എന്ന് നമ്മൾ സാലറിയുടെ ചാപ്റ്ററിൽ പഠിച്ചാണ്. റെസിപ്റ്റ് വിത്തൗട്ട് കൺസിഡറേഷൻ, അത് ഇൻകം IFOC തന്നെയാണ്. ഇൻ കേസ് ഓഫ് റിട്ടയർമെൻറ്റ്, ഇൻട്രസ്റ്റ് ഓൺ എംപ്ലോയി കോൺട്രിബ്യൂഷൻ ഇഫ് പ്രൊവിഡൻറ്റ് ഫണ്ട് ഈസ് അൺറെക്കഗ്നൈസ്ഡ്, അതർ സോഴ്സസ് ആണ്. റെൻ്റൽ ഇൻകം ഇൻ കേസ് ഓഫ് എ പേഴ്സൺ എൻഗേജ് ഇൻ ദ ബിസിനസ് ഓഫ് ലെറ്റിംഗ് ഔട്ട് ഓഫ് പ്രോപ്പർട്ടി, അതെന്താണ്, പ്രോഫിറ്റ് ആൻഡ് ഗെയിൻ ഓഫ് ബിസിനസ് ഓഫ് പ്രൊഫഷൻ ആണ്. ഓക്കെ, ഹ്യൂമൻ ഇൻഷുറൻസ് പോളിസിനെ കുറിച്ച് നമ്മൾ മുന്നേ ഒരു ഇത് പറഞ്ഞു. അതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ്, ഏതെങ്കിലും എനി സം റിസീവ്ഡ് അണ്ടർ ഹ്യൂമൻ ഇൻഷുറൻസ് പോളിസി ഇൻക്ലൂഡിംഗ് ദ സം അലോട്ടഡ് ബൈ വേ ഓഫ് ബോണസ് ഓൺ സച്ച് പോളിസി, എമൗണ്ട് എംപ്ലോയർ ആണ് റിസീവ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ PGBPയിൽ എഴുതും, എംപ്ലോയി ആണ് റിസീവ് ചെയ്യണമെങ്കിൽ സാലറിയിൽ എഴുതും. പിന്നെ എന്താണ്, റിസീവ്ഡ് ബൈ എനി അതർ പേഴ്സണിൽ നിന്നാണെന്നുണ്ടെങ്കിൽ IFOCയിൽ എഴുതും. ഓക്കെ, പിന്നെ എന്താണ്, കോമ്പൻസേഷൻ, ടെർമിനേഷൻ ഓഫ് ഹിസ് എംപ്ലോയ്മെൻറ്റിനെ കുറിച്ച് എന്താണ്, എനി കോമ്പൻസേഷൻ ഓർ എനി അതർ പേയ്മെൻറ്റ് ഡ്യൂ ടു ഓർ റിസീവ്ഡ് ബൈ എനി പേഴ്സൺ ബൈ വാട്ട് എവർ നെയിം കോൾഡ് ഇൻ കണക്ഷൻ വിത്ത് ടെർമിനേഷൻ ഓഫ് ഹിസ് എംപ്ലോയ്മെൻറ്റ് ഓർ മോഡിഫിക്കേഷൻ ഓഫ് ടേംസ് ആൻഡ് കണ്ടീഷൻ, ഇൻകം ഫ്രം അതർ സോഴ്സസിൽ തന്നെ എടുക്കുള്ളൂ. പോസ്റ്റ് ഓഫീസ് ഡെപ്പോസിറ്റിനെ കുറിച്ച് നമ്മൾ അവിടെ കേട്ടത് തന്നെ, അത് കണ്ടത് തന്നെ. MP MLAയുടെ സാലറി അതർ സോഴ്സസ് ആണ്. സബ്ലെറ്റിങ്ങിൻ്റെ അതർ സോഴ്സസ് ആണ്. ബാങ്ക് ഡെപ്പോസിറ്റ്, ലോണ്, ഡയറക്ടേഴ്സ് ഫീ, ഫോറിൻ ഗവൺമെൻറ് സെക്യൂരിറ്റി, അഗ്രികൾച്ചർ ഇൻകം റിസീവ്ഡ് ഔട്ട്സൈഡ് ഇന്ത്യ, ഇൻകം ഓഫ് റൈസ് എസ്റ്റാബ്ലിഷ്ഡ്, ഇൻകം ഫ്രം അതർ സോഴ്സ്, കമ്മീഷൻ റിസീവ്ഡ് ബൈ ഡയറക്ടർ ഓൺ ഗിവിംഗ് ബാങ്ക് ഗ്യാരണ്ടി ഫോർ ദ കമ്പനി, ഇൻകം ഫ്രം അതർ സോഴ്സസ് ആണ്. സാലറി റിസീവ്ഡ് ബൈ പാർട്ട്ണർ ഫ്രം പാർട്ട്ണർഷിപ്പ് ഫേം, അത് PGBP ആണ് അല്ലേ.
ഏതൊക്കെ ഇൻകം ആണ് ടാക്സബിൾ? നമ്മളവിടെ നോക്കിയത് തന്നെ അല്ലേ, ഇതല്ലേ നമ്മൾ നോക്കിയത്. റെൻ്റൽ ഇൻകം ഇൻ കേസ് ഓഫ് ഹെൽഡ് സ്റ്റോക്ക് ഇൻ ട്രേഡ് ആണെങ്കിൽ ഫോർ 3 years ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി, സാലറി റിസീവ്ഡ് ഇപ്പോൾ പാർട്ട്നേഴ്സ് ഫ്രം ഹിസ് പാർട്ട്ണർഷിപ്പ് ഫ്രം PGBP, റെൻ്റൽ ഇൻകം മെഷീനറി ഫ്രം അതർ സോഴ്സസ് എന്താണ് PGBP വന്നില്ല എന്നുണ്ടെങ്കിൽ. ഇനി വിന്നിങ് ഫ്രം ലോട്ടറി അതർ സോഴ്സസ്, സാലറി പേയബിൾ ടു എ മെമ്പർ ഓഫ് പാർലമെൻറ്റ് അതർ സോഴ്സസ്, റിസീപ്റ്റ് വിത്തൗട്ട് കൺസിഡറേഷൻ അതർ സോഴ്സസ്. അത് നമ്മൾ പറഞ്ഞു. റെൻ്റൽ ഇൻകം ഓഫ് എ പേഴ്സൺ എൻഗേജ് ഇൻ ദ ബിസിനസ് ഓഫ് ലെറ്റിംഗ് ഔട്ട് പ്രോപ്പർട്ടി, പ്രോഫിറ്റ് ആൻഡ് ഗെയിൻ ഓഫ് ബിസിനസ്. ഇത്രയാണ് നമുക്ക് അതർ സോഴ്സസ് എന്നുള്ളത് പഠിക്കാനുള്ളത്. എന്താണ് നമ്മൾ ആ ഓരോ പോയിൻറ്റും വെച്ചിട്ടാണ് നമുക്ക് എക്സാമിന് ക്വസ്റ്റിന് വരിക. അപ്പോൾ ഓരോ പ്രൊവിഷനും അത് പോയിൻ്റായിട്ട് തന്നെ എഴുതി പഠിക്കണം. ഓക്കെ, പ്രൊവിഷനൊക്കെ പോയിൻ്റായിട്ട് ഇട്ട് എഴുതി പഠിച്ചാൽ മാത്രമേ ഇത് എന്താണ് ഓർമ്മയിലേക്ക് വരുള്ളൂ. ചെറിയ ചെറിയ പ്രൊവിഷൻസും ചെറുതുമാണ്. മാക്സിമം നിങ്ങളിത് നന്നായിട്ട് പഠിക്കുക. ഇനി ഒത്തിരി ഇത് ചെയ്യാൻ നമ്മൾ സെക്കൻഡ് ലെവലിലേക്ക് ഒന്നും കൂടി കറക്റ്റായിട്ട് നമ്മൾ ചെയ്തിട്ട് പോകുന്നതായിരിക്കും. ഓക്കെ, അതായത് കറക്റ്റായിട്ടെന്ന് വെച്ചാൽ കുറേ പ്രോബ്ലം നമ്മൾ ചെയ്യുന്നതായിരിക്കുള്ളൂ. ഇപ്പോൾ ഈ ജൂൺ എക്സാമിന് മുന്നേ ആയിട്ട് മാക്സിമം ചാപ്റ്റർ ഒന്ന് തീർക്കാമെന്നുള്ള ലക്ഷ്യത്തിൽ ഞാൻ അധികം ഇത് ഉൾപ്പെടുത്തുന്നില്ല. പക്ഷെ എന്തായാലും നെക്സ്റ്റ് ടൈം നമുക്ക് നിറയെ പ്രോബ്ലംസും ഒക്കെ ആയിട്ട് നമുക്ക് നെക്സ്റ്റ് ടൈം സെക്കൻഡ് പാർട്ടുള്ള വീഡിയോയിൽ കാണാം. ഓക്കെ, താങ്ക് യു.